ഹലോ. ഹലോ, ആ ലിയാഖത്ത് അതെ ആണല്ലേ? അതെ. ഞാൻ നിങ്ങളെ നമ്പർ ഒരാൾ തന്നിട്ട് ഉം, ജസ്റ്റ് സംശയങ്ങൾ ചോദിക്കാൻ വിളിക്കായിരുന്നു. ശരി, തിരക്കിലാണോ? പറഞ്ഞോളൂ. അല്ല, ഈ എക്സ് മുസ്ലിം എന്നുള്ളൊരു നിങ്ങളെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കലുണ്ട് ഞാന്, ഉം, സംസാരങ്ങളൊക്കെ. ഉം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനായിരുന്നു. അപ്പൊ നിങ്ങൾ തിരക്കിലാണോ അതാ ചോദിച്ചേ? അല്ല, നിങ്ങൾ പറഞ്ഞോളി. ഈ പിന്നെ ഈ ഒന്നുമില്ല, നിങ്ങൾ ഈ നമ്മളെ ഈ മുസ്ലിം മതത്തിൽ നിന്ന് മാറാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഉം. അതിനെ പറ്റി അതൊക്കെ വിശദമായിട്ട് വീഡിയോകളിൽ പറയുന്നല്ലേ. വീഡിയോകളിൽ പറയുന്നുണ്ട്. എന്നാലും എന്റെ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളെ ഉം, വീഡിയോകളിൽ നേരിട്ട് ചോദിച്ചിട്ടൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളിപ്പോ ഉം, റമദാൻ മാസമാണ് നടക്കുന്നത്. ഉം, ഇപ്പൊ ഈ മാസത്തില് പിന്നെ നമ്മളായിട്ട് ഇത് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തുണ്ട് നമ്മളെ, ഉം, മതവിശ്വാസി ആളായിരുന്നു. മൂപ്പർ ഉം, ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ കുറെ പ്രകടിപ്പിച്ചു. ഉം, അതുകൊണ്ട് നിങ്ങളോടൊന്ന് നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞ മൂപ്പർ തന്ന നമ്പറാണ്. ഉം. അപ്പൊ അതില് ശരി. നോമ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നല്ലേ? നോമ്പിനെ കുറിച്ചുള്ള അഭിപ്രായമാണ് ആദ്യം അറിയേണ്ടത്. എന്താ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ചോദിച്ചോളി. അതല്ല എൻ്റെ ഒരു കാര്യം. അല്ല, ഞാൻ ചോദിക്കുന്ന നിങ്ങള് മാറാനുണ്ടായ സാഹചര്യോ? മാറാനുണ്ടായ കാരണം ഇതിനകത്ത് ഈ മതം എത്രത്തോളം മനുഷ്യന് ഉപകാരപ്പെടുന്ന കാര്യമാണെന്നും മതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്, മതം എന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നതും അതിന്റെ വസ്തുതയും തമ്മിലുള്ള പൊരുത്തക്കേടും, അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും പൂർണ്ണമായിട്ടും മതം അടിസ്ഥാനപരമായിട്ട്. വിട്ടാളാ? അതെ. ആ, ഓക്കെ ഓക്കെ. പിന്നെ അത് ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന വിപത്തുകൾ ഉണ്ടല്ലോ. ഇപ്പൊ പുതിയ പുതിയ തലമുറയുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഉം, ലഹരിയായാലും, ഉം, ഇപ്പോ മാതാവിനെ മനസ്സിലാവാത്ത നമ്മളെ നരഭോജികളായ മൃഗങ്ങൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഉം. സ്വന്തം മാതാവിനെ മനസ്സിലാവും, അത്രത്തോളം മനസ്സിലാകാത്ത രൂപത്തിലേക്ക് അതപ്പതിച്ച് വരുന്നത് പുതിയ അതൊക്കെ തലമുറ. മുസ്ലിം അല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാ. ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞോട്ടെ. ഉം, ഈ തലമുറകളുടെ ഇടയിലുള്ള മാറ്റങ്ങൾ വരാനുള്ള കാരണം കുട്ടികളുടെ ഇടയിൽ ഉം. മതവിദ്യാഭ്യാസത്തിന്റെ വലിയൊരു കുറവ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നല്ലത്. മതവിദ്യാഭ്യാസം കൂടിയതിന്റെ പ്രശ്നമാണ് അത്, സുഹൃത്തെ. മതവിദ്യാഭ്യാസം ഒരു കൂടിയത് 100 കൊണ്ട് കൊല്ലം മുമ്പത്തെ മതവിദ്യാഭ്യാസ സംവിധാനമാണോ ഇപ്പൊ ഉള്ളത്? അതെ, ഈ ആണോ? വിദ്യാഭ്യാസത്തിൽ എന്താ ബുദ്ധിമുട്ട്? ഇപ്പൊ ഞങ്ങള് ബുദ്ധിമുട്ടായിട്ട് ഒരു ഇസ്ലാം. മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അപൂർവമായിട്ട് ചില പള്ളി ദർസുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന, അല്ലെങ്കിൽ മൊല്ലാക്കാര് അപൂർവമായിട്ട് വളരെ ഭാഗികമായിട്ട് കുറച്ച് ദിവസം മാത്രം ചെയ്തു കൊടുത്തിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോ 3 വയസ്സ് മുതലാണ് കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കുന്നത്. അതിന് മതവിദ്യാഭ്യാസത്തിൽ കുറവ് വന്നു ഇന്നത്തെ കാലത്ത്, അതുകൊണ്ട് മൂല്യച്യുതി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അത് വസ്തുതയുമായിട്ട് പൊരുത്തപ്പെടില്ലല്ലോ. അല്ലല്ലല്ല, കുട്ടികളുടെ ഇടയിൽ നിങ്ങൾ പറയുന്ന പുതിയ തലമുറയുടെ ഇടയില് ഉം. മത നിഷേധമുണ്ട്. കുട്ടികളുടെ ഇടയിൽ മതം എന്തിന് മതബോധനം എന്നുള്ള, കൂടി, മതപ്രബോധനം, മതം എന്തിന് എന്നുള്ള ഞാൻ ചിന്തയാണ് ഇപ്പൊ പറഞ്ഞുതരാം. അതൊക്കെ നമുക്ക് പറയാം, സംസാരിക്കാം. നിങ്ങൾ ഞാനൊരു പറഞ്ഞ അധ്യാപകനാണ്. കാര്യത്തിൽ വസ്തുതാപരമായിട്ടുള്ള ഒരു പെശക് ചൂണ്ടിക്കാണിക്കുകയാണ്. അതേ ഒരു 100 കൊല്ലം മുൻപ്, മതവിദ്യാഭ്യാസത്തിന്റെ. ആ ഞാൻ പറയാം. എനിക്ക് 41 വയസ്സാണ്. ഞാൻ ആ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാല് 90കളിൽ, 80ന്റെ ഉം, അവസാനം 90, 85 മുതൽ 95, 98 വരെയുള്ള കാലഘട്ടത്തിൽ 10ാം ക്ലാസ് വരെയുള്ള മദ്രസകൾ പോലും വളരെ അപൂർവമായിരുന്നു. ആ ഞാൻ പഠിക്കുന്ന മദ്രസയിൽ 5ാം ക്ലാസ് വരെ ഉണ്ടായത്. പിന്നെ ഞങ്ങള് ആ മദ്രസയിൽ കുറെ കാലത്തിന് ശേഷം 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് 6ാം ക്ലാസ് വേണമെന്ന് ഞങ്ങൾ വാശി പിടിച്ച്, ഞങ്ങൾ കുറെ അങ്ങോട്ട് പറഞ്ഞ് ആൾക്കാരോട്, ഞങ്ങളെ രക്ഷിതാക്കളും പള്ളി കമ്മിറ്റിക്കാരും ഒക്കെ ഏകദേശം അറിയുന്നവരൊക്കെ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടാണ് 6ാം ക്ലാസ് ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം അവിടെ തുടങ്ങുന്നത്. ആ ഓക്കെ. ആ ഒരു വർഷത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ 6ാം ക്ലാസ് വന്നു. പിന്നെ 6ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 7ാം ക്ലാസ് ഇല്ല. അതിലും നമ്മൾ ഇതേപോലെ സംസാരിച്ചും പള്ളിയിൽ, മദ്രസയിൽ അത് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായമായിട്ടുള്ള ഒരു ഉസ്താദ്, അദ്ദേഹത്തിന്റെ വീട്ടില് മഗ്‌രിബിന് ശേഷം ഇശാ വരെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നു, 7ാം ക്ലാസ്. മനസ്സിലായി. അപ്പം ആ ആ കാലഘട്ടത്തിൽ മതവിദ്യാഭ്യാസത്തിനുള്ള പരിമിതികൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോ ഈ 20 കൊല്ലം മുമ്പത്തെ കഥയാണ്. അതിന്റെ ഒരു 25-30 കൊല്ലം പോയാൽ നല്ല മദ്രസകളോ ഉസ്താദുമാരോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത്, ഇന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി. കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിന് ഇപ്പുറത്തേക്ക് 3 വയസ്സ് മുതൽ കുട്ടികളെ ഈ മിക്സഡ് ആയിട്ടുള്ള അംഗൻവാടികൾ പോലെയുള്ള സാധനങ്ങളിൽ കൊണ്ടുപോയി ചെന്നാക്കുന്നതിന് വിലങ്ങുതടിയാവാൻ വേണ്ടിയിട്ടാണ് അൽഫിത്ര എന്ന് പറയുന്ന പരിപാടിയൊക്കെ. അൽഫിത്ര ഒരു പേരാണ്, ജമാഅത്ത് ഇസ്ലാമിന്റെ പേരാണ്. ബാക്കി പല സ്ഥാപനങ്ങൾക്കും സുന്നികൾക്കൊക്കെ ഇന്ന സംവിധാനം ഉണ്ട്. 3 വയസ്സ് മുതലാണ് ആ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെ? ആ അപ്പൊ അത് മുതൽ അങ്ങോട്ട് ഹിഫ്ള് കോളേജുകളും ദഅ്വ കോളേജുകൾ വരെ മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ പരിപാടി, അത് ഹലാൽ വ്യവസ്ഥയിൽ ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനുള്ള എല്ലാ സംവിധാനവും ആ ഇന്ന് മതവിദ്യാഭ്യാസത്തിന്റെ മേഖലയിലുണ്ട്.
ആ മതവിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ കൂടിയതും മതബോധനം കൂടിയതും ആ മനുഷ്യത്വമില്ലായ്മയ്ക്ക് കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. ഞാൻ നിങ്ങൾ പറഞ്ഞത് മുഴുവനായിട്ട് കേട്ടെ. ഞാനിത് പറഞ്ഞോട്ടെ. പറഞ്ഞോളി. നിങ്ങൾ പറഞ്ഞത് മതവിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. മതവിദ്യാഭ്യാസം കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഇന്ന് കുട്ടികൾക്ക് കിട്ടുന്നത് ഭൗതിക വിദ്യാഭ്യാസമാണ്. ഒന്നത് അന്നത്തെ കിട്ടുന്ന കുറച്ചാണെങ്കിലും അതിന് മൂല്യം കൽപ്പിക്കുമായിരുന്നു. മതവിശ്വാസത്തിന് നല്ല മൂല്യം ഉണ്ടായിരുന്നു. എന്തിനും ഒരു മൂല്യം കൽപ്പിച്ചൊരു തലമുറയും സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഉണ്ടായിരുന്നത് കുറച്ചാണെങ്കിൽ കുറച്ച് മത വിശ്വാസത്തില് അടിയുറച്ച ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ചാഞ്ചാട്ടാണ്, വിശ്വാസം വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയാണ്. പിന്നെ ഒന്ന്, കുട്ടികളെ ഇന്നത്തെ ഭൗതികപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ഓവർ വിദ്യാഭ്യാസത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞാല് ഈ ഒന്ന്, പിന്നെ നമ്മൾ ഈ സിനിമകള് സമൂഹത്തിൽ നൽകുന്ന തെറ്റായ സന്ദേശം, ഏറ്റവും വയലൻസ് പോലെയുള്ള സിനിമകളും പിന്നെ റാപ്പ് സിംഗേഴ്സ് ആയിട്ടുള്ള ആളുകള്, അവരെ രീതി, കുട്ടികൾ എന്താണോ ആരെയാണോ കാണുന്നത് അവരെയാണല്ലോ ഫോളോ ചെയ്യുന്നത്. ആ രൂപത്തിലേക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സൗകര്യങ്ങളുടെ വളർച്ച, നിങ്ങൾ പറഞ്ഞതുപോലെ മിക്സഡ് വിദ്യാഭ്യാസങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ തന്നെ, അതേപോലെ ഈ സ്ത്രീകളുടെ ഇടയിൽ ഈ ന്യൂട്രൽ ജെൻഡാലിറ്റി അതേപോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ വിഷയങ്ങളൊക്കെ വന്ന് സ്ത്രീകളുടെ ഇടയിലും അവരുടെ ചിന്ത മാറി. ഈ പുതിയ തലമുറയിലെ കുട്ടികളെല്ലാവരും ചിന്ത മാറി ഈ രൂപത്തിലായതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്. അത് ആ മത നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയാം. അപ്പൊ ഞാൻ ആ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ഇൻവാലിഡ് ആയിരുന്നു. അതായത് മതവിദ്യാഭ്യാസം കുറഞ്ഞത് കൊണ്ടാണ് എന്നുള്ളതാണ്. കൂടി മൂല്യം കുറഞ്ഞു എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. ശരി, എല്ലാ സംവിധാനങ്ങൾ സൗകര്യങ്ങളൊക്കെ കൂടി, പക്ഷെ അത് മൂല്യബോധം കുറഞ്ഞു എന്നുള്ളതാണ്. മതമൂല്യബോധം കുറഞ്ഞു എന്നാണ്. ഞാന് ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് അല്ല, നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം അതിന്റെ കാര്യം. അപ്പോ ഓക്കെ ഓക്കെ. നിങ്ങൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സാഹചര്യം കൂടി. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സാഹചര്യം കൂടി, മതം പഠിപ്പിച്ചിട്ടും കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും മതത്തിന്റെ മൂല്യങ്ങൾ കുട്ടികളിൽ നിലനിൽക്കുന്നില്ല. ഇതുകൊണ്ടൊക്കെയാണ് കുട്ടികൾ വയലൻസിലേക്ക് പോകുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് കുട്ടികൾ പിന്നെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളിലേക്ക് പോകുന്നത്, മയക്കുമരുന്നിന് അഡിക്റ്റ് ആവുന്നത് എന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ള, വസ്തുതക്ക് നിരക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഈ സംഭവങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ ഇസ്ലാമിന് പുറത്ത്, മുസ്ലിം സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് പുറത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും അതിന്റെ ജനസംഖ്യാനുപാതികമായിട്ടോ അതിൽ കൂടുതലായിട്ടോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ ഉദാഹരണത്തിന്, കുട്ടികൾക്കെതിരെയുള്ള അക്രമം, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം കേന്ദ്രീകൃതമായിട്ട് നടക്കുന്ന സ്ഥലങ്ങളായിട്ട് മദ്രസയും പള്ളി ദർസുകളും യതീംഖാനകളുടെ ഹോസ്റ്റലുകളും മാറിയിട്ടുണ്ട്. പുറത്തു വരുന്ന കണക്ക്, നിങ്ങളൊരു മദ്രസ അധ്യാപകനാണല്ലോ, പുറത്തു വരുന്ന കണക്കുകൾ, അതായത് സെറ്റിൽ ചെയ്യുന്ന കണക്കുകളെക്കാളും അതിന്റെ തുച്ഛമായ കാര്യം, ഒരു മദ്രസയിലോ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടോ ഉണ്ടായി വരുന്ന പ്രശ്നങ്ങളിൽ പ്രശ്നമായിട്ട് ഉയർന്നു വരുന്ന കാര്യങ്ങൾ അത് അവിടെ തന്നെ തല്ലിയിട്ടോ ആളെ പറഞ്ഞയച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ കോംപ്രമൈസ് ചെയ്തിട്ട് തീർക്കുന്നതിനപ്പുറമെ ഇത് പരാതിയായിട്ട് പുറത്തു വരുന്ന പലപ്പോഴും സ്കൂളുകളിലുള്ള പിന്നെ കൗൺസിലിംഗ് വഴിയോ അതല്ലെങ്കിൽ മറ്റു വല്ല അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെയാണ്. എത്ര അധികം കേസുകളാണ് പള്ളി മദ്രസ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ മൂല്യത്തിനനുസരിച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സ്വവർഗ പീഡനങ്ങൾ, പോക്സോ കേസുകൾ ഉണ്ടായി വരുന്നത്. അത് മതമൂല്യബോധം പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഇത്തരം പീഡന കേന്ദ്രങ്ങളായി മാറുന്നതിന്റെ നിരന്തരമായ കാഴ്ചയുണ്ട്. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം സിമ്പിളാണ്. വിശ്വാസം നഷ്ടപ്പെടുന്ന ആളുകൾ, കുട്ടികളുടെ മതവിശ്വാസത്തിൽ കുറവ് വരുന്നു എന്ന് പറഞ്ഞ് വിലപിക്കുകയും അതിനെതിരെ ക്യാമ്പയിൻ നടത്തുകയും ഇസ്ലാമിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നു എന്നതിന്റെ പേരിൽ പ്രതിരോധത്തിന് സംവിധാനം ഒരുക്കുകയും ചെയ്ത മഹല്ല് കമ്മിറ്റികളും ഉമറാക്കളും പണ്ഡിത സഭകളും മുസ്ലിം സമൂഹത്തിലുള്ള കുട്ടികൾ ഈ മൂല്യം പഠിപ്പിക്കാൻ ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങളും അതിലെ അധ്യാപകരിൽ നിന്നുണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനം ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? അപ്പൊ ഇത് പിന്നെ അതേപോലെ മയക്കുമരുന്ന്, ഇപ്പൊ ഈ പറയപ്പെടുന്ന അഫാൻ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം നമ്മൾ ഏറ്റവും ക്രൂരമായിട്ട് കണ്ടത്, ഇതൊക്കെ മതവിശ്വാസി അല്ലാത്തത് കൊണ്ടാണോ? ആള് വിശ്വാസി അല്ലായിരുന്നു നിങ്ങൾക്ക് വാദമുണ്ടോ? ഞാനത് നിങ്ങൾ പറഞ്ഞത് അത് അപ്പൊ ഞാൻ പറഞ്ഞ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ക്രിമിനൽ മനോഭാവം അല്ലെങ്കിൽ മനുഷ്യന്റെ ഈ തരത്തിലുള്ള മൂല്യബോധത്തിലുള്ള കുറവ്, ധാർമ്മികതയുടെ കുറവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ചത് കൊണ്ട് കൂടുകയോ മതവിശ്വാസം ആ ഒരു പർട്ടിക്കുലർ മതവിശ്വാസം അല്ലാതായതുകൊണ്ട് കുറയുകയോ ചെയ്യും എന്ന് വിചാരിക്കുന്ന ആളെ അല്ല ഞാൻ. മനസ്സിലായോ? അത് വളരെ വ്യക്തിപരമായിട്ട് സാമൂഹികമായിട്ട് അതിന് മതങ്ങൾക്കും അതിന്റെ പങ്കുണ്ട്. കൃത്യമായിട്ട് മതങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട്, രാഷ്ട്രങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അൾട്ടിമേറ്റ്ലി ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്.
അപ്പൊ ഇങ്ങനെയൊന്നും അല്ല നമ്മളൊരു മതത്തെ അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ സാമൂഹ്യ പ്രശ്നങ്ങളെ മുൻനിർത്തിയിട്ട് മതങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ മതവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളിൽ മാത്രമേ അത്തരം അനാലിസിസ് കൊണ്ട് കാര്യമുള്ളൂ. ഇപ്പൊ കള്ള്, ഓക്കെ. മദ്യം നിരോധനം, ഓക്കെ, മദ്യനിരോധനത്തിനുള്ള മാർഗം ഇസ്ലാമിക മൂല്യബോധനമാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം കള്ളു കുടിക്കുന്നത് മുസ്ലിങ്ങളിൽ എത്രയോ ആളുകൾ ആ ഏഹ് ആനുപാതികമായിട്ട്, ജനസംഖ്യാനുപാതികമായിട്ട് തന്നെ കള്ളു കുടിക്കുന്നുണ്ട്. എനിക്കറിയാം, ആ നമ്മളൊക്കെ മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ ജീവിച്ച ആൾക്കാരാണല്ലോ. ആ എൻ്റെ കൂടെ പിന്നെ വളർന്നു വന്ന ആളുകളിൽ അവസരം കിട്ടുമ്പോഴൊക്കെ മദ്യം കഴിച്ചിരുന്ന ആളുകൾ ഇപ്പോഴും വലിയ മുത്തക്കികളായിട്ടുള്ള മുസ്ലിങ്ങളാണ്. ഞാൻ ആ അന്നും മദ്യം കഴിക്കാറില്ല, ഇന്നും മദ്യം കഴിക്കാറില്ല. അപ്പൊ ആ ഇതൊന്നുമായിട്ട് മതത്തെ, അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് മതത്തെ ഉയർത്തി കാണിക്കുന്നത് ഒരു വസ്തുതയില്ലാത്ത കാര്യമാണ്. മതം ഇറ്റ്സെൽഫ്, മതമായിട്ട് തന്നെ പരിഗണിക്കുകയും പരിശോധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യണം. മതത്തിന്റെ ആ അവകാശവാദങ്ങൾ, ഇപ്പൊ ഞാൻ മതം എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? മതം ഈ പറയുന്ന ഇതാണ്, ഈ അവകാശവാദങ്ങളും അതിന്റെ വസ്തുതയും തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ല. മതം മാനവികതയാണ്, സമാധാനമാണ്, എല്ലാ മനുഷ്യർക്കും ഏകോദര സാഹോദര്യമാണെന്നൊക്കെ പറയുകയും മതം വളരെ കടുത്ത, വളരെ ഇടുങ്ങിയ ഗോത്ര ചിന്തയാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മതം ഉപേക്ഷിക്കുന്നത്. ഒരു കാരണം ഞാൻ പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ നിരവധിയായിട്ടുള്ള കാരണങ്ങൾ. അതിൽ ഞാൻ എപ്പോഴും എടുത്തു പറയാറുള്ള കാരണമാണ് സ്ലേവറി. അതേപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള സമീപനം, വിശ്വാസം നഷ്ടപ്പെടുന്നവരെ കൈകാര്യം ചെയ്യുന്ന രീതി, സംശയമുള്ളവരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, ചോദ്യം ചോദിക്കുന്നവരോടുള്ള സമീപനം, ഇതര മതസ്ഥരോടുള്ള സമീപനം, ഇതൊന്നും ഒരു ആഗോള മാനവികത, എല്ലാ മനുഷ്യരും തുല്യരായിട്ട് പരിഗണിക്കപ്പെടുക എന്നുള്ള ഒരു സങ്കല്പത്തിലല്ല. അത് വളരെ കുടുസായിട്ടുള്ള ഒരു ഗോത്ര ചിന്തയാണ് മതത്തിനുള്ളത്. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആ മതത്തിൽ നിൽക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാനൊക്കെ പുറത്തു പോയത്. നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ. നിങ്ങൾ പറഞ്ഞ ഒരു വിഷയത്തില്, നിങ്ങൾ പറഞ്ഞ മദ്രസയിൽ നടക്കുന്ന, ഞാനൊരു മദ്രസ അധ്യാപകനല്ലേ, ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. പിന്നെ ഞാൻ മദ്രസ അധ്യാപകനല്ല എന്നുള്ള, എനിക്ക് മതപരമായിട്ടുള്ള തുച്ഛമായ അറിവുകളും വളരെ അപൂർവമായ അറിവുകൾ തന്നെ, ഒരു മദ്രസ പഠിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ചുറ്റുപാടുള്ള അറിവുകൾ മാത്രമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. മദ്രസ അധ്യാപകനല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു മദ്രസ വിഷയങ്ങളില് പീഡനം നടക്കുന്ന ഒരു വിഷയം, പിന്നെ ഈ സ്വർഗപരമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടല്ലോ, അത് മുസ്ലിം നാമധാരികളായിട്ട് ഒരിക്കലും ഒരാളെ മുസ്ലിം എന്ന് പറഞ്ഞാൽ അടിമപ്പെട്ടവനാ. അവൻ അടിമപ്പെട്ടവനായാലേ മുസ്ലിം ആവും, അല്ലെങ്കിൽ മുസ്ലിം നാമധാരി ആവുകയുള്ളൂ. അല്ലാത്തൊരിക്കലും മുസ്ലിം ആവല്ലേ. മനുഷ്യനിടയിൽ പടച്ചോൻ പറയുന്നുണ്ട്, എല്ലാരും പേര് കൊണ്ടാരും എന്ത് ചെയ്യുന്നില്ല, മുസ്ലിം ആവുന്നില്ല. മക്കാ മുശ്രിക്കുകള് റസൂല് വരുന്ന സമയത്തും അവിടെ റസൂൽദാന്റെ വാപ്പാന്റെ പേരും അബ്ദുള്ള എന്നാണ്, അവിടെയുള്ള അബ്ദുൽ മുത്തലിബാണ് വാപ്പാന്റെ വാപ്പാൻ. അങ്ങനെ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു അവിടെ പേരുകള്. അതേപോലെ ഇവിടെ പേരുകൾ കൊണ്ട് വന്നിരുന്നില്ല, ആരും മുസ്ലിം ആവുന്നില്ല. വിശ്വാസം കൊണ്ട് ഒരാൾ മുസ്ലിം ആവുന്നല്ലോ. അടിമപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ആ ഒരു നിയമാവലി അനുസരിക്കുന്നവരാണ്. ഈ കാലഘട്ടത്തിന്റെ മോശം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സാഹചര്യം കൊണ്ട് വിശ്വാസത്തിന്റെ കുറവുകൾ സംഭവിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മദ്രസാധ്യാപകരായാലും ഇങ്ങനെയുള്ള മതം പഠിപ്പിക്കുന്ന ആളുകളായാലും ഇതൊരു ബിസിനസ് ആയിട്ട് കാണുന്ന എത്ര പ്രഭാഷകന്മാരുണ്ട്, പുതിയ പുതിയ തങ്ങന്മാർ എന്നൊക്കെ പറഞ്ഞ് ഓൺലൈനിലൊക്കെ വന്നിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഈ വിശ്വാസം എന്ന് പറയുന്നത് ആളുകൾ എന്ത് ചെയ്യേണ്ടതാണ്, ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട സാധനമാണ്. അതുണ്ടായാൽ എന്ത് ചെയ്യൂല, ഈ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പിഴവുകൾ സംഭവിക്കൂല. ഈ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അതൊരു ജീവിത മാർഗമായിട്ട് ഉസ്താദുമാരാകുന്ന ആളുകളുണ്ട്. പിന്നെ ഇതൊരു രോഗമായിട്ട് മാറുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന 100-ൽ 1-ഓ 2-ഓ സംഭവിക്കുന്ന കേസാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു വിഷയമായിട്ട് എടുത്ത് 100-ൽ പുറത്തിട്ടത്. 1-2 അല്ല, അതങ്ങനെ ലഘൂകരിക്കാവുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞതിന്റെ കാരണം ഞാൻ അങ്ങനെ നടക്കുന്നു ലഘൂകരിച്ചിട്ടില്ല. എന്നല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ നടക്കുന്നതിൽ ഉള്ള ഒരു പ്രശ്നം, നടക്കുന്നതിന്റെ കാരണം മതമാണ് എന്നേ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളെ ഒന്നും കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനേക്കാളും വലിയ പ്രശ്നമായിട്ട് പരിഗണിക്കപ്പെടുന്നത് ആളുകളുടെ മതവിശ്വാസം കുറയുന്നു, ആളുകൾ മുർത്തദ്ദാവുന്നു എന്നതാണ്. ഇപ്പോ അത് മാത്രമല്ല, ഒരാൾക്ക് മതവിശ്വാസം ഇല്ലാതായി പോയാൽ, ഒരാൾക്ക് ഇസ്ലാം മതം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഇസ്ലാം മത വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാള് താൻ തോന്നിയായി പോകും, മൂല്യബോധമില്ലാത്ത ആളായി പോകും എന്ന് ആക്ഷേപിക്കുകയും അവരൊക്കെ അരാജകവാദികളായിട്ടും ലൈംഗിക അധാർമികത പ്രോത്സാഹിപ്പിക്കുന്നവരായിട്ട് മുദ്ര കുത്തിയിട്ട് അവരെ എന്തോ ഒരു ഭീകര ജീവികളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മതത്തെ പ്രതിരോധിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള, വളരെ എന്താ പറയാ, ഞാന് അല്ല നിങ്ങൾ പറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത്. മുസ്ലിം പൊതുസമൂഹം അല്ലെങ്കിൽ മുസ്ലിം നേതൃത്വം, മത നേതൃത്വം ചെയ്യുന്ന വൃത്തികേടിനെ തെറ്റിദ്ധരിക്കുകയാണ്. കുറിച്ചാണ് ഞാൻ ഞാൻ പറഞ്ഞത്. നിങ്ങളെ സംസാരത്തിൽ, ഞാൻ നിങ്ങൾ നല്ല സംസാരമൊക്കെയാണ്, നല്ല അവതരണമാണ് ഇപ്പൊ എന്നോട് അവതരിപ്പിക്കുന്നതായാലും
പക്ഷെ നിങ്ങൾ പലതിലും നമ്മളെ മതത്തിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉം. എന്റെ ഒരു അഭിപ്രായത്തിൽ ഓവർ തെറ്റിദ്ധാരണ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ അങ്ങനെ തോന്നിയ വിഷയത്തിൽ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോളൂ, നമുക്കത് നിങ്ങൾ സംസാരിക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളില് ഉം. എല്ലാം നിങ്ങൾ ഓവറായിട്ട് മതം എന്ത് ചെയ്യുന്നുണ്ട്, ഒറ്റപ്പെടുത്തി കളയുന്നുണ്ട്. മറ്റുള്ള മതം ഞാൻ 30 വയസ്സേ എനിക്ക് ഇപ്പൊ ആയിട്ടുള്ളൂ. ഉം. 22 വയസ്സ് വരെ ഞാൻ എന്ത്, 22 അല്ല, 23 24 വയസ്സ് വരെ ഉം. എല്ലാ നാട്ടിലുള്ള ഒരു വീട്ടുകാർക്കും ഉം. എന്റെ നാട്ടുകാർക്കും ഒരു ഭാരമായ ഒരു മനുഷ്യനാണ് ഞാൻ. ഉം. ഒരു ഭാരം തന്നെ പൂർണ്ണമായിട്ടും ഭാരമായിട്ടില്ല. എല്ലാവർക്കും, എന്റെ വീട്ടുകാർക്കായാലും നാട്ടിൽ ഉം. ഏത് കച്ചറ ഉണ്ടെങ്കിലും അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഉം. നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഉം. ഞാൻ ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലുള്ള തബ്ലീഗ് ജമാഅത്ത് തന്നെ ഉം. പ്രവർത്തകന്മാരെ കാണുക. അവരെ കൂടെ ഉം. ജമാഅത്ത് 3 ദിവസം ഒരു ജമാഅത്ത് തന്നെ ക്ലാസ് ഉണ്ട്. ഉം. ഈ മതത്തിനെ കുറിച്ച് പഠിക്കുകയും ഖുറാനെ കുറിച്ച് മനസ്സിലാക്കുകയും ഉം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തില്ല, ഒരാളെ വേദനിപ്പിക്കാൻ എന്ത് ചെയ്തില്ല. പിന്നെ ഞാൻ അത് പഠിച്ചതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തില്ല, ഏതൊക്കെ അടി ഉണ്ടാവുന്ന കേസിലോ അതൊക്കെ ഞാൻ മുന്നിലുണ്ടാകുന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഉം. അത്യാവശ്യം ലഹരി ഉപയോഗിക്കുകയും ഉം. എല്ലാം ചെയ്തുകൊണ്ടുന്ന ഒരാളാണ് ഞാൻ. ഉം. എന്റെ ജീവിതത്തിൽ പിന്നെ എന്ത് ചെയ്തിട്ടില്ല, ഉം. അറിഞ്ഞുകൊണ്ട് ഒരാളെ ഒരു അല്ല, വേദനിപ്പിക്കുകയോ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിശ്വാസിയായിരുന്നില്ലേ? എല്ലാ വിശ്വാസിയായ പേരിന് മാത്രമുള്ള ഒരു വിശ്വാസിയായിരുന്നു. നമസ്കാരം അതായത് ഉണ്ടായിരുന്നില്ല. അള്ളാഹു ഉണ്ട് എന്നും ദൈവം ഉണ്ട് എന്നും അള്ളാഹു നിങ്ങൾക്ക് ഉണ്ട് എന്ന് വിശ്വാസം മാത്രമേ ഉണ്ടായിരുന്നില്ല? ഉള്ളൂ. വിശ്വാസപരമായിട്ടുള്ള നിസ്കാരം എന്ന് വെച്ചാൽ എപ്പെങ്കിലും നിസ്കരിക്കും, ഉം. കൃത്യമായിട്ട് നിസ്കരിക്കൂല. ഉം. എങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരുന്നു മെയിൻ ഉം. ആയിട്ട് ഉണ്ടായിരുന്നത്. ഉം. വിശ്വാസിയാന്നുള്ള പേര് നിങ്ങൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പേര് കൊണ്ടുള്ള ഒരു വിശ്വാസി, ഉം. ഒരു പേരുള്ളതുകൊണ്ട് അപ്പൊ മതപരമായിട്ടുള്ള മൂല്യങ്ങൾ. അതിനുശേഷം ആ സമയത്ത് പേരുകൊണ്ടുള്ള വിശ്വാസം കൊണ്ട് നിങ്ങൾ പിന്നെ മതം തെറ്റാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റായിട്ട് മനസ്സിലാക്കിയില്ല, നിങ്ങൾ ആ തെറ്റുകളൊക്കെ തെറ്റായിട്ട് ചെയ്തു, മനസ്സിലായി. പക്ഷെ അതിനെ കുറിച്ച് ബോധമില്ലായിരുന്നു, കൂടുതൽ ബോധമില്ലായിരുന്നു. ബോധം. പിന്നെ അപ്പൊ ഇതിന്റെ നിങ്ങൾ പിന്നെ പിന്നെ ലഹരി ഉപയോഗിക്കരുത് എന്നതിന്റെ കാരണമായിട്ട് നിങ്ങൾ കണ്ടെത്തിയത് ആ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? നരകത്തിന്റെയും ഖബറിന്റെയും ശിക്ഷകളെ കുറിച്ചും നമുക്ക് കിട്ടുന്ന ഇതൊക്കെ ഒഴിവാക്കി കിട്ടുന്ന ലാഭങ്ങളെ കുറിച്ചും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മളെ ജീവിതത്തിൽ ഹൃദയം എങ്ങനെ ശുദ്ധീകരിക്കണം, നമ്മളെ ജീവിതം ഒരു വലിയൊരു ലക്ഷ്യത്തോടു കൂടി നമ്മളെ അയച്ചത് നമ്മളൊരു അലക്ഷ്യമായി ജീവിക്കേണ്ട അതായത് ഒരാളല്ല നിങ്ങൾ അവർ നമ്മൾ. പേടിപ്പിച്ചു, അതാണ് സംഭവം. പേടിപ്പിച്ചല്ല. നമ്മള് ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മള് വലിയൊരു മഹത്തായ ഒരു ജീവിതം ഇങ്ങനെ ഒരു കൂത്താടിയും തമർത്തും ജീവിക്കേണ്ടതല്ല, ആർക്കും ഭാരമായിട്ട് നശിപ്പിച്ചു കളയേണ്ട ഒരു സാധനമല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അത് നമ്മള് മനസ്സിലാക്കാൻ എന്തിനാണ് നിങ്ങൾക്ക് നരകവും ഖബറൊക്കെ ആവശ്യമായിട്ട് വന്നത്? നരകം ഖബറല്ല, ഖുറാന് മനസ്സിലാക്കിയപ്പോ ഞാൻ റസൂലുള്ളാഹിന്റെ ചരിത്രം, സഹാബത്തിന്റെ ചരിത്രം മനസ്സിലാക്കി. ഹദീസുകളുണ്ടല്ലോ, അവര് ഹദീസുകൾ വായിച്ചു. നമുക്ക് ഹദീസുകൾ വായിക്കുന്നത് ഖുറാനെ കുറിച്ച് കാര്യമായി മദ്രസ പോയിട്ടുണ്ടെങ്കിൽ വെറുതെ എപ്പെങ്കിലൊക്കെ പോയി നോക്കൂ, പോകാന്നല്ലാണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ ഞാൻ മതത്തിനെ ഞാൻ കുറിച്ച് എന്റെ പറയുന്ന ജീവിതത്തിൽ വന്ന ആക്ഷേപമാണ്. മാറ്റം, നിങ്ങൾ പറഞ്ഞ മതം ഒരാളെ മാറ്റൂല എന്നല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഞാൻ പറയാം. അല്ല, ഞാൻ പറഞ്ഞത് മതം അതിനുശേഷം മാറ്റൂല എന്നല്ല. നോക്കൂ, നിങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിലാവുന്നില്ല, അതാണ് നിങ്ങളുടെ എന്റെ പ്രശ്നം. ജീവിതത്തില് ഉം. അതിനുശേഷം ഒരു ആക്രമത്തിനോ ഉം. ഒരാളെ ബുദ്ധിമുട്ടിക്കാനോ പിന്നെ നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ജീവിതം നന്മകള് പറയുന്നു, ഞാൻ ഞാൻ എന്റെ നിങ്ങളോട് വീട്ടിൽ, പറയുന്നു. എന്റെ ഒരു വീടിന്റെ മിനിറ്റ്, തൊട്ടടുത്തുള്ള ഒരു മിനിറ്റ്, അങ്ങനെയല്ല. എന്റെ നിങ്ങൾ നോക്കൂ, നിങ്ങളെ പോലെ ഞാനും മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് മദ്രസയിലൊക്കെ പഠിച്ച് അങ്ങനെ ജീവിക്കുന്ന ഞാൻ, എന്റെ ചുറ്റുമുള്ള മുസ്ലിം സുഹൃത്തുക്കളൊക്കെ മദ്യപിക്കുന്ന സമയത്ത് ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ ആരെ ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ഒരു സമൂഹത്തിന് ഗുണകരമല്ലാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല, ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിലും പങ്കെടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ പങ്കെടുത്തു. പങ്കെടുത്തിരുന്നു. ആ, ഞാൻ അത്യാവശ്യം നിങ്ങൾ നോക്കൂ, നിങ്ങളും ഞാനും മദ്രസയിൽ പഠിച്ചു, നിങ്ങളും ഞാനും മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, നിങ്ങളും ഞാനും മുസ്ലിം സമൂഹത്തിൽ, മുസ്ലിം സംസ്കാരത്തിൽ ജീവിച്ചു. നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോയി, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോയില്ല. ഓക്കെ, ഇനി നിന്നോളൂ. അതിനുശേഷം നിങ്ങൾ മതബോധനത്തിലേക്ക് പോയി, മതത്തിന്റെ മൂല്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ ജമാഅത്തിന്റെ ക്ലാസ്സിന് പോയി. ജമാഅത്തിന്റെ 3 ദിവസത്തെ ട്രെയിനിങ് കിട്ടിയതോടുകൂടി നിങ്ങൾ നന്നായി. ഞാൻ അതിനിടയിൽ മതം ഉപേക്ഷിച്ചു, മതവിശ്വാസം നഷ്ടപ്പെട്ടു, ഇസ്ലാമിനെതിരെ കടുത്ത വിമർശനങ്ങൾ തുടങ്ങി. ഞാൻ ഇപ്പോഴും ആൾക്കാർ ഉപദ്രവിക്കാറില്ല, മദ്യപിക്കാറില്ല, ഒരു ക്രിമിനൽ പ്രവർത്തനം ചെയ്യാറില്ല, നിയമപരമായിട്ട് ജീവിക്കുന്നു. ഞാൻ കുറച്ചുകൂടി കൂടുതൽ എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് കാണാനും മനുഷ്യരായിട്ട് മനസ്സിലാക്കാനും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അകാരണമായിട്ടുള്ള ഭയങ്ങളിൽ നിന്നും മോചിതനാകാനും പറ്റി. എന്താ വ്യത്യാസം? അത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങള് അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ കിട്ടിയ ഒരു ബേസിക് ഉണ്ടല്ലോ, ആ ഒരു ബേസിക് കിട്ടിയില്ലേ? എനിക്ക് ആ ബേസ് വൃത്തിയിൽ കിട്ടിയില്ല. ഞാനത് ആ രൂപത്തിലല്ല ഞാനെപ്പോ ഒരു സുഹൃത്ത്, അങ്ങനെയല്ല. എന്റെ കൂടെ എന്റെ മദ്രസയിൽ എന്നോടൊപ്പം പഠിച്ച കുട്ടികളിൽ മദ്യപിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു.
ഇല്ല, ഞാൻ മദ്രസ പോയതില് മദ്രസ പോയിട്ടുള്ളൂ. ആ പോയത് തന്നെ വീട്ടുകാരെ നിർബന്ധം കൊണ്ടുള്ള ഒരു പോക്കായിരുന്നു. എപ്പെങ്കിലും പോവും, സ്റ്റിച്ചിങ് പോരും. ആ സമയത്തും കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകുന്ന ഒരു മൈൻഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ കൂടുതൽ മനസ്സിലാക്കിയിരുന്നില്ല. ഉം. ഞാൻ കൂടുതൽ സി മതത്തെ ഞാൻ കുറിച്ച് പറഞ്ഞെന്താ അറിയോ, മനസ്സിലാക്കി. ഇത്തരം കാര്യങ്ങൾ ഒരു ആ, ഒരു ലെസ് ഒരു ഒരു പറയും. 2, 8, 1, 9, ഹലോ 5, ഹലോ 4. ഹലോ പറയൂ. ഒരു ലക്ഷ്യമില്ലാതെ ഒരു അലക്ഷ്യമായി ഞാൻ ഈ ലക്ഷ്യം വിളിക്കാൻ ഞാൻ കാരണം പറയട്ടെ, വേറൊന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. അപ്പൊ ഒരു ആ മനുഷ്യൻ തെറ്റിലേക്ക് പോകാനോ തെറ്റിൽ നിൽക്കാതിരിക്കാനോ ഉള്ള ഏക കാരണം മതമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങള് തിരിച്ച് ജമാഅത്തിലേക്ക് പോയിട്ട് നമ്മൾ ഇങ്ങനെ ശരി ജീവിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ ശരി. പോകും, സ്വർഗത്തിൽ പോകാൻ പറ്റൂല എന്ന ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നിങ്ങൾ തിരിച്ച് പിന്നെ മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് അക്രമമൊക്കെ ഉപേക്ഷിച്ചു. മദ്യപാനം ഞാൻ ചെയ്തിട്ടില്ല, അത് വേറെ. മദ്യപാനം നിങ്ങൾ നമ്മൾ ലഹരി എന്ന് ചെയ്തിട്ടില്ല. പറഞ്ഞപ്പോ ഞാൻ അതൊക്കെ ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ, ലഹരി ഉദ്ദേശിച്ചതിനെ ചെറിയ രൂപത്തിലുള്ള ലഹരി അന്ന് ആയിക്കോട്ടെ, ഉപയോഗിച്ചിട്ടുള്ളൂ, എന്തോ വലിയ ആയിക്കോട്ടെ. രൂപത്തിലൊന്നും അപ്പൊ ഉപയോഗിച്ചില്ല. എന്തൊക്കെയാണ് ലഹരിയിൽ നിന്ന് മുക്തി നേടി, അതേപോലെ നിങ്ങൾ പിന്നെ അക്രമ പ്രവർത്തനങ്ങളിലോ കച്ചറ വിച്ചറൊക്കെ ഒന്നും പോകാണ്ടായി. അതിന് നിങ്ങളെ പ്രാപ്തമാക്കിയത് നരകഭയവും സ്വർഗം എന്ന് പറയുന്ന ഒരു ഭയമില്ല ജീവിത ഒരിക്കലും. ലക്ഷ്യവുമാണ്. എന്റെ ജീവിതത്തിൽ അന്ന് പണ്ടൊക്കെ ഭയമുണ്ട്. എനിക്ക് ഇന്ന് ഭയമില്ല. എന്തിനാ അല്ല, ഭയക്കുന്നത്? ആയിക്കോട്ടെ, ഇന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് സമാധാനമുണ്ട്. സത്യം പറയാൻ മരണാനന്തരമുള്ള ഇന്ന് നാളത്തെ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലെ? ഇന്ന് എനിക്ക് ഭയമില്ല. നാളത്തെ കുറിച്ച് ഭയമില്ല. കാരണം എന്തിനാ ഭയക്കുന്നത്? നാളെ എന്ന് പറഞ്ഞത് പിന്നെ ഒരു മുസ്ലിം സംബന്ധിച്ചോളം ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മള് അല്ല, എന്താണോ നിങ്ങൾ പറഞ്ഞ നമ്മുടെ കാര്യമാണ്. ജീവിതത്തിൽ നിങ്ങൾ സംസാരത്തിൽ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ മരണത്തെ കുറിച്ച് എടുത്തുദ്ധരിച്ചു എന്ന് ഭയമല്ല. മാത്രമേ ഉള്ളൂ. മരണത്തെ കുറിച്ച് ഭയമല്ല. മരണവും തെറ്റുകൾ നരകവും ചെയ്താൽ ഖബറും. മാത്രം ഒരു മിനിറ്റ്. തെറ്റുകൾ ചെയ്താൽ മാത്രം മരണം, തെറ്റുകൾ നരകം, ചെയ്താൽ മാത്രം അല്ല അതാ ഞാൻ പറഞ്ഞത്. മരണം, നരകം, ഖബർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ബോധനം, ഇന്നെനിക്ക് സ്വർഗം എന്ന് സന്തോഷാണ്. പറയുന്ന ലക്ഷ്യം, ഈ ഇന്നെനിക്ക് രണ്ട്, സമാധാനാണ്. ഞാൻ പറയട്ടെ, ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് നിങ്ങൾ പിന്നെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തിന്മകളിൽ നിന്ന് മോചനം നേടിയത് നിങ്ങൾ പറയാണ്. അതെ, നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ട് ജീവിതത്തിൽ എന്നുള്ളൊരു ബോധം അത് വന്നത്. അങ്ങനെ ഈ ഭയപ്പെട്ടിട്ടോ കൊതി മൂത്തിട്ടോ മാത്രമല്ല ജീവിതത്തെ കുറിച്ച് ലക്ഷ്യമുണ്ടാവേണ്ടത് എന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. അങ്ങനെ എവിടെയാ ഉള്ളത് ഭയന്നത്? കൊണ്ട് അതുമായിട്ട് ഇതിന് എനിക്കിപ്പോ ബന്ധമില്ല എന്നാണ് ഞാൻ സമാധാനാണ് പറഞ്ഞതിന്റെ ഉള്ളത്. അർത്ഥം. മനസ്സിലായോ? ഇന്നലെ കുറിച്ച് ഞാന് സി പഠിത്തം പറയുന്നുണ്ട്. ഞാൻ തൗബ നിങ്ങളെ എന്ന് പോലെ പറയുന്നത് തന്നെ മദ്രസയിൽ പഠിച്ച ആളാണ്. മരണത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും ബർസഖിനെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കപ്പെടുന്നത് ഭയം തന്നെയാണ്. കുട്ടികളിൽ ഭയം. ഉണ്ടാക്കുന്നത് ഭയം തന്നെയാണ്. അത് എന്തിനാ തെറ്റ് വെറുതെ നമ്മള് ചെയ്താൽ മാത്രമല്ലേ കുട്ടികൾക്ക് ഭയം പറയുന്നുള്ളൂ. മുഹമ്മദ് നബിക്ക് മരണവേദനയെ കുറിച്ച് ലഘൂകരിക്കാൻ വേണ്ടി മുഹമ്മദ് നബി പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? അതെ, മരണ സമയത്ത് റസൂൽ എന്ന് പറയുന്നുണ്ട്, മരണത്തിന് വേദനയുണ്ട് എന്നുള്ള കാര്യം. ഇത് പഠിക്കുന്ന കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് എന്താണ്? സുഖാണോ? എങ്ങനെ ഭയം വരുന്നത്? നമ്മൾ പിന്നെ എന്താണ് നിങ്ങൾ പറയൂ. അതേ റസൂലിനെ പറയുന്നുണ്ടല്ലോ, എന്നാ വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ അത് പറയുമ്പോൾ പോലും മരണഭയത്തിന്റെ പകുതിയാണ് പ്രസവത്തിന്റെ വേദന, അല്ലെ മരണവേദനയുടെ, അല്ലെ? അല്ലേ? മരണത്തിന് ഏത് മനുഷ്യനാലും വേദന ഉണ്ടാവും. അല്ലേ? മരണത്തിന് എന്ത് വേദന പറയൂ? മരണത്തിന് എന്ത് വേദനയുള്ളത്? മരണത്തിന് എന്ത് വേദനയുള്ളത് നിങ്ങൾ പറയും? ഒരു വലിയൊരു സിസ്റ്റമാണ് മനുഷ്യൻ ശരിക്കും പറയാ. നിങ്ങൾ ആലോചിച്ച് മരണത്തിന് വേദനയുണ്ടോ? നിങ്ങൾ പറയും. മരണം വേദനാജനകമായിട്ടുള്ള ഒരു പ്രോസസ് ആണോ? വേദനാജനകമായ പ്രോസസ് എന്നല്ല പറയാം. മരണത്തിൽ നമ്മൾ റൂഹ് പിരിഞ്ഞു പോകുന്ന സമയത്ത് മനുഷ്യൻ എന്ത് ചെയ്യും? എന്ത് റൂഹ്? റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവുണ്ടല്ലോ മനുഷ്യൻ. ഇതെങ്ങനെ നിങ്ങൾ പിന്നെ അല്ല, എന്താണ് മരണം? നിങ്ങൾ പറയൂ, എന്താണ് മരണം? ഞാൻ ചോദിക്കട്ടെ. മരണം എന്ന് പറയുന്നത് ഒരു മാലാക. ഒരു മിനിറ്റ്. നമ്മൾ മരണം, ഖബർ, നരകം എന്നൊക്കെ പറയുന്നത് ഭീതിയല്ല ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ 3 വയസ്സിലും 2 വയസ്സിലും കുട്ടികളെ ഖബറിനെ കുറിച്ചും മരണത്തെ കുറിച്ചും ബർസഖിനെ കുറിച്ചും ഖബറിലുള്ള ചോദ്യം ചെയ്യലിനെ കുറിച്ചും ഞാൻ പറയട്ടെ. നിങ്ങൾ 10-20 വയസ്സ് 20 കഴിഞ്ഞിട്ട് പോയ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് മദ്രസയിൽ 5ഉം 6ഉം 7ഉം വയസ്സുള്ള കുട്ടികളെ മരണത്തെക്കുറിച്ചും റൂഹ് പിടിക്കുന്നതിനെ കുറിച്ചും ഖബറിനെ ചോദ്യം ചെയ്യലിനെ കുറിച്ചും അവർ കൊണ്ടുവരുന്ന ചങ്ങലയും ഇരുമ്പ് ദണ്ടിനെ കുറിച്ചും അവരുടെ പ്രഹരത്തെക്കുറിച്ചും ഈ ഭൂമി തന്നെ മനുഷ്യന്റെ ശരീരത്തെ ഞെരുക്കി വാര്യലുകൾ ഒടിയുന്നതിനെ കുറിച്ചും 5ാം ക്ലാസ്സിന് മുമ്പ് കുട്ടികളെ മദ്രസ പഠിപ്പിക്കുന്നില്ലേ? 5ാം ക്ലാസ്സിന് മുമ്പിട്ട് കുട്ടികളെ മദ്രസയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ലേ? അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് ആ കുട്ടികള് ഞാൻ പറയുന്നത്? അല്ല പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ പറയും. നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലെന്ന് പറയും. അത് അതിലേക്ക് നമുക്ക് അതിലേക്ക് വരാം. പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? തെറ്റുകൾ ചെയ്യുന്നവർ അത് വേറെ കാര്യം. പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? പഠിപ്പിക്കുന്നുണ്ട് തെറ്റുകൾ ചെയ്ത. ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്നത് ഭീതിയാണോ
ആത്മവിശ്വാസമാണോ? കുട്ടികൾ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവും. ഭീതിയാണോ ആത്മവിശ്വാസമാണോ? ട്രോമയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പറയാം, തെറ്റ് ചെയ്യാതിരിക്കാൻ ഭയാനകമായിട്ടുള്ള ഒരു മിനിറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിന്റെ മൂല്യബോധനത്തിന്റെ പ്രശ്നമാണിത്. ഒരു ഭാഗത്ത് ഭീതിയും മറുഭാഗത്ത് കൊതിയും മൂപ്പിച്ചിട്ടാണ് മൂല്യം പഠിപ്പിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. നിങ്ങൾ പറയൂ, നരകത്തിൽ കടക്കുമെന്ന ഭയമോ സ്വർഗത്തിലെത്താം എന്ന കൊതിയോ അല്ലാതെ തെറ്റ് ചെയ്യാതിരിക്കാനും ശരിയിൽ പോകാനും മുസ്ലിമിനെ പ്രേരിപ്പിക്കുന്ന എന്താണ്? അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ ഇല്ലാതിരുന്ന സാധനമാണ്. അതുകൊണ്ടാണ് കുട്ടികളുടെ ഇടയിലേക്ക് ഇന്നിങ്ങനെയുള്ള ആക്രമങ്ങൾ. അല്ല, എന്താണ് നിങ്ങൾ പറയൂ, എന്താണ്? ഒരാള് തെറ്റൊന്നും ചെയ്യാതെ കൃത്യമായ മതനിയമം പാലിച്ച് ഹറാമും ഹലാലും ഒക്കെ നോക്കി ജീവിച്ചു. അയാൾ അതിന് പ്രേരിപ്പിക്കുന്ന ലക്ഷ്യം എന്താണ്? ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഒരാള് നിയന്ത്രിക്കാനുണ്ട്. തെറ്റ് ചെയ്താൽ അത് ശിക്ഷിക്കപ്പെടും, നന്മ ചെയ്താൽ അതിന് നന്മ കിട്ടും, അതിന് പ്രതിഫലം കിട്ടും എന്നൊരു ബോധം ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ചെയ്താൽ പ്രശ്നമില്ല, നന്മ ചെയ്താല് നമുക്ക് മനസ്സിന് സന്തോഷം ചിന്തിക്കുമ്പോഴാണോ തെറ്റെന്ന് മാറിക്കുക? അതിന് ഞാനൊന്നും ചോദിക്കില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളൊരു ജോലി ചെയ്യും. ഇല്ല, അതൊക്കെ പോട്ടെ. നിങ്ങൾ വേറെ ഉദാഹരണങ്ങൾക്ക് പോലെ നമുക്ക് ഈ മരണം, ഭയം, നരകവും സ്വർഗവും ജീവിത ലക്ഷ്യം തന്നെ തീരുമാനിക്കാം. നിങ്ങളിത് പറയൂ. അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോയിന്റ് ചെയ്യൂ. അതായത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു ജീവിത ലക്ഷ്യം വേണം, നിയന്ത്രിക്കാൻ ആൾ വേണം. ശരി, സമ്മതിച്ചു. ഇസ്ലാം എന്ന് പറയുന്ന മതം മുന്നോട്ട് വെക്കുന്ന ജീവിത ലക്ഷ്യം നരകം എന്ന ഭീകരതയിലേക്ക് പതിക്കാതിരിക്കാനുള്ള ഒരു ഭയവും സ്വർഗത്തിലെ സുഖലോലുപതയെ കുറിച്ചുള്ള ഒരു മോഹവും അല്ലാത്ത എന്ത് ലക്ഷ്യമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? നമ്മുടെ ജീവിതം തന്നെ ശുദ്ധിയാകുന്നില്ല. എന്തിനാ അങ്ങനെ ആക്കുന്നത്? എന്തിനാ ജീവിതം ശുദ്ധിയാക്കുന്ന പറയും? ഒരു മനുഷ്യന് സമൂഹത്തിൽ ജീവിക്കുമ്പോ നമ്മളെ ചുറ്റുപാടും നമ്മളെപ്പോൾ തന്നെ മറ്റുള്ള ജീവികൾ ജീവിക്കുന്നുണ്ട്, മൃഗങ്ങൾ ജീവിക്കുന്നുണ്ട്, പക്ഷികൾ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് പറയും, നിങ്ങൾ എന്തിനു ഉത്തമ വിശ്വാസിയായി ഇപ്പൊ ജീവിക്കുന്നു? ഞാൻ മുഴുവനായിട്ട് പറഞ്ഞോട്ടെ. അങ്ങനെയുള്ള ജീവികൾ ജീവിക്കുന്നുണ്ട്. അതിൽ നമുക്കറിയാം, വീട്ടിൽ പോറ്റുന്ന പശുക്കളായാലും അല്ലെങ്കിൽ തെരുവ് നായ്ക്കളായാലും അവരൊക്കെ ജീവിക്കുന്നത്. അവർ വസ്ത്രം ധരിക്കുന്നുണ്ടോ? അവർക്ക് കുടുംബം ഉണ്ടോ? അവർക്ക് വ്യക്തമായ ബോധങ്ങളുണ്ടോ? അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ കുടുംബം ഉണ്ടോ? കുടുംബമായിട്ട് വാപ്പാനെ നോക്കണോ, അല്ലെങ്കിൽ മകനെ നോക്കണോ, മകളെ നോക്കണോ? അങ്ങനെയുള്ള ഒരു ചിന്താഗതിയോ അങ്ങനെ ഒരു കുടുംബമായിട്ടുള്ള സിസ്റ്റം അല്ല. അവര് രാവിലെ എഴുന്നേക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, കിടന്നുറങ്ങുന്നത്. മൃഗങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്കുള്ള കേട്ടോ. അല്ല, ഞാൻ കാഴ്ചപ്പാടല്ല പറഞ്ഞ. അല്ല, ഞാൻ പറയാം, മൃഗങ്ങളുടെ മൂല്യബോധത്തെ കുറിച്ച് മൃഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വളരെ മോശം കാഴ്ചപ്പാടാണുള്ളത്. നിങ്ങൾ പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തു. ഞാൻ മോശമായ കാഴ്ചപ്പാടല്ല, നിങ്ങൾ അത് തെറ്റിദ്ധരിക്കരുത്. കാരണം അവർക്ക് മനുഷ്യനേക്കാൾ നന്ദിയും മനുഷ്യനേക്കാൾ കരുതലുള്ളതാണ് മറ്റു മൃഗങ്ങൾ. നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോലെ. മനുഷ്യനേക്കാളും നന്ദി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യനേക്കാളും നന്ദിയും ഞാൻ പറഞ്ഞുതരാം. നരഭോജിയായിട്ടുള്ള പുലിയെ വളർത്തുമൃഗങ്ങളായിട്ട് വളർത്തുന്ന എത്രയോ മനുഷ്യന്മാർ ലോകത്തുണ്ട്. അതൊക്കെ അപകടകരമായിട്ട് പറഞ്ഞുതരാം. നരഭോജി ഒരു കടുവയോ പുലിയോ സിംഹമോ മറ്റൊരു ജീവിയെ ആക്രമിക്കുന്നത് അതിന് ഭക്ഷണത്തിന് വേണ്ടി മാത്രമായിരിക്കും. അതെ, ഭക്ഷണത്തിന് വേണ്ടി മാത്രമായിരിക്കും. ഞാൻ പറയട്ടെ, ഭക്ഷണത്തിന് വേണ്ടി മാത്രമായിരിക്കും. ആ സമയത്ത് അതിന് വിശക്കുമ്പോ അതിന് യജമാനാണ്. അതാ ആയിക്കോട്ടെ, അതാ പറഞ്ഞത്. ഇനി ഒരു മിനിറ്റ്. മനുഷ്യനെ, സഹജീവിയെ കൊല്ലുന്നത് മതത്തിന് വേണ്ടി പോലും ആവാം. മനുഷ്യന് സഹജീവിയെ കൊല്ലുന്ന മതത്തിന് വേണ്ടി തന്നെ. മതം പഠിക്കാത്തവരാണ്. മതം പഠിച്ചവന് മതം സ്വീകരിക്കാത്തതിന്റെ പേരിൽ പോലും ആളുകൾ കൊല്ലപ്പെടും. ഇപ്പൊ തന്നെ നിങ്ങൾ പറയുന്നത് ഞാൻ എക്സ് മുസ്ലിമാണ്. നിങ്ങൾ എപ്പോഴായിരുന്നു മുസ്ലിം ആയിരുന്നത്? അതൊന്ന് പറഞ്ഞുതരോ? ഞാൻ എന്റെ ജീവിതത്തിൽ മുസ്ലിം ആയിട്ട് തന്നെ ജീവിച്ചു. എപ്പോഴായിരുന്നു നിങ്ങൾ ഇന്ന് എക്സ് മുസ്ലിമിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ എന്നാണ് മതത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചത്? മതത്തിന് വേണ്ടി ഞാൻ എക്സ് മുസ്ലിമിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ലല്ലോ. ഞാൻ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പറഞ്ഞ പോയിന്റിലേക്ക് വരൂ. നിങ്ങളെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കൂ. നിങ്ങൾ മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ അതിൽ എന്റെ മറുപടി പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ തിരിച്ച് നിങ്ങൾ മൂല്യബോധത്തിലേക്ക് പോകും. നിങ്ങളെ ജീവിത ലക്ഷ്യം എന്താണ് പറയും? അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്റെ എന്നല്ല, ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തിൽ
മനുഷ്യൻ ഭൂമിയിലേക്ക് അയച്ചത് ഒരുപാട് മനുഷ്യന്റെ മെമ്മറീസ് വരെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ബില്യൺ കണക്കിന് മെമ്മറീസിൽ ഒരു മനുഷ്യനാണ്. ശാസ്ത്രം പറയണല്ല നിങ്ങൾ ശാസ്ത്രം പറയുന്നത് ഞാൻ പറയാം. ശാസ്ത്രം പറയുന്നത് നിങ്ങൾ ശാസ്ത്രം പറയണ ശാസ്ത്രം എപ്പോഴും ശാസ്ത്രം തന്നെയാണ് സംസാരിക്കുന്നത്. അത്രത്തോളം ഒരു മിനിറ്റില് 5 ലിറ്ററിൽ കൂടുതൽ ബ്ലഡുകൾ എന്ത് ചെയ്യാണ് മനുഷ്യന്റെ ശരീരത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. ഞാൻ പറയാൻ നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ പറയുന്നത് തീർത്ത് കേൾക്കും. ഞാൻ ഒന്നിക്കണ മതം ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കണം എന്നുള്ള പോലെ തന്നെ ഞങ്ങളെ വിളിച്ചേ. ആ ഒരു ഇതിൽ തന്നെ ഞങ്ങളെ വിളിച്ചത്. ആ രൂപത്തിൽ തന്നെ ഒന്നിക്കണ നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പറയുന്ന കാര്യം വ്യക്തമാണെന്ന് മനസ്സിലായാൽ നമുക്കത്. ഞാനത് ഇന്നലെ രാത്രി നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ മൂപ്പരൊക്കെ ഇങ്ങനത്തെ ചിന്താഗതി വന്നിട്ട്, അപ്പോ ഒന്നിക്കണ്ട അവരെ തെറ്റായ ചിന്തയാന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അവരെ കൂടെ കൂടണം. അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ എന്താ പറയാ, അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ, ആശയങ്ങൾ സംസാരിക്കേണ്ടത്. ഞാൻ ആശയങ്ങളല്ല പറയുന്നത്, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നിങ്ങളോട് വിളിക്കുന്നത്. അപ്പൊ നിങ്ങളോട് കൃത്യമായിട്ട് നമുക്ക് സംസാരിക്കണം, വിശദമായിട്ട് നമ്മളെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോട് കൃത്യമായിട്ട് പറയണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാല് വലിയൊരു സംഭവമാണ്. ഒരു മനുഷ്യൻ ആ ഒരു വലിയ സംഭവം വെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചോളം അതിലും വലിയ സംഭവം ഒന്നുമില്ല. അത്രയും വലിയ നിങ്ങൾ വെറുതെ അങ്ങനെ ഭൂമിയിലേക്ക് അയച്ച മനുഷ്യന് ഇങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ നമുക്ക് ലക്ഷ്യം എന്താണ് അത് പറയൂ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് തോന്നുന്നത് പോലെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അത് തെറ്റാണെന്ന് നമുക്ക് തോന്നിയാൽ മാത്രം മാറി നിൽക്കുക. അത് തെറ്റായാലും ചെയ്താലും നമ്മൾ ആ തെറ്റ് ചെയ്താലും പ്രശ്നമില്ല. അതാരും നിയന്ത്രിക്കാനോ ആരും ശിക്ഷിക്കാനോ ഇല്ല എന്നുള്ളൊരു ചിന്ത വെക്കുകയല്ല. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമായ ഒരു വ്യക്തിക്ക് ഒരു കുടുംബം ഉണ്ടാവും. കുടുംബം ഉണ്ടെങ്കിൽ സുഹൃത്തെ, നമ്മളെന്താ അറിയോ, ഇത് ആളുകൾ കേൾക്കും എന്ന് മനസ്സിലാക്കുക ദയവ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞത് നിങ്ങള് ലക്ഷ്യം വേണല്ലോ. എന്റെ ലക്ഷ്യം എന്നാൽ ഞാൻ ഈ ഭൂമിയിലേക്ക് ഇപ്പം മനസ്സിലാക്കിയ ലക്ഷ്യം എന്ന് പറഞ്ഞാല്, ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് പറഞ്ഞത് നാളെ ഭൂമിയിൽ നിന്നും മരണപ്പെട്ടു പോകുമ്പോൾ എന്റെ ജീവിതം ഇവിടെ താൽക്കാലികമാണ്. ഈ താൽക്കാലിക ജീവിതത്തില് നാളെ വലിയൊരു ജീവിതം വരാനുണ്ട് എനിക്ക്. ആ ജീവിതത്തില് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നാളെ സ്വർഗത്തില് എന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ള ലക്ഷ്യമാണ്. എനിക്ക് ആ ലക്ഷ്യമില്ല. ഒരു മിനിറ്റ്, എനിക്ക് ആ ലക്ഷ്യമില്ല. ഞാൻ നിങ്ങളെ നരകത്തെ ഭയപ്പെടുന്നില്ല, ഖബറിലെ ശിക്ഷയെ ഭയപ്പെടുന്നില്ല, സ്വർഗത്തെ കൊതിയുമില്ല. നിങ്ങൾക്ക് എന്റെ ജീവിതത്തില് ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെറുപ്പത്തിൽ എന്ത് മതം നിങ്ങൾ മദ്രസ പഠിച്ചു, നിങ്ങൾ തന്നെ ഫസ്റ്റ് മദ്രസ പഠിച്ചതോ നിങ്ങൾ എന്നോട് പറഞ്ഞു മദ്രസ പഠിച്ചത് കൊണ്ടാണോ ഞാൻ ചോദിച്ചത്? 100% മദ്രസ പഠിക്കാത്ത 100 ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. മദ്രസ പഠിക്കാത്ത 100 മനുഷ്യരെ ഞാൻ കാണിച്ചു തരാം. നമ്മള് മറ്റുള്ള മതസ്ഥരെ മദ്രസിൽ പഠിച്ച അല്ല, മദ്രസിൽ പഠിപ്പിക്കുന്ന മദ്രസിൽ പഠിപ്പിക്കുന്ന ഏത് മതവും പഠിപ്പിക്കുന്നത് ഏത് മതം മാത്രമാണ്. ഏത് മതം എല്ലാ നന്മവും പഠിപ്പിക്കുന്നത് മതത്തിന്റെ പൂർണ്ണരൂപം. മറ്റുള്ള മതങ്ങൾ പഠിക്കുന്ന ആളുകളുടെ ഇടയിലും മതമില്ലാത്ത രാജ്യങ്ങളില്ലേ? മതം പഠിപ്പിക്കാത്ത രാജ്യങ്ങളിലാണ് എല്ലാ പ്രശ്നങ്ങളും. മതമില്ലാത്ത രാജ്യങ്ങളില്ലേ? മതമില്ലാത്ത രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. ആത്മഹത്യയാണ് ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം നടക്കുന്നത്. വ്യഭിചാരം നടക്കുന്നത് അവിടെ ലിവിംഗ് ടുഗദർ വിഷയങ്ങള്. വിഷയം വിട്ടുപോലെ ഇനി പറഞ്ഞുതരാം. നിങ്ങൾ ലളിതമായ കാര്യങ്ങളിലേക്ക് വരുന്നത്. നിങ്ങള് മനുഷ്യനെ കൊല്ലുന്നതും അമ്മയെയും പെങ്ങളെയും മനസ്സിലാകാത്ത രീതിയിലുള്ള വീടുകളിൽ ആളുകളുടെ മുഖം പോലും വികൃതമാക്കുന്ന രീതിയിൽ ആളുകളെ കൊല്ലുന്നതും മയക്കുമരുന്നിന്റെ ദുരുപയോഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എത്ര ലളിതമായിട്ടുള്ളതാണ് വ്യഭിചാരത്തിലേക്ക് ലിവിംഗ് ടുഗദറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? അത് നിങ്ങൾ ഈ ഒരു വാദത്തിന്റെ പുറത്താണ്. ഏത് വാദത്തിന്റെ പുറത്ത് അല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. വിശ്വാസത്തിൽ മൂല്യമില്ല കുട്ടികൾക്ക്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. ഇതെങ്ങനെയാ ശരിയാവുക? ഞാൻ ചോദിക്കുന്നത് മതത്തിൽ നിൽക്കുന്ന ആളുകൾ മതത്തിന്റെ മൂല്യങ്ങൾ അംഗീകരിക്കാതെ തിന്മയിൽ ഏർപ്പെടുകയും മതം ഉപേക്ഷിക്കുകയും നിരന്തരം മതവിമർശനം നടത്തുന്ന ആളുടെ ജീവിതത്തിൽ ഒരു സാമൂഹ്യ പ്രശ്നം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളെ മതത്തിന്റെ മേന്മയാണെന്ന് പറയുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പല്ലേ? എങ്ങനെ ഇരട്ടത്താപ്പ്? എന്ത്? ഇപ്പൊ എന്റെ കയ്യിലുള്ളത് മതബോധത്തിന്റെ ബാക്കിയാണ് ഞാൻ ഈ പുലർത്തുന്നതെന്നൊക്കെ നിങ്ങൾ പറയണമെങ്കിൽ പള്ളിയിലെ ഉസ്താദുമാര്
കുട്ടികളെ പീഡിപ്പിക്കുന്നത് നേരിട്ടുള്ള എന്റെ മതബോധമല്ലേ? സുഹൃത്തെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ മുസ്ലിമാണെന്നാണ് അടിമപ്പെട്ടവനാണ്. നിങ്ങളെ വാദം? പറയൂ ഞാൻ മുസ്ലിം മുസ്ലിമാണോ? മുസ്ലിം എന്ന് പറയുന്ന ഞാൻ ആൾ മുസ്ലിമാണോ? അടിമപ്പെട്ടവനാണ്. ഞാൻ നിങ്ങളുടെ മുസ് കണക്കിൽ മുസ്ലിമാണോ? ആര്? ഞാന് നിങ്ങൾ എന്നെ പറയുന്നത് ഞാൻ മതം ഉപേക്ഷിക്കപ്പെട്ടവനാണ്. ആണ്. അപ്പൊ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ പറയൂ. മുസ്ലിം അപ്പം നിങ്ങൾ ഒരാള് മുസ്ലിം, മുസ്ലിമോ അല്ലയോ ഇതാണ് ഞാൻ അല്ലയോ നിങ്ങളോട് എന്ന് എനിക്ക് സംസാരത്തിന്റെ പറയാനാവോ? തുടക്കം. ഒരു മിനിറ്റ് ഒരാളെ ഒരു മിനിറ്റ് ഞാൻ ഞാൻ ചോദിക്കട്ടെ, പറയട്ടെ. നിങ്ങൾ ഇതിന് പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങൾ ഞാൻ കഥ ഞാൻ പറയുകയാണ്. പൂർണ്ണമായിട്ട് പറയട്ടെ. നോക്കൂ, നിങ്ങൾ നമ്മളെ പൂർണ്ണമായിട്ട് പറഞ്ഞു. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇസ്ലാമില് നായ്ക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്ത് പോയ ചരിത്രം അതൊക്കെ പറയും, പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ പറയും. ഇസ്ലാമിൽ പരസ്പര എല്ലാ വിരുദ്ധമായ പല പണ്ഡിതന്മാരും കാര്യങ്ങളുണ്ട്. ഏറ്റവും പരസ്പര വലിയ വിരുദ്ധമായിട്ടുള്ള പല പണ്ഡിതനായ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഒറ്റ ആ ഉദാഹരണം പറഞ്ഞുതരാം. മുഹമ്മദ് നബിക്ക് മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയിൽ ഒരു കുട്ടി ജനിച്ചു. ഇബ്രാഹിം എന്ന കുട്ടിയുടെ പേര്. ആ ആ കുട്ടി മരിച്ചു. ആ ആ മരിച്ച സമയത്ത് ആ കുട്ടിയുടെ മഹ്ശറിനെ മീൻസ് ഭാവിയെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് ചോദിച്ചപ്പോ അവന് പാലൂറ്റാൻ അവിടെ ഉമ്മമാരുണ്ടാവും എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത് സ്വർഗത്തില്. അതൊക്കെ പല ലൈഫായ ഒരു ഹദീസുകളും പറയട്ടെ, ഞാൻ ഹദീസുകളൊക്കെ ഞാൻ എന്ത് ചെയ്യും? പറയട്ടെ. നിങ്ങൾ നിങ്ങൾ അത് നിങ്ങൾ ലൈഫായ എടുത്തിട്ട് ഹദീസ് ഒന്നും അല്ല. നിങ്ങൾ എങ്ങനെ ലൈഫ് തള്ളുന്ന എങ്ങനെയാ? നിങ്ങൾ എന്തിന്റെ ഞാനറിയില്ല, അടിസ്ഥാനത്തിലുള്ള ലൈഫ് ഞങ്ങളുടെ തള്ളുന്നത്? ഹദീസ് എനിക്കറിയില്ല. ഞാൻ അറിയാത്ത നിങ്ങൾ കാര്യത്തെ കുറിച്ച് അറിയാത്ത നിങ്ങൾ ഹദീസല്ല ചിന്തിക്കണം. ലൈഫാണോ? നിങ്ങൾ എന്തേ പറയണേ? ഇനി അവിടെ കഴിഞ്ഞിട്ടില്ല. പരസ്പര വിരുദ്ധമായിട്ടുള്ള ഹദീസുകളുടെ കഥ പറഞ്ഞുതരാണ്. കേട്ടോളി ഞാൻ എനിക്ക് കേട്ടോളി അറിയാത്ത കേട്ടോളി സംഭവത്തെ കുറിച്ച് ഞാൻ കേട്ടോളി. ആ മുശ്രിക്കുകളായിട്ടുള്ള സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ മക്കളെ കുറിച്ച് ചോദിക്കുമ്പോ അവരൊക്കെ എന്താവും അള്ളാഹ്ക്ക് നേരത്തെ അറിയാം എന്ന് പറഞ്ഞ വേറെ ഹദീസ് ഉണ്ട്. ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ നിങ്ങൾ ഹദീസൊക്കെ കേട്ടിട്ടില്ല, അതാ പറഞ്ഞേ. നിങ്ങൾ കേൾക്കാത്ത ആ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആകെ 3 ദിവസത്തെ ജമാഅത്തിനുള്ളൂ. കേൾക്കാത്തതല്ല. നിങ്ങൾ നിങ്ങൾ മൂന്ന് ആകെ ദിവസം 3 ദിവസത്തെ ജമാഅത്തിന് കൂടിയിട്ടല്ലോ. ഞാൻ ഞാൻ പറഞ്ഞുതരാം. 3 ദിവസം ഇനിയും ജമാഅത്തിനല്ല. പറഞ്ഞുതരാം. ഇനിയും പറയട്ടെ. ഒരു ഹദീസ് കൂടി പറഞ്ഞുതരാം. മക്കയിൽ വെച്ചിട്ട് ഒട്ടകത്തിന്റെ കൊടൽമാല കഴുത്തിലിട്ടു എന്നതിന്റെ പേരിൽ ക്ഷമിച്ച് മഹാനായ മുഹമ്മദ് നബി ഉക്കബ ഇബ്നു അബി മുഅയ്ത്ത് എന്ന് പറയുന്ന ആ വ്യക്തിനെ ബദറിലെ ബന്ദികളുടെ കൂട്ടത്തിൽ കണ്ടപ്പോ വിചാരണയോ ചോദ്യം ചെയ്യലോ ഒന്നും ഇല്ലാതെ കൊല്ലാൻ തീരുമാനിക്കുകയും കൊല്ലാൻ ഉത്തരവിടുകയും ചെയ്ത സമയത്ത് ഈ ഉക്കബ മുഹമ്മദ് നബിനോട് ചോദിച്ചു, എന്റെ കുട്ടികൾക്ക് ഇനി ആരാ ഉള്ളത്? ചെറിയ കുട്ടികളുണ്ട് പറഞ്ഞു. എന്റെ കുട്ടികൾക്ക് നരകാണ് എന്ന് പറഞ്ഞു മുഹമ്മദ് നബി. അപ്പം മുഹമ്മദ് നബി മക്കളുടെ കാര്യത്തിൽ, പ്രായപൂർത്തി എത്താത്ത ചെറിയ മക്കളുടെ മുഹമ്മദ് കാര്യത്തിൽ, നബീന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ മിസ്റ്റേക്കുകൾ മാത്രമല്ല ചെറിയ മിസ്റ്റേക്ക് ഒന്നല്ല, മുഹമ്മദ് നബിയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എങ്ങനെ നിങ്ങൾ പറയാം? ഞാൻ പറയട്ടെ. വലിയ നന്മകളും നിങ്ങൾ ഞാൻ പറയട്ടെ. പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങൾ മദ്യം നോക്കൂ. നിങ്ങൾ പിതാവ് എന്നറിയപ്പെടുന്ന ഗാന്ധിജി വരെ പറഞ്ഞ ഞാൻ ആഗ്രഹിക്കുന്നു ഉമ്മറിന്റെ ഭരണം. ഉമ്മറിനെ കുറിച്ച് ഗാന്ധിജിക്ക് ക്ലാസ് എടുത്തു കൊടുത്തത് വേറെ അല്ലാമ ഇക്ബാൽ വല്ലതുമായിരിക്കും. അതുകൊണ്ടാണ്. അത് നിങ്ങൾ പറയുമ്പോ അതാണെന്ന്. അതെ അതെ അതെ. നിങ്ങൾ അംഗീകരിക്കണ്ട. നിങ്ങൾ അംഗീകരിക്കണ്ട. ഞാൻ നിങ്ങൾ അംഗീകരിക്കണം എന്നേ അല്ല പറഞ്ഞത്. നോക്കൂ. നിങ്ങൾ ഇരട്ടത്താപ്പ് എങ്ങനെയാന്ന് നിങ്ങൾ തിരക്കുണ്ടാക്കല്ലേ? നിങ്ങൾ അക്ഷമനാവല്ലേ? അതായത് അല്ല, ഞാൻ പറയാണ്, നിങ്ങൾ എന്നെ സംസാരിക്കാനേ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഭയങ്കര അസ്വസ്ഥനാണ്. ഞാൻ പറഞ്ഞുതരാം എന്താന്ന് പറഞ്ഞു. 100% അസ്വസ്ഥനല്ല. എന്നാ നിങ്ങൾ കേട്ടോളി. നിങ്ങൾ ഇവിടെ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ പോകും എന്ന് പഠിപ്പിച്ച മതം എന്ന് പറയുമ്പോ നിങ്ങൾ ഉദ്ധരിച്ചത് ഹദീസാണ്. ഓക്കെ. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് വിരുദ്ധമായ നിരവധി ഹദീസുകൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഹദീസ് എടുത്തപ്പോ നിങ്ങൾ ലൈഫാണ്, നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. ലൈഫായ ഹദീസുകൾ ഒരുപാട്. നിങ്ങൾ ഒരു ഹദീസ് ഉദ്ധരിച്ചു. നിങ്ങൾ ഒരു ഹദീസ് ഉദ്ധരിച്ചപ്പോ ഞാൻ അത് പറയട്ടെ. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ ഇസ്ലാമിന്റെ മേന്മ പറയാൻ വേണ്ടി ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോ ഞാൻ ആ ഹദീസിനെ തള്ളല്ല ചെയ്തത്. ഞാൻ പറഞ്ഞത് അതിന് വിരുദ്ധമായ, പരസ്പര വിരുദ്ധമായ നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാം മതത്തിനെ നിങ്ങൾ ഏത് എവിടെ ഉദ്ധരിച്ച ഹദീസാണെന്ന് പറഞ്ഞ നിങ്ങൾ എന്നാല് എന്തൊരു കഷ്ടം. അല്ല ഏത് അടിസ്ഥാനത്തിൽ എവിടെ ഉദ്ധരിച്ച നാളെ നിങ്ങൾക്ക് ഉണ്ടാക്കാലോ ഇങ്ങനെ ഇസ്ലാം മതത്തിന്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഹദീസാണോ? ഇത് കേൾക്കുന്നവർ പരിശോധിക്കട്ടെ, തീരുമാനിക്കട്ടെ. ഹദീസൊക്കെ വേണമെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിൽ കൊടുക്കാം. ഇതൊന്നും ഇപ്പം നമ്മൾ കാണാതെ അങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുന്ന സാധനം ഒന്നല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എവിടുന്ന് ഏത് ഉദ്ധരിച്ച് എവിടെയുള്ള ഹദീസാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ഹദീസുകളും ഹദീസിലുള്ളതും ചരിത്രത്തിലുള്ളതും മാത്രമല്ല. ഞാൻ പറയട്ടെ, ഹദീസിലും ചരിത്രത്തിലും ഉണ്ടെന്ന് മാത്രമല്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ ഹദീസിലും ചരിത്രത്തിലുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ കേരളക്കരയിൽ മതപണ്ഡിതന്മാർ പ്രസംഗിച്ചടക്കുന്ന സാധനമാണ്. മഹത്തായ ഒരു മതത്തിന് ഏത് മഹത്തായ മതം? എന്ത് മഹത്തായ മതം? ഏത് മഹത്തായ മതം? എന്ത് മഹത്തായ മതം? ഒരു മനുഷ്യന്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരാള് വിശ്വാസം ഉപേക്ഷിക്കുന്നതിന്റെ പേരിൽ ആളെ കൊല്ലണം എന്ന് പറഞ്ഞ മഹാന്റെ മതം ആരാ പറഞ്ഞത്? മുഹമ്മദ് നബി. മുഹമ്മദ് നബി ആരാ കൊല്ലാൻ പറഞ്ഞേ? മതം ഉപേക്ഷിച്ചവനെ, മതം മാറിയവനെ കൊല്ലണം. ഏത് അടിസ്ഥാനത്തിൽ ഇഷ്ടം പോലെ ഹദീസുകളിൽ, സഹിഹായ ഹദീസുകൾ ഇഷ്ടം പോലെ എന്ന് പറയല്ലേ? അത് പറഞ്ഞതാ എവിടെയാന്നുള്ളത്. ഇഷ്ടം പോലെ ഹദീസുകളിൽ ഉണ്ടെന്ന്.
ഏത് ഇഷ്ടം പോലെ എന്നൊന്ന് പറഞ്ഞ അങ്ങനെ ഒരിക്കലും പറഞ്ഞതായിട്ട് നിങ്ങൾ കാണിച്ചതാ. എന്താ ഞാൻ കഥ? നമ്മളെ കുട്ടികളെ മദ്രസ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും. ഞാൻ മദ്രസ പഠിച്ചത് ഞാനിപ്പം പറഞ്ഞില്ലേ, ഇപ്പൊ നിരന്തരമായിട്ട് ജമാഅത്ത് ആദ്യം 3 ദിവസം പോയാൽ ഇപ്പൊ നിരന്തരമായിട്ട് ജമാഅത്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. ഉം ഞാൻ എവിടെയും കേട്ടിട്ടില്ല നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും. ഉം ഹദീസുകൾ വായിക്കലുണ്ട്, ഉം അത് കേൾക്കലുണ്ട്, ഉം പിന്നെ വീട്ടിൽ വായിക്കലുണ്ട്, ഉം കേൾക്കലുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഉം അതൊന്ന് പറഞ്ഞ നിങ്ങൾ എവിടെ ഉദ്ധരിച്ചെന്നല്ലേ എന്താ വേണ്ട നിങ്ങക്ക്? നിങ്ങളിപ്പം പറഞ്ഞ ഹദീസ്? എന്ത് ആളെ കൊല്ലണം എന്ന് പറഞ്ഞതോ? ആ നിങ്ങൾ 12ാം ക്ലാസ്സിലെ ഫിഖഹിന്റെ പുസ്തകത്തില് റിദ്ദത്ത് എന്ന് പറയുന്ന ഒരു അധ്യായം ഉണ്ട്. ഞാൻ ഫിഖിന്റെ പുസ്തകം അല്ലല്ലോ നമ്മള് പറഞ്ഞുതരാന്ന്, 12ാം നിങ്ങൾക്ക് ക്ലാസ്സിലെ എല്ലാം പറഞ്ഞുതരാന്ന്. 12ാം ക്ലാസ്സിലെ ഫിഖിന്റെ പുസ്തകം അല്ലല്ലോ നമ്മൾ ഞാൻ പഠിക്കുന്നത്. പറയട്ടെ, നിങ്ങൾ ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കൂ. ആ അപ്പോ അല്ല 12ാം ക്ലാസ്സിലെ നമ്മളെ നാട്ടിലെ മദ്രസയിലെ കുട്ടികളെ പോലും ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നു കളയണം, താമസം വിനാ അവനെ കൊന്നു കളയണം എന്ന് പറയുന്നുണ്ട്. ഏത് 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 മദ്രസ പഠിപ്പിക്കുന്നതാണത്? ഈ സുന്നി മദ്രസകൾ പഠിപ്പിക്കുന്നുണ്ട്. സുന്നി നമ്മളവിടുത്തെ മദ്രസ ആണോ ഇസ്ലാമിന്റെ ഉണ്ട്. APEK ആണോ ഇവിടെ മതം തീരുമാനിക്കുന്നത്? ശരി. അപ്പൊ നിങ്ങൾക്ക് ഹദീസ് കിട്ടിയാൽ കുഴപ്പമില്ലല്ലോ. ഹദീസാണ് കിട്ടേണ്ടത്. ഹദീസ് കിട്ടി. അതിന്റെ ഹദീസിന്റെ വരാനുള്ള പശ്ചാത്തലം അതിന്റെ സുനൻ കൃത്യമായ നസായി 4059 എടുത്തോളി. അത് നിങ്ങള് ഞാനൊന്ന് നോട്ട് ചെയ്യട്ടെ. നിങ്ങൾ ഒറ്റയുണ്ട് ഹോൾഡ് ചെയ്യണേ. ഉം. സുനൻ നസായി 4059. ഞാൻ അതിനെ കുറിച്ച് മനസ്സിലാക്കട്ടെ. നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ വായിച്ചോളി. ഞാൻ അറബിയും അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സുനൻ നസായി അൽബാനി സഹീഹായിട്ട് ഗ്രേഡ് ചെയ്തിട്ടുള്ള ഹദീസാണ്. അത് ഒരുപാട് പണ്ടത്തെ കാലത്തെ പണ്ഡിതന്മാരെന്നല്ല, ആധുനിക കാലത്തെ പണ്ഡിതന്മാർ എല്ലാ സംഭവങ്ങളും പരിശോധിച്ചിട്ട് അത് ഹലാലാണെന്ന് ഹുക്കും എഴുതിയിട്ടുള്ളതാണ്. മൻ ബദ്ദല ദീനുഹു ഫഖ്തുലൂഹ് എന്നാണ് ഹദീസ്. ഞാൻ അതിനെ കുറിച്ച് പഠിക്കട്ടെ. അതിന്റെ പശ്ചാത്തലം, അതിന്റെ വിശദീകരണം എന്താണ്? ഈ ഹദീസാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാക്കണം. പറഞ്ഞുതരാം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മളെ നാട്ടിലെ കുട്ടികളെ ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നു കളയണം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മളൊക്കെ പഠിച്ചത്, നമ്മളൊക്കെ ഇപ്പൊ കേൾക്കുന്നത് പറഞ്ഞാല് എന്റെ കയ്യിൽ മദ്രസയിലെ ഫിഖഹിന്റെ പുസ്തകം എന്റെ മുമ്പിൽ. നിങ്ങൾ പഠിച്ചോ ഇല്ലേ എന്നുള്ളതല്ലല്ലോ, നിങ്ങൾ പഠിച്ചോ ഇല്ലേ എന്നുള്ളതാണ് ദീനിന്റെ തെളിവ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പഠിച്ചോ ഇല്ലേ എന്നുള്ളതാണ് ദീനിന്റെ തെളിവ്. നിങ്ങൾ കുറച്ച് തിന്മകൾ നിങ്ങൾ പഠിച്ചതിനുള്ളതാ, നിങ്ങൾ പഠിച്ചോ ഇല്ലേ എന്നുള്ളതാണോ ദീനിന്റെ തെളിവ്? എന്തുകൊണ്ട് മുഹമ്മദ് നബി പറഞ്ഞ 1000 ഗുണങ്ങൾ നിങ്ങൾ പറയാത്തത്? മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക്. ഒരാൾ മതം വിട്ട് അവനെ കൊല്ലണം എന്ന് പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക്. എവിടെ ആരും പഠിക്കാത്ത, ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു സംഭവം. ഇപ്പോ ഞാനും മുസ്ലിമായി ജീവിക്കുന്ന ആളാണ്. ഞാനും മദ്രസ പഠിച്ച് ഇപ്പൊ ഞാൻ പറയുന്നത് ഈ മദ്രസയിൽ വെച്ച് ജമാഅത്ത് പോയിട്ടുണ്ട്, അവിടുന്ന് പഠിക്കുന്നുണ്ട്. അവിടുന്നൊന്നും പഠിക്കുന്നത് പറഞ്ഞാല് ഞാൻ പഠിച്ച ഒരു ജൂത മതസ്ഥനായ ഒരു വ്യക്തിയുടെ മൃതദേഹം കൊണ്ടുപോകുന്ന സമയത്ത് റസൂലുള്ള എഴുന്നേറ്റ് നിന്നു, ബഹുമാനിച്ചു. അപ്പോ കൂടെയുള്ള സഹാബ ചോദിച്ചു, റസൂൽ അത് ജൂതന്റെ എഴുന്നേക്കുന്നത് അതൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ അവരെ റെസ്പെക്ട് ചെയ്ത. അതാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾ ഹദീസിന്റെ വിശദീകരണം കേൾക്കണം എന്നാണല്ലോ ഇതിനൊക്കെ പറയുന്നത്. എല്ലാ മതസ്ഥരെയും ബഹളം ഉണ്ടാക്കല്ലേ? എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കണം എന്ന് മതം ഇസ്ലാമിൽ ഇല്ല. എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കുക എന്നത് ഇസ്ലാമിന്റെ രീതിയല്ല. രീതിയാണ് അല്ലാന്ന്. അങ്ങനെയാണെങ്കിൽ ഒരാൾ എന്തിനാണ് ഇസ്ലാം, ഒരാളുടെ വിശ്വാസത്തെ ബഹുമാനിക്കുന്ന മതമാണെങ്കിൽ ഒരാൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന എന്തിനാ കൊല്ലുന്നത്? കൊല്ലണ്ട ആവശ്യമില്ല. ആരും കൊല്ലാനും പറയുന്നില്ല. കൊല്ലാൻ പറഞ്ഞത് മുഹമ്മദ് നബിയാണ്. ഹദീസിന്റെ റെഫറൻസ് ഞാൻ തന്നു. ഇനി ഞങ്ങൾക്ക് വേറെ ഹദീസ് തരാം. നിങ്ങൾക്ക് വേറെ ഹദീസ് തരാം. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഞാൻ ഒരു ഹദീസ് കൂടി തരാം. കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോന്ന് മാത്രമല്ല, മുഹമ്മദ് നബിയുടെ മുത്ത് നബീന്റെ മരുമോൻ കൊന്നതിന്റെ കഥയും പറഞ്ഞുതരാം. ഹദീസ് തരാം. ഹദീസ് ഒന്നുകൂടി സഹീഹായ ഹദീസ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദാറുസ്സലാം. അതാരോടും ചോദിച്ചിട്ട് നിങ്ങൾ നിക്ക്, നിങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ കേൾക്കാൻ ക്ഷമ കാണിക്കൂ. ദാറുസ്സലാം സഹീഹ് എന്ന് ഗ്രേഡ് ചെയ്ത്, അൽബാനിയുടെ ഗ്രേഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ദാറുസ്സലാം സഹീഹായിട്ട് ഗ്രേഡ് ചെയ്ത ജാമിഅ തിർമിദിയുടെ 1458 ഹദീസും കൂടി നോക്കിക്കോളി, നോട്ട് ചെയ്ത് വെച്ചോളി.
എഴുതിയോ? ആ എഴുതി. ആ, ഇതിലെന്താ പറയുന്നത് വെച്ചാല് അലി കുറച്ച് മനുഷ്യന്മാര് അപ്പോസ്റ്റസൈസ്ഡ് ആയതിന്റെ പേരിൽ കൊന്നു. അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതിന്റെ പേരിൽ അലി കുറച്ച് മനുഷ്യന്മാരെ തീയിട്ട് കൊന്നു. കേട്ടോ, ആ നിങ്ങൾ എടുത്തു ചാടണ്ട, തീയിട്ട് കൊല്ലാൻ ആ പാടില്ല, അത് അള്ളാന്റെ ശിക്ഷയാണ്. ഹദീസ് നേരെ കേട്ടോളി. ആ ഈ വിവരം ഇബ്നു അബ്ബാസിന്റെ അടുത്തെത്തി. ആ ഇബ്നു അബ്ബാസ് നേരെ അലിയുടെ അടുത്ത് പറഞ്ഞു. അലിയുടെ അടുത്ത് പോയിട്ട് ആ പറഞ്ഞു, ആ ഞാനാണെങ്കിലും അവരെ കൊല്ലുമായിരുന്നു. എന്തിന്റെ പേരിൽ? അക്കോർഡിംഗ് ടു ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് മുഹമ്മദ്, മീൻസ് മെസഞ്ചർ ഓഫ് അള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദ മെസഞ്ചർ ഓഫ് അള്ളാഹ് സെഡ്, whoever changes his religion then kill him. ആരെങ്കിലും ഒരാൾ ഉം. മതം മാറിയാൽ അവനെ കൊന്നു കളയുക എന്ന മുഹമ്മദ് നബിയുടെ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനാണെങ്കിലും അവരെ കൊല്ലുമായിരുന്നു. And I would not have burned them because of the messenger of Allah said, do not punish with the punishment of Allah. അള്ളാഹിന്റെ ശിക്ഷാരീതി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യരെ ശിക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അവരെ കത്തിക്കാൻ പാടില്ലായിരുന്നു. അത് തെറ്റാണ്. പക്ഷെ കൊല്ലണം എന്ന മുഹമ്മദ് നബിയുടെ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനാണെങ്കിലും അവരെ കൊല്ലുമായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് അലിയോട് പറഞ്ഞതായിട്ട് ഇക്രിമയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ് ജാമിഅ തിർമിദിയിൽ 1458 ഗ്രേഡ് സഹീഹാണ് ദാറുസലാം ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. അൽബാനിയാണ് ആ സഹീഹ് ഗ്രേഡ് കൊടുത്തിട്ടുള്ളത്. ഇത് സഹീഹായ ഹദീസാണ്. സഹിഹായെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ ഞാനത് പറഞ്ഞല്ല, പരിശോധിച്ചു. ദാറുസലാം എന്ന് പറഞ്ഞാൽ ഞാനല്ല. നിങ്ങൾക്ക് എനിക്ക് ദാറുസലാം അത് എന്താന്ന് അറിയില്ല ഹദീസിന്റെ പരിശോധിക്കണം. കാര്യത്തില്? ദാറുസലാം അത് കൃത്യമായിട്ട് നിങ്ങളല്ലേ അല്ല, നിങ്ങളെന്തും ദാറുസലാം എന്താണ് പറയാലോ. നിങ്ങൾക്ക് അറിയോ? ദാറുസലാം ഞാൻ കേട്ടിട്ടുണ്ട്, അത് ആ, പറഞ്ഞു. അത് പിന്നെ അവരെന്താണ്? ഇല്ല ഞാൻ പറയുന്നത് ഞാനത് മനസ്സിലായിക്കോട്ടെ. നിങ്ങളത് അല്ല, നിങ്ങൾ എന്താണ് പറയുന്നത് ദാറുസലാം? ഞാൻ നിങ്ങൾ പറയും. മനസ്സിലാക്കണ്ടല്ലോ. ദാറുസലാം എന്താ നിങ്ങൾ പറയും? ദാറുസലാം എന്താന്നും ഹദീസ് എന്താന്നും ഞാനത് മനസ്സിലായിക്കോളാം. ഞാൻ പക്ഷേ പറഞ്ഞുതരാ. ദാറുസലാം പബ്ലിക്കേഷൻ ഈസ് അവർ ഒരു പബ്ലിക്കേഷൻ ഹൗസ് തന്നെ ഉണ്ട്. അത് ഹൈ അതല്ല, ക്വാളിറ്റി ഇസ്ലാമിക് ബുക്സ് ആണ് അവർ പുറത്തിറക്കുന്നത്. ആയിക്കോട്ടെ. ആ, അത് ഞാൻ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ മത ആളുകളോട് ഇത് ചോദിച്ചിട്ട് ഞാനത് ക്ലിയർ ആയിക്കോളാം. ഏകദേശം ഞാനത് ദാറുസലാം ഒരു റിയാദിൽ പ്രവർത്തിക്കുന്ന, അതിന്റെ ഹെഡ് ഓഫീസ് റിയാദിലാണ്. ഇസ്ലാമിക് ബുക്ക് ഹൗസുകൾ, ഇസ്ലാമിക് ബുക്സ് അതിന്റെ ഏറ്റവും ഒതന്റിസിറ്റിയിൽ പരിശോധിച്ച് പുറത്തിറക്കുന്ന ഒരു പബ്ലിഷിംഗ് ഹൗസ് ആണ്. സൗദി അറേബ്യയിലെ ഇസ്ലാമിക ആയിക്കോട്ടെ, ഞാനത് ഭരണകൂടത്തിന് നിഷേധിക്കുന്നില്ല. കീഴിലുള്ളതാണ്. നിങ്ങൾ ആ, പറഞ്ഞ സമയത്ത് ഞാൻ അതിനെ കുറിച്ച് പഠിച്ചോട്ടെ. ഇനി എന്താ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? പഠിച്ചോളി. ഞാനത് മനസ്സിലായി. നിങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പ് പറയുന്നത് ഇങ്ങനത്തെ ഹദീസുകൾ, ഒരു മിനിറ്റ്, ഒറ്റ ഞാനതല്ലേ ചോദ്യമുള്ളൂ. ഈ ഞാനതല്ലേ ഹദീസ്, ചിന്തിക്കുന്നത്. ഈ പറഞ്ഞ രണ്ട് ഹദീസ്, എനിക്ക് ചിരി വരുന്നതായിരിക്കും. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എനിക്ക് തമാശയായിട്ട് തോന്നുന്നതായിരിക്കോ? അല്ല, നിങ്ങൾ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിച്ച ചോദ്യം ഇത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്. അല്ലല്ല, അങ്ങനെ അതൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ ഇത്ര റിസർച്ച് നടത്തിയിട്ടായിരിക്കും റിസർച്ച് നടത്തണമല്ലോ. ഒരു കാര്യം ശരിയാണോ തെറ്റാണെന്ന് അറിയണമെങ്കിൽ റിസർച്ച് നടത്തണ്ടേ? ഇത്രയും ഹദീസുകൾ റിസർച്ച് നടത്തിയിട്ട് നിങ്ങൾ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇത്രയും നന്മകൾ നിങ്ങൾ കേട്ടിട്ടും നിങ്ങൾ പറയും, ഒന്ന് രണ്ട് നന്മ പറയും, കേക്കട്ടെ. റസൂല് പഠിപ്പിച്ചെന്ന ഒന്ന് രണ്ടെണ്ണം നന്മകളാണ് പറഞ്ഞോളി. ജീവിതത്തില്. എന്റെ വീട്ടിലെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടൊരു ഹദീസ് ഉണ്ടായിരുന്നത്, തന്റെ അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് ഞാൻ വയറ് നിറച്ച് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ള ഹദീസ്. ഹദീസുകൾ നിരവധി കേൾക്കും. അത് മുസ്ലിം, ഞാൻ എന്റെ ജീവിതത്തിൽ അത് മുസ്ലിം എന്നാണോ ഹിന്ദു എന്നാണോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ വീട്ടിൽ തൊട്ടപ്പുറത്തൊക്കെ ഹിന്ദുസ് ആണ് ജീവിക്കുന്നത്. അപ്പൊ എന്റെ വീട്ടില് ആ ഹദീസ് കേട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ വീട്ടില് ഒരു കിണറുണ്ട്. തൊട്ടടുത്ത വീട്ടിലൊന്നും കിണറില്ല. നമ്മളെ വേനൽക്കാലത്ത് വറ്റിപ്പോകുന്ന കിണറാണ്. ഞാനത് ചെയ്തത് തന്നെ അവര് ചോദിക്കുമ്പോ തന്നെ എന്ത് ചെയ്തു, ഈ ഹദീസ് കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വെള്ളം എടുത്തോ എന്നിട്ട് എന്റെ വീട്ടിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പരിശോധിച്ചാൽ തിരിയും എന്റെ വേനൽക്കാലത്ത് ഇവിടെ വെള്ളം ഉണ്ടാവില്ല. എന്നിട്ട് പോലും നമ്മുടെ വീട്ടില് രണ്ട് ഞാൻ വേറൊരു ഹദീസ് കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് പൊട്ടുമുറി ഹദീസ് എടുത്തിട്ട് കാര്യം കൂടി. സുഹൃത്തെ അനിയ, ഒരു മിനിറ്റ്. അനിയ, ഇസ്ലാം റസൂലുള്ളാന്റെ ഹദീസായിട്ട് നിങ്ങൾ വേറൊരു ഹദീസ് കേട്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഓർമ്മിപ്പിക്കാം, നന്മയുള്ള ഹദീസുകൾ ഞങ്ങൾ ഓർമ്മിപ്പിക്കാം. ഒന്ന്, യതീമായിട്ടുള്ള ഒരു കുട്ടിയുടെ മുമ്പില് വെച്ചുകൊണ്ട് അനാഥ ബാലന്റെ മുന്നിൽ വെച്ച് സ്വന്തം ബാലനെ, നിങ്ങൾ ആ ഹദീസ് ഒന്ന് എടുത്തു തരുമോ? നിങ്ങൾക്ക് എത്ര ദിവസം വേണം? അല്ല, നിങ്ങൾ വേണ്ട, നിങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ചിട്ട് എടുത്തു തന്നാ മതി. അനാഥ ബാലൻ, അങ്ങനെ ഒരു ഹദീസ് ഇല്ലേ? അത് നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഹദീസ് ഇല്ലേ? അതൊരു നന്മയല്ലേ? പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന് ഒരു അന്വേഷണം നടത്തിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഒന്ന്. രണ്ടാമത്തെ, നിങ്ങൾ പറഞ്ഞ അയൽവാസി ഹദീസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു കാര്യം, ഒരു വചനം, ഒരു മുഹമ്മദ് നബി പഠിപ്പിച്ച ഒരു മൂല്യം എന്ന് പറയുമ്പോൾ അതിന് വിരുദ്ധമായ മറ്റു മൂല്യങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഹദീസ് വിശദീകരണം അങ്ങനെ വേണം എന്നാണ് നിങ്ങൾ പഠിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ റെഫറൻസിലേക്ക് ഞാൻ മുസ്നദ് അഹമ്മദ് 215 ഒരു ഹദീസ് കൂടി തരികയാണ്.
ആ സഹീഹാണ് കേട്ടോ, ദാറുസലാം സഹീഹാണ്. മുസ്ലിം അത് 1767 നിങ്ങൾ ഇതേ പറയുന്നില്ലേ ഹദീസ് ശരിയാന്നല്ലേ? ഉദ്ധരിച്ചിട്ടുണ്ട്. എനിക്കത് സഹീഹ് കൃത്യമായി മുസ്ലിമിൽ ശരിയാണോ എന്ന് 1767 ഇതേ മനസ്സിലാവും. ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പറഞ്ഞുതരുന്നേ, ലൈഫാണോ ശരിയാണോ എന്നല്ല എനിക്ക് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നോക്കിക്കോളി, നിങ്ങൾ പരിശോധിച്ചോളി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുകൊണ്ടുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, ഇതിലെ ഹദീസ്. ആ ആ ഇനി അയൽവാസി ആരായിരിക്കും എന്ന് മുഹമ്മദ് നബിന്റെ സ്വപ്നം എന്താണെന്ന് വേറെ ഹദീസ് എന്ന് പറഞ്ഞുതരാം. മുസ്നദ് അഹമ്മദ് 215, സഹീഹ് മുസ്ലിമിൽ 1767, ദാറുസലാം ആ സഹീഹ് ഗ്രേഡ്. നിങ്ങൾ ആ കേട്ടോളിട്ടോ. ഇഫ് ഐ ലൈവ് മീൻസ് ഇഫ് ഐ ലീവ്, ഇൻഷാ അല്ലാ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഇൻഷാ അല്ലാ ഐ ഷാൾ certainly expel the Jews and Christians from the Arabian Peninsula. എനിക്ക് അള്ള ആയസ് തരികയാണെങ്കിൽ ഉറപ്പായിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഞാൻ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യും എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഉമറുള്ള അതിനുശേഷം ഖലീഫമാർ ഭരിച്ചിട്ടുണ്ട്. ഖലീഫ, അവിടെയൊക്കെ അതാണ് നിങ്ങൾ പറഞ്ഞത്. ആ സ്വപ്നം ഉമർ നിറവേറ്റി കൊടുത്തും ചെയ്തിട്ടുണ്ട്. എവിടെ നിറവേറ്റി കൊടുത്തു? അവിടെ അവരൊക്കെ കൊടുത്തിട്ടുണ്ട്. നിഷ്പക്ഷമായ ഭരണമായിരുന്നെന്നും അവിടെയുള്ള ആളുകളുടെ അവരെ മതവിശ്വാസത്തിന് അവരുടേതായ രൂപത്തിൽ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള ഭരണമാണെന്നൊക്കെ കൃത്യമായ ഇസ്ലാമിക പ്രമാണങ്ങളിലും ഇസ്ലാമിക തെളിവുകളിലൊക്കെ അല്ലെങ്കിൽ ചരിത്രകാരന്മാരുടെ വിലയിരുത്തലിലൊക്കെ തെളിവാണ്. നിങ്ങൾ ഇത് ഇവിടുന്ന് ഉമർ നിറവേറ്റി എവിടുന്ന് എടുക്കുന്നത്? ഉമറിന്റെ ഭരണം നിങ്ങൾ പറഞ്ഞില്ല, നമ്മളെ രാഷ്ട്രപിതാവായിട്ടുള്ള അതും അത് ഉമറിന്റെ കഥ ആൾക്ക് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോ അല്ലാമ ഇക്ബാൽ അയക്കുന്നു. അതല്ലേ ഞാൻ പറഞ്ഞ നിങ്ങളോട്. അതാണ് അവര് ഇത്തിരി ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് ഗാന്ധിജിയിൽ നിന്നാണോ സുഹൃത്തെ? ഗാന്ധിജി എന്നല്ലേ ഞാൻ പറഞ്ഞത്. അന്യമതസ്ഥര് വരെ വിലയിരുത്തിയ അന്യമതസ്ഥർ വിവരക്കേട് കൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അല്ലാ, ഇതാണ് നിങ്ങൾ ഉറപ്പല്ലേ? ഗാന്ധിജി ഒരിക്കൽ പോലും ഖുർആൻ വായിച്ചിട്ടില്ല എന്ന് 100% ഉറപ്പാണ്. ഞാൻ നിങ്ങളെ വലിയൊരു ഗാന്ധിജി ഒരിക്കൽ പോലും ഖുർആൻ വായിച്ചിട്ടില്ല. നിങ്ങളെ വലിയൊരു ഗാന്ധിജി ഖുർആൻ വായിച്ചിട്ടില്ല. ഐ ചാലഞ്ച് ചെയ്യും. നിങ്ങൾ നിഷേധ ഗാന്ധിജി ഖുർആൻ വായിച്ചിട്ടില്ല. ഇസ്ലാമിനെ കുറിച്ച് കുറച്ച് പഠിച്ച ഒരാളാണ്. നിങ്ങൾക്ക് ഗാന്ധിജിനാണോ ഇഷ്ടം, അംബേദ്കറിനാണോ ഇഷ്ടം? കൂടുതൽ ഇഷ്ടം? രണ്ടുപേരും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അംബേദ്കറിന്റെ നിലപാട് എന്തായിരുന്നു ഇസ്ലാമിനെതിരെ? ഇസ്ലാമിനെ കുറിച്ച് എന്താ മോശമായ നിലപാട്? അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഗാന്ധിജി പറഞ്ഞെന്ന് പറഞ്ഞിങ്ങനെ നടക്കല്ലേ. അംബേദ്കർ എന്താ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞെന്ന് കൂടി കേട്ടോളി, പഠിച്ചാളി. ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ പഠിക്ക്. നിങ്ങൾ കേൾക്കാത്ത എന്തൊക്കെ അമ്പലത്തുണ്ട്. അപ്പൊ നിങ്ങൾ പറയും ഞാൻ റിസർച്ച് ചെയ്യാണെന്ന്. ഇനി നമ്മൾ പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കത്തിലേക്ക് വരാം. ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങളെ ഫസ്റ്റ് വിളിച്ചത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെടുത്ത് പഠിക്കാം അറിവ് ഞാൻ മനസ്സിലാക്കി തന്നെ നിങ്ങൾ എന്തിന് നിഷേധ ബുദ്ധിയോട്. ഞാൻ നിഷേധ ബുദ്ധിയോടെ കണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളെ തെറ്റിദ്ധാരണകളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ഞാൻ നിങ്ങൾ തെളിയിച്ചോളി. ഞാൻ പറഞ്ഞൊരു തെറ്റിദ്ധാരണകൾ പ്രൂവ് ചെയ്തോളി. ഞാൻ ഇങ്ങനെയുള്ള ആളുകളുടെ സംസാരം കേട്ടിട്ടാണ് ഇസ്ലാമിനെ വിലയിരുത്തുന്നത്. ആരുടെ സംസാരം? സഹീഹ് മുസ്ലിമും പിന്നെ പള്ളി പിന്നെ കിതാബുകളും തഫ്സീറും പഠിച്ചാണ് ഇപ്പൊ എന്റെ കുഴപ്പം. നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ പഠിച്ചത്? ഞാൻ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കാൻ എനിക്കറിയില്ല. ഞാൻ ഒരു ഇസ്ലാം വിമർശകന്റെ പുസ്തകം ഇന്ന് വരെ വായിച്ചിട്ടില്ല. അല്ല, നിങ്ങൾ എപ്പോഴായിരുന്നു മുസ്ലിം ആയിരുന്നത്? നിങ്ങൾ എക്സ് മുസ്ലിം എന്ന് പറയുന്നത് എത്ര കാലം വരെ മുസ്ലിം ആയിരുന്നു? മുസ്ലിമിന് നമുക്കൊരു പർട്ടിക്കുലർ ഡേറ്റ് പറയാൻ പറ്റില്ല. നമുക്ക് സംശയമില്ലാത്ത ഞങ്ങളെ തികഞ്ഞ വിശ്വാസിയായിട്ടും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും മുഹമ്മദ് നബി പറഞ്ഞ 73-ൽ 1 72-ൽ 1 അതിലേറ്റവും കൃത്യമായിട്ടുള്ള പാതയിൽ ഉറച്ചു നിൽക്കാനും ശ്രമിച്ച ഒരു പ്രായം എന്ന് പറഞ്ഞത് ഒരു 24-25 വയസ്സ് വരെയാണ്. അതിൽ നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല? നിങ്ങൾ എന്താ പ്രവർത്തിക്കാറ? ഒരു മനുഷ്യന് മുസ്ലിം ആവുക എന്നുള്ളതാണ് ഒന്നാമത്. വ്യക്തിക്ക് വേണ്ടി നടത്തിയിട്ടില്ല. നിങ്ങൾ ഇന്നിപ്പോ ഇവർക്ക് വേണ്ടി ഇല്ല, ഞാൻ ആർക്കും വേണ്ടി ദൈവത്ത് നടത്തുന്നില്ല. ഇപ്പൊ നിങ്ങൾ ദൈവത്തെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇല്ല, ദൈവത്ത് നടത്തുന്നില്ല. ഞാൻ ഒരാളോട് നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കണം എന്ന് വരെ പറഞ്ഞിട്ടില്ല. നിങ്ങളെ ഉപേക്ഷിക്കുന്ന നിങ്ങളെ സംസാരം തീർത്തെന്നാ പറയുന്നത്. അതിപ്പോ എന്റെ ഉത്തരവാദിത്തമല്ല. അതെ, നിങ്ങളെന്താ പറയാ? ഞാൻ മതം ഉപേക്ഷിച്ച ആളാണ്. ദൈവത്ത് നടത്തി ഇസ്ലാമിന് വേണ്ടി ദൈവത്ത് നടത്തിയവർ മാത്രമേ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടുള്ളൂ. എവിടെ നിങ്ങൾ വരുന്നത്? എവിടെയാണ് നിങ്ങൾ മതം പഠിച്ചത്? നിങ്ങൾ ഒരിക്കലും എക്സ് മുസ്ലിം അല്ല. നിങ്ങൾ ആദ്യം മതം പഠിച്ചിട്ടില്ല. ഞാൻ മുസ്ലിം അല്ലായിരുന്നു. സമാധാനമായോ? ഞാൻ ഇസ്ലാം പണ്ടേ സ്വീകരിച്ചിട്ടില്ല. ഞാൻ ജനിച്ചത് തന്നെ ഒരു എക്സ് മുസ്ലിം ആയിട്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു വ്യക്തി മുസ്ലിം എന്ന് പറയുന്നത് നാമധാരി കൊണ്ട്. ഞാൻ മുസ്ലിം ആയിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് നിങ്ങൾ ഈ അമുസ്ലിങ്ങളെ കുറിച്ച് ഉള്ള എന്തെങ്കിലും ഒരു സാമൂഹ്യ തിന്മ എന്റെ അടുത്ത് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു ഞാൻ മുസ്ലിം മൂല്യത്തിൽ ഇപ്പോഴും നിൽക്കുന്നു എന്ന്. നിങ്ങൾ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കി.
മദ്രസ പഠിച്ചെന്നല്ലേ നിങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞത്? അപ്പൊ ഞാൻ അവിടുന്ന് മുസ്ലിമാണോ അല്ലേ? അറിവുകൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവല്ലോ. അപ്പൊ ഞാൻ അന്ന് മുതലേ മുസ്ലിമാണോ എക്സ് മുസ്ലിമാണോ? മുസ്ലിം എന്ന് പറയുന്നത് മുസ്ലിമിന് വേണ്ടി നിങ്ങൾ എവിടെയാണ് പ്രവർത്തിച്ചത്? എന്ത് മുസ്ലിമിന് വേണ്ടി ദഅവത്ത് പ്രവർത്തിക്കും? ഞാൻ നടത്തിയത്. ഒരു മുസ്ലിമിന് നിങ്ങൾ ഒന്നാമത്തെ ദഅവത്ത് ഒരു ഉത്തരവാദിത്തം മുസ്ലിം അവനവനോട് വേണ്ടിയിട്ടുള്ളതാണ്, അവനവന്റെ നഫ്സിന് വേണ്ടിയിട്ടുള്ളത് അല്ലേ? നഫ്സിന് വേണ്ടിയിട്ട് ഒരു ഹൈർ നഫ്സി നഫ്സി ഉമ്മത്ത് നഫ്സിയ നഫ്സി നമ്മളെ നഫ്സി പറഞ്ഞത്. നഫ്സിയ എന്നാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവര് അവിടെ പോന്നിട്ട് യാ വൈലത്തി എന്ന് പറയേണ്ടി വരും അല്ലേ? എവിടെ നഫ്സി നഫ്സി എന്നൊക്കെ തന്നെ നഫ്സി നഫ്സി നഫ്സിയ എന്ന് നിലവിളിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ മഴശറി ചെല്ലുമ്പോ യാ വൈലത്തി നിങ്ങളെ എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ടി വരില്ലേ? അത് നിങ്ങള് അപ്പൊ ഒരു മുസ്ലിമിന്റെ തമാശയായി, ഒന്നാമത്തെ അതൊന്നും ഉത്തരവാദിത്തം വിഷയമല്ല. ആർക്കാ? നിങ്ങള് ഞാൻ പറയുന്ന സുഹൃത്തെ, വലിയൊരു പവിത്രമായ ആ മതത്തിനെ കുറിച്ച് പവിത്രമായ നിങ്ങൾ മതത്തിന്റെ ചില കുനിപ്പുകളാണ് ഇപ്പൊ മതത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് കുനിപ്പുകൾ എന്ന് ഹദീസിനടുത്ത്. പറയുന്നത് നിങ്ങള് മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ മൈന്യൂട്ട് അല്ല പറയുന്നത്. ഇത്. ഒരു മനുഷ്യന്റെ ജീവൻ ഇപ്പൊ ഓരോ എടുക്കാൻ മതം മനുഷ്യനെ കാരണമാവുന്നത്. ശുദ്ധീകരിക്കുന്ന ഒരു മതാണ്. മിനിറ്റ് ഒരു ഒരു മനുഷ്യന്റെ എല്ലാ ജീവൻ ലോകത്തുള്ള എല്ലാ എടുക്കാൻ മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന ഒരു മതം. നിങ്ങൾ പർട്ടിക്കുലർ പറയും പൊട്ടിത്തെറിക്കുന്നുണ്ട്, വെരി സോറി, നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. വെരി പിന്നെ സോറി. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ അവനവന്റെ വിശ്വാസത്തിൽ നിൽക്കുന്നില്ല എന്നുള്ളതോ അതിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ളതോ കാരണമായി കാണുന്നത് അത്ര വലിയ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏത് ഒരു മനുഷ്യൻ, ഞാൻ ഒരു ഉദാഹരണം കേട്ടോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ആ ഇങ്ങനെ നൂറുകണക്കിനുണ്ട്. അതിന്റെ പശ്ചാത്തലങ്ങളും ഒരു അതിന്റെ എന്ത് വിശദീകരണങ്ങളും പശ്ചാത്തലത്തിലും ഒരു തന്നെ അതൊക്കെ ഒരു മനസ്സിലാക്കണം. മനുഷ്യനെ മതം ആരും ഉപേക്ഷിച്ചതിന്റെ കൊല്ലാൻ പേരിൽ ആളെ പഠിക്കുന്നില്ല. കൊല്ലുക എന്ന് ഞാൻ ഇത്രയും പറയുന്നത് എന്ത് കാലത്തിനടുത്ത് പശ്ചാത്തലങ്ങൾ 30 പറയണേ? വർഷത്തിനടുത്ത് 30 വർഷത്തിനിടെ 6 വർഷമായിട്ട് ഞാൻ മതത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അല്ല, അത് 24 നിങ്ങൾ വയസ്സ് വരെ ഞാൻ മനസ്സിലാക്കിക്കോളി. മനസ്സിലാക്കിയിരുന്നതും ഇന്ന് വരെ ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ 15 വർഷത്തിലധികമായിട്ട് ഈ മതത്തെ വിമർശനാത്മകമായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 15 വർഷമായി. ഈ പ്രവർത്തനങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രം ചെയ്യണമെന്ന് ഞാൻ എവിടെയും പഠിച്ചിട്ടില്ല. ആ- എല്ലാ മതസ്ഥരും ചെയ്തു. അയൽവാസികളായിട്ടുള്ള അമുസ്ലിങ്ങളോട് പരുഷമായി പെരുമാറുന്ന ഹദീസിലുണ്ട്. നിങ്ങൾക്ക് കാണിച്ചുതരാം. നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നതാണ് ഞാൻ ആ അതൊക്കെ ഹദീസിലുണ്ട്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്താന്ന് വെച്ചാല് പിന്നെ നമ്മള് വല്ല കവികളെയൊക്കെ കൊണ്ടുവന്നിട്ട് എഴുതിയിട്ട് പറയും നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസുകൾ തെരഞ്ഞു നടക്കണ്ട കേട്ടോ, കിട്ടൂല അങ്ങനെ ഹദീസില്ലേ. ഏത് ഏത് അനാഥ ബാലന്റെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിന്റെ ഹദീസ് തെരഞ്ഞു നടക്കേണ്ട കിട്ടൂല, കള്ള ഹദീസാ കേട്ടോ. അപ്പൊ നന്മകൾ പറയാൻ വേണ്ടിയിട്ട് കള്ള ഹദീസുകൾ ഉണ്ടാക്കുക, ശരിയായ ഹദീസുകൾ 10-20 കൊല്ലായിട്ട് പഠിച്ചിട്ട് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ ഞാൻ റമദാൻ നോമ്പെന്ന് വെച്ച് കളവ് പറയില്ല, സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞ ഹദീസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏത് ഞാനിപ്പോ പറഞ്ഞ ഇസ്ലാമിന് പറഞ്ഞെന്ന് ഞാൻ കണ്ടിട്ടില്ല. അതെന്താ കാണാത്ത? അപ്പൊ നിങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടില്ല? അത് ശരിയാണെന്ന് എന്താണ് ഉറപ്പ്? നിങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടില്ലല്ലോ. ലൈഫ നിങ്ങൾ ഖുറാനിലുള്ള വാക്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞത് ഹദീസായ വിഷയങ്ങളല്ല, ലൈഫായ ഹദീസുകൾ. എന്താ കഥ? നിങ്ങൾ ഖുറാനിൽ പറഞ്ഞ വിഷയങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ഖുറാൻ അന്നും ഇന്നും ഒരേപോലെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഹദീസുകളിൽ ലൈഫ് ഉണ്ട്, സഹിയ ഹദീസുകൾ ഉണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഖുറാനിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഖുറാനിലുണ്ടല്ലോ. ഖുറാനിലുണ്ടല്ലോ. ഓ ഉണ്ട്. അള്ളാഹുവിനോടും അവന്റെ ഭൂമിയില് പിന്നെ ദീൻ ഇസ്ലാമിന് വേണ്ടി മാത്രമാകുന്നത് വരെയും ഭൂമിയിൽ കുഴപ്പമുണ്ടാകുന്നത് വരെയും നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നുണ്ട്. മതം അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നത് വരെ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്താ തഫ്സീറുകൾ പറഞ്ഞോളി. അതിന്റെ കൃത്യമായി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ ഉണ്ട്. വായിക്കാതെ നിങ്ങളോട് പറയാൻ പറ്റുമോ? വാദം വിജയിക്കാൻ വേണ്ടി വാദം വിജയിക്കാനല്ല സുഹൃത്തെ. ദീൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നവരെ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദീൻ അതായത് മതം അള്ളാഹുവിന് മാത്രമാകുന്നത് വരെ, ആരാധന അള്ളാഹുവിന് മാത്രമാകുന്നത് വരെ യുദ്ധം ചെയ്യുക എന്ന് ഖുറാനിൽ പറഞ്ഞാൽ എന്താ അർത്ഥം? യുദ്ധം എന്ന് പറയുന്നത് തോക്കെടുത്ത് വെടിവെക്കലും അല്ലല്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കലാണ് യുദ്ധം ചെയ്യാലോ. യുദ്ധം എന്ന വേറൊന്ന് പറഞ്ഞുതരാം. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും പറഞ്ഞുതരാം. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം ചെയ്യുന്നവർക്കുള്ള ശിക്ഷ അവർ കൊല്ലപ്പെടുകയോ തൂക്കിലേറ്റപ്പെടുകയോ കൈകാലുകൾ എതിർദിശയിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ, തൂക്കിലേറ്റ മീൻസ് കൊല്ലപ്പെടുകയോ കുരിശിൽ തറക്കപ്പെടുകയോ കൈകാലുകൾ എതിർദിശയിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുകയാണ്. ഏതായത്താണ്? ഖുറാനിലുണ്ട്. നിങ്ങളിത് പഠിക്കുന്ന ആളല്ലേ, നിങ്ങൾ ചെല്ലി നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കി എന്താണ് ഏതായത്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചോളി. അതൊക്കെ ഞാൻ അത് ഇടുമ്പോ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ എവിടെ ഇട്ടാൽ നമുക്ക് എന്ത് വീടിയാ? ഞാൻ ഇടാനല്ല നിങ്ങളെ വിളിച്ച, നിങ്ങളതാണ് നിങ്ങൾ ഇടുന്നതെന്ന് പറയുന്നത്. സംസാരിക്കാനാണ് നിങ്ങളിപ്പോ തന്നെ പറയുന്നത്. എന്റെ പെർമിഷൻ നിങ്ങളെ പെർമിഷൻ ഇതൊക്കെ ഞാൻ തുടക്കം മുതലേ നിങ്ങളോട് പറയേണ്ടത്, ആളുകൾ കേൾക്കും.
എന്നുള്ളത്. ആളുകൾ കേൾക്കും നിങ്ങൾ ഇപ്പാ പറയുന്നത്. അല്ലല്ല അതന്നെ ഒരു മനുഷ്യന് അല്ലല്ല, വിശ്വാസത്തിന്റെ പ്രശ്നമൊന്നുമില്ല. എന്റെ ഫോണില് നിങ്ങൾ എന്റെ അതൊക്കെ മൂല്യം നഷ്ടപ്പെടുന്ന വെരി സോറി. ഞാൻ ഈ നമ്പർ കൊടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ, പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ, സാമൂഹിക രാഷ്ട്രീയ മത വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാനും ചർച്ച ചെയ്യാനാണ്. നിങ്ങൾ എന്റെ ചാനലിൽ ഇതുപോലെ ഫോണിൽ സംസാരിക്കുന്ന വീഡിയോകൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലേ? ഞാൻ എന്റെ സുഹൃത്താണ് നിങ്ങളെ നമ്പർ നിങ്ങളെ വിളിക്കുന്നത്. ഇത് ആളുകൾ ചർച്ച ചെയ്യട്ടെ, എന്താ പ്രശ്നം? ഇതിൽ നമ്മൾ സ്വകാര്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടില്ല, വ്യക്തി വിവരങ്ങളില്ല, ഒരു കുഴപ്പം. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമില്ല. ഇത് വളരെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ബേജാറാവുന്നത്? എനിക്ക് പേടിയില്ല, നിങ്ങൾ ഇട്ടോളൂ. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ഞാൻ ചെയ്യുന്ന രീതിയിൽ ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ ഈ നമ്പർ പബ്ലിക് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു മതവിശ്വാസിയും അല്ലാത്ത ഒരാളും തമ്മിലുള്ള മതവിശ്വാസത്തിന്റെ പോലീസ് നിങ്ങൾ എന്നോട് പറയില്ല സുഹൃത്തെ. പേഴ്സണൽ സംസാരങ്ങള് ഇത് പേഴ്സണൽ സംസാരമല്ല. ഐ എം വെരി സോറി. ഇത് വ്യക്തിപരമായ സംസാരമേ അല്ല. വ്യക്തിപരമായിട്ട് ഞാനും നിങ്ങളും ഒരു മണിക്കൂർ ഈ നേരത്തെ, ഒരു മിനിറ്റ്, ഈ ഒരു ശനിയാഴ്ച ഈ വീക്കെൻഡ് ഡേയില് ഈ സമയത്ത് രാവിലെ ഇത്രയും സമയം നിങ്ങളോട് ഞാൻ വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? അത് നിങ്ങൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ വിഷയം. ഞാൻ എന്റെ നമ്പർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന വീഡിയോകളിലാണ്. പിന്നെന്താ പ്രശ്നം? ഒരു രീതിയുടെ പ്രശ്നമില്ല. ഇതൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെയാണ് ഞാനൊരു പ്രാവശ്യം ഞാൻ റെക്കോർഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഞാൻ എവിടെ ഇടുന്നു, ഞങ്ങൾ ഇട്ടോളിയും, അതിനെന്താ കുഴപ്പം? ഇത് നമ്മൾ ഞാൻ വ്യക്തിപരമായിട്ട് നമ്മളെ കുടുംബകാര്യമോ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളോ ജോലി സംബന്ധമായ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ. ഞാൻ നിങ്ങളെ വോയിസ് റെക്കോർഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടേ ഞാൻ അത് ചെയ്യുള്ളൂ. അതാണ് ഞാനും നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അത് ചിലപ്പോൾ ശരിയായിരിക്കും. മതവിശ്വാസിയും അല്ലാത്ത നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ ഈ ഉസ്താദ്മാരുടെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നപ്പോ മനസ്സിലായിട്ടുണ്ട്. കുറെ ഉസ്താദ്മാർ അങ്ങോട്ടോട് സംസാരിക്കുന്ന വോയിസ് ഒക്കെ പുറത്തു വിട്ടപ്പോ എനിക്ക് മനസ്സിലായിരുന്നത് ഇസ്ലാമിന്റെ ആ ഒരു സംസ്കാരത്തെ കുറിച്ച്. ഒരുപാട് ഉസ്താദ്മാരുടെ തന്നെ എനിക്ക് തന്നെ പലരും അയച്ചെന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താണ് പോട്ടെ, അതൊന്നും പോയി സുഹൃത്തെ. ഞാൻ പറഞ്ഞത് എന്റെ നമ്പർ ഞാൻ പബ്ലിക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, നമ്പർ കൊടുത്ത മുതൽ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഞാൻ നമ്പർ കൊടുക്കുന്നതാണ്. അറിയുന്നില്ലല്ലോ, നിങ്ങൾ അറിയാത്തത് എന്റെ കുറ്റമല്ലല്ലോ. നിങ്ങൾ പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങൾ വിഷയങ്ങൾ സംസാരിക്കാനും മനസ്സിലാക്കാൻ, വിഷയങ്ങൾ സംസാരിക്കാനല്ലേ, മതത്തിന്റെ കാര്യമല്ലേ. അത് നിങ്ങൾ പബ്ലിക്കായിട്ട് ഇടാന്നുള്ള നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന നിങ്ങൾ എന്നോട് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് തുടക്കത്തിൽ പറയണ്ട, ഞാൻ ഈ നമ്പർ കൊടുക്കുന്ന കാലം മുതൽ പറയണാണ്. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അങ്ങനെ അറിയാം. ഞാൻ അങ്ങനെ അറിയുന്ന എല്ലാരും അങ്ങനെ മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ എന്റെ ചാനലൊന്നും ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ല. നിങ്ങളെ ചാനലിൽ നിങ്ങളെ അടുത്തുള്ള ഇപ്പൊ അടുത്തുള്ള കുറച്ച് സംവാദങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ അയച്ചു തരുമ്പോ കേട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാണാം. അങ്ങനെയുള്ള കാഴ്ച കണ്ടിട്ടില്ല നിങ്ങളോട് പറഞ്ഞില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, നിങ്ങളുടെ സംസാരങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ സുഹൃത്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ വിളിക്കുന്നത്. എന്റെ സുഹൃത്താണ്. ആ സുഹൃത്തിന്റെ പേര് സുഹൃത്തിന്റെ പേരല്ല, സുഹൃത്തിനോട് പറഞ്ഞ സമയത്ത് സുഹൃത്തിനോട് നിങ്ങൾ ഈ കാര്യം പിന്നെ ഈ കാര്യം റെക്കോർഡ് ചെയ്യാൻ പാടില്ലാന്നോ റെക്കോർഡ് ചെയ്യൂലെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞു. ആ ഒരു വിഷയത്തെ കുറിച്ചേ പറഞ്ഞിട്ടില്ല എന്നോട്. ആളുകളുമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ട്. എടുത്തോ, നിങ്ങൾ എവിടെ വേണേ പബ്ലിഷ് ചെയ്തോ. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ പെർമിഷൻ ആയില്ലേ? ഞങ്ങൾക്കത് നിങ്ങളൊരു ആയത്തെ ഏതാന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഞാനത് വീഡിയോയിൽ പ്രദർശിപ്പിക്കാന്ന് പറഞ്ഞതാണ് ഇപ്പൊ നിങ്ങളെ പ്രശ്നമായത്. എനക്കെന്ത് പ്രശ്നം? ആയത്ത് ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്, നിങ്ങളാണ് ഇതിനെതിരെ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞ അപ്പൊ ആ ആയത്ത് ഖുർആൻ വചനം നമുക്ക് ഇതിന്റെ ഓഡിയോ വീഡിയോന്റെ കൂടെ ഞാൻ അത് പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞതാണ് ഇപ്പൊ നിങ്ങളെ പ്രശ്നമാവും. അല്ല, ഞാൻ നിങ്ങളെ ഓഡിയോ പബ്ലിഷ് ചെയ്യുന്ന വിഷയങ്ങൾ നിങ്ങൾ എന്നോട് തുടക്കത്തിൽ, അതാണ് ഞാൻ പറഞ്ഞ, ഒരാളായിട്ടുള്ള വിശ്വാസത്തിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ ഒരാളെ ചതിക്കൂല. ഒരാളെ ഒരു ചെറിയ മൈന്യൂട്ടായ വിഷയത്തിൽ പോലും അയാളെ പെർമിഷൻ. ഇതിലെവിടെ ചതി? എന്താണ് സുഹൃത്തെ, എന്തതിലും ചതി? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ട്രാപ്പ് ചെയ്യുന്ന രൂപത്തിൽ എന്ത് ട്രാപ്പ്? നമ്മൾ വളരെ 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 കൃത്യമായി നമ്മൾ ഒരു ആശയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കല്ലേ. ആശയത്തെ കുറിച്ച് അല്ല, വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും സ്വകാര്യ വിവരങ്ങൾ നമ്മൾ ഇതിനകത്ത് പങ്കുവെച്ചോ? കുടുംബകാര്യങ്ങൾ പറഞ്ഞോ? അല്ല, നിങ്ങൾ തുടക്കത്തിൽ എന്നോട് പറയണോ, നിങ്ങളെ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്യും, അത് പബ്ലിഷ് ചെയ്യും നിങ്ങൾ പറയണോ? എന്താണ് ഇപ്പൊ നിങ്ങളെ പ്രശ്നം? റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണോ? മീൻസ് പുറത്ത് വിടരുത് നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? നിങ്ങൾ പറഞ്ഞോളി. അല്ല, എനിക്ക് നിങ്ങൾ വിടുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പിന്നെ തീരുമാനമായില്ലേ? അല്ല, നിങ്ങൾ അത് ചെയ്യുന്ന രീതിയെ കുറിച്ച് പിന്നെ പ്രശ്നമല്ലോ. ഇപ്പൊ നമ്മൾ തീരുമാനമാക്കിയില്ലേ? നിങ്ങൾ പുറത്ത് വിട്ടിട്ടല്ലോ നമ്മൾ സംസാരിക്കുന്നത്, പുറത്ത് വിടുന്നതിന് മുമ്പല്ലേ. ഒരാളെ രീതിയെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അല്ല, അതൊക്കെ നിങ്ങൾ എങ്ങനെയാണെങ്കിൽ പറഞ്ഞോളേന്ന് കുഴപ്പമില്ല.
അതൊക്കെ ഒരാളെ നിങ്ങളുടെ രീതി ഒരു എന്താ അതാണ് പറയാ വിശ്വാസി അല്ലാത്ത ആളും തമ്മിലുള്ള ഓരോ കാര്യങ്ങളുടെ തുടക്കം ഞങ്ങൾ മനസ്സിലാക്കി തരുന്നത്. ഒരു വിശ്വാസി എന്നൊരു ആള് സുഹൃത്തെ, ജീവിതത്തില് വിശ്വാസി യഥാർത്ഥ വിശ്വാസി, നിങ്ങൾ പറയുന്ന ഒരു ഉസ്താദുമാരുടെ ഞാൻ റെക്കോർഡുകൾ പറയണത് കേട്ടിട്ട് മതത്തെ കുറിച്ച് നിങ്ങൾ എന്തൊരു മതത്തിലെ കഷ്ടം. നിങ്ങൾ ഇത് പിടിച്ച് ഞാൻ രക്ഷപ്പെടാനുള്ള പറയുന്നത് ശ്രമമാണ്. ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് എന്താ രക്ഷയില്ല. ചെയ്യുന്നത് പറഞ്ഞാല് നിങ്ങള് തേജാവധം ചെയ്യാനും ഒരു തേജാവധം ചെയ്തിട്ടില്ല ഞാൻ. നിങ്ങളെ കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും മോശം പറഞ്ഞോ? നിഷേധ ബുദ്ധിയും നിങ്ങളോട് സംസാരിക്കുന്ന ആളാ എങ്ങനെയൊക്കെ നിങ്ങള് വെരി സോറി. ഇതല്ല നിങ്ങൾ എന്റെ സംസാരത്തെ കുറിച്ച് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ അഭിപ്രായം ഇതല്ല, നിങ്ങൾ മാറ്റി. അങ്ങനെ രീതി മാറി. ഇല്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാ ആളുകളോടും ഇതേ രീതിയിലാണ്. ഞാൻ നിങ്ങളോട് മര്യാദ കെട്ട ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മര്യാദ കെട്ട സംസാരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പിന്നെന്താ പ്രശ്നം? സംസാരിക്കാൻ കഴിവുള്ള ആളെ പിന്നെന്താണ് ആളുകൾ നമ്മൾ ഒരു മതത്തെ കുറിച്ച് രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുന്ന നാട്ടുകാർ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ആശയത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം ആ ആശയത്തെ നിങ്ങൾ എന്ത് ചെയ്യാണ്? അടിച്ചമർത്താനാണ് നിങ്ങൾ നോക്കുന്നത്. ആശയത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിൽ ഉപയോഗിക്കുന്നത്. അല്ലല്ല, ഇതൊക്കെ തെറ്റാണ്. ആശയത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അതിനെ വിമർശിക്കുന്നത്. നിങ്ങൾ വിമർശിക്കുന്നത് ആ വിമർശനം നിങ്ങൾ നിർത്തണേ. ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ പറഞ്ഞാലും നിർത്തില്ലല്ലോ. അതിപ്പോ എങ്ങനെയാ? നിങ്ങൾ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ ഒന്നും കൂടി പഠിക്കണം. അത് നിങ്ങളോട് ഞാൻ തുടക്കം മുതൽ പറയണത്, ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരു കാര്യം എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചോളൂ എന്നാണ്. നിങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. സംസാരത്തിലുടനീളം മനസ്സിലാകുന്നത് ഞങ്ങൾ പറയുന്നത് എന്തിനാണ് വിശ്വാസിയായാല് ഒരാള് സമൂഹത്തിൽ മോശമായി പോകുന്നു. തെറ്റാണ്. ഞാൻ പറയുന്നത് അതൊക്കെ തെറ്റാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ എന്റെ തുടക്കത്തിൽ പറഞ്ഞ മതം പഠിച്ചുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ പ്രശ്നം കൂടുന്നത്. അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ. ഞാനും അങ്ങനത്തെ ഒരാളല്ല. ഞാൻ നിങ്ങളോട് അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ ചൊല്ലിയാണ് ഒരു മതവിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും നന്മ തിന്മയും, അതേപോലെ മതവിശ്വാസം എങ്ങനെയാണ് ആളുകളിൽ മൂല്യബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നും അതിന്റെ അപകടം എന്താണെന്നൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മതം പഠിച്ചാൽ അപകടം ഉണ്ടാവും നിങ്ങൾ എന്നോട് പറഞ്ഞത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അതാണ് നിങ്ങളോട് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഒന്നുകൂടി കേട്ടോളൂ, കുഴപ്പമില്ല. നിങ്ങൾ ഒന്നുകൂടി കേൾക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ മതമില്ലാത്തവർക്ക് നേരെ ആരോപിക്കുന്ന ആരോപണങ്ങൾ മതമില്ലായ്മ കൊണ്ട് സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളും മതത്തിന്റെ മൂല്യബോധന രീതിയും തമ്മിൽ പൊരുത്തപ്പെടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ വിശദീകരണമാണ് പറഞ്ഞത്. ഓക്കെ, മതമില്ലാതായത് കൊണ്ടോ അത് നിങ്ങളുടെയും എന്റെയും കാര്യം വെച്ചുദാഹരിച്ചത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, ഞാൻ പറയുന്നത്, ഞാൻ മതം ഉപേക്ഷിക്കുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. മതം മനുഷ്യന് അല്ലെങ്കിൽ മതം അവകാശപ്പെടുന്നത് പോലെ ദൈവികമായ എന്തോ ഒരു മൂല്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ മതത്തിന്റെ പണ്ഡിതന്മാര് ഇപ്പോ മതപ്രഭാഷണം നടത്തുന്നത്, മതപ്രബോധനം നടത്തുന്നത്, ജനങ്ങളിലേക്ക് മതം എത്തിക്കാൻ ശ്രമിക്കുന്നത്, അവര് ശ്രമിക്കുന്നത് തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ നാളെ സ്വർഗം എന്നൊരു അല്ലല്ല സ്വർഗം എന്നൊരു കൊതിയും നരകം എന്നൊരു ഭയവും പ്രചരിപ്പിക്കാന്നാണ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. നിങ്ങൾ ഈ പ്രചരണം കൊണ്ട് എന്താ ലക്ഷ്യം വെക്കുന്നത്? നമ്മള് മനുഷ്യർ മാനവികത എന്ന എങ്ങനെയാണ് മനുഷ്യൻ മാനവികത ഉണ്ടായി വരുന്നത്? നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്? അതില് അതെങ്ങനെ മനുഷ്യനാണെന്നുള്ള ബോധം ഉണ്ടായാൽ മതി. എങ്ങനെ ചെയ്യണം പറഞ്ഞുതരാം. അതിന് നമ്മൾ ആകെ ചെയ്യേണ്ടത് ജനിച്ചു വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇജ്ജ് മുസ്ലിമാണ്, ഇജ്ജ് ക്രിസ്ത്യാനിയാണ്, ഓ ക്രിസ്ത്യാനിയാണ്, ഓ ഹിന്ദു ആണ് എന്ന വേർതിരിവ് കുട്ടികളിൽ പഠിപ്പിക്കാതിരുന്നാൽ മതി. വേറെന്താ കുട്ടികൾ പഠിപ്പിക്കുക? നമ്മൾ മനുഷ്യരാണ്, നമ്മളൊരു ജീവിവർഗമാണ്, അതിനെന്താ നിങ്ങൾ സോഴ്സ് കാണുന്നത്? മനുഷ്യനാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേറെ സോഴ്സ് വേണോ? എല്ലാ മനുഷ്യന് മൂല്യങ്ങളും മനുഷ്യന്റെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ തിന്മ ചെയ്യാണ്ടിരിക്കാനും മനുഷ്യൻ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കാതിരിക്കാനും അതിനാണ് മനുഷ്യൻ എന്നുള്ള ചിന്തയും മാനവിക ബോധവും. എങ്ങനെയാണ് ചിന്ത ഉണ്ടാക്കി കൊടുക്കുന്നത്? അത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. മനുഷ്യനാണെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഉണ്ടാക്കി കൊടുക്കുക. എവിടുന്ന് നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിം ആണെന്നുള്ള ചിന്ത ഉണ്ടാക്കി കൊടുക്കുന്നത്? നമുക്കൊരു മുസ്ലിമാണെന്ന ചിന്ത പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. പ്രവാസികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഒരു ഖുർആൻ പഠിക്കാനുള്ള. പണ്ഡിതന്മാര് പറഞ്ഞാല് അടിസ്ഥാനമായി, പണ്ഡിതന്മാരല്ലാത്ത മനുഷ്യന്മാർ പഠിക്കാനുള്ള വഴികളുണ്ടാവും. ഇത് പഠിപ്പിക്കാനുള്ള മൂല്യബോധം പഠിപ്പിക്കാനുള്ള വഴികള് മദ്രസകളിൽ കുട്ടികളെ ഈ 3 വയസ്സിലും 5 വയസ്സിലും ഒക്കെ കൊണ്ടുപോയിട്ടുള്ള ഈ കലാപരിപാടികൾ, മതങ്ങളുടെ പറഞ്ഞുതരാം, വിഷയം മാറ്റി പറഞ്ഞുതരല്ലേ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എവിടുന്നാണ് എന്തെന്നാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഈ മതം നിഷേധിയാക്കി ഒരു മനുഷ്യനെ മതം ഇല്ലാണ്ടാക്കിയിട്ട് അവന്റെ പുതിയ തലമുറയിലുള്ള കുട്ടിക്ക് ഇപ്പൊ എന്ത് ചെയ്യാണ്? ഓന് മനുഷ്യനാണ്, ഈ തിന്മകൾ ചെയ്യരുത്, സമൂഹത്തിൽ മനുഷ്യനെ സ്നേഹിക്കണം, കൊലപാതകം ചെയ്യരുത്, മദ്യപാനം ചെയ്യരുത്, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളുടെ അടുത്ത് എന്താണ് ബേസ് എന്നല്ല നിങ്ങളെ ചോദ്യം? അതാണ് ചോദിക്കുന്നത്. അതാണ് മനുഷ്യൻ എന്നുള്ള ചിന്ത എന്ന് പറഞ്ഞ സാധനം. അതാണ് മാനവികത എന്ന് പറഞ്ഞ ചിന്ത. മാനവികത എവിടുന്ന് കിട്ടും? മാനവികത ഒക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ ഓൾറെഡി മനുഷ്യന്മാർക്കുണ്ട്. എവിടുന്ന്? മനുഷ്യന്മാരിലുണ്ട്. മനുഷ്യന്മാരുണ്ടായിരുന്നത് മതം പഠിച്ച മനുഷ്യന്മാരുള്ളത് അല്ല. നിങ്ങൾ കേൾക്കാത്ത 2 സാധനങ്ങളുടെ പേരുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ UDHR എന്ന് കേട്ടിട്ടുണ്ടോ?
UDHR കേട്ടിട്ടില്ല. ഇല്ല. നിങ്ങൾ ഇല്ല, CDHR എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്യാം. ആ അപ്പം മതം ഉള്ളത് കൊണ്ടാണോ മാനവികത ഉണ്ടാവുന്നത്, അതോ മാനവികത അല്ല, പറയുമ്പോൾ ഇത് മതത്തിന് ഞാൻ ഹാലളുകയാണോ ചെയ്യുന്നത്? ഒരു മിനിറ്റ്, ഒരു അല്ല, മിനിറ്റ്. ഇത് സെർച്ച് ചെയ്തിട്ട് മാനവികത, പഠിക്കുന്ന കുട്ടികള് ആഗോള മാനവികത പറയുമ്പോൾ മതങ്ങൾക്ക് ഹാലിളകുകയാണോ ചെയ്യുന്നത്, അത് ഞങ്ങൾക്ക് മാണ്ടാന്ന് പറയാണോ ചെയ്യുന്നത്, എന്റെ അതോ ചോദ്യത്തിന് മതം ഉത്തരം ഉള്ളത് നിങ്ങൾ കൊണ്ടാണോ ഇവിടുന്ന് മാനവികത പഠിക്കും ഉണ്ടായത് ഒരാള്. എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. ഇന്ന് മതത്തിന്റെ മൂല്യം നിങ്ങൾ പറയുന്ന നിങ്ങൾ പോലും ബേസിക് പഠിച്ചത് കൊണ്ട് ആളുകളിലേക്ക് ബേസിക് ഉണ്ട് എന്ന് വിചാരിക്കും. അടുത്ത തലമുറ അതിനൊക്കെ ബേസിക് ഇല്ലാത്ത അല്പത്തരം എന്നാ പറയാ ഈ വാദഗതിയെ. അല്പത്തരോ? ആണ് നിങ്ങളിപ്പോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ പറയുന്ന പേരാണ് അല്പത്തരം. നിങ്ങൾക്ക് ഇതിൽ നിന്നാണ് ലക്ഷ്യം വെക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞുതരാൻ പറഞ്ഞല്ലോ, എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സുള്ളവരാണ്, തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ഉള്ളവരാണ്, മതപരമായ വിവേചനം ഇസ്ലാം പറയുന്നുണ്ട്. മതം ഇസ്ലാം എവിടെ പറയുന്നത്? നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്താണ് കാഫിർ പറഞ്ഞ? എന്താ കാഫിർ പറഞ്ഞ? കാഫിർ എന്ന് പറയുന്നത് മുസ്ലിം വിശ്വാസിയല്ലാത്ത, ഇസ്ലാമിക വിശ്വാസിയല്ലാത്ത ഒരാൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് കാഫിർ എന്ന് പറഞ്ഞ ഭീകരണോ ഒന്നല്ല. കാഫിർ എന്ന് പറയുന്നത് അന്യമതസ്ഥരായ ആളുകൾ, അറബി വാക്കാണ്. എന്ത് വിശ്വാസിയല്ലാത്ത അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പേരിലുള്ള കേവലമായ വേർതിരിവല്ലേ? അമുസ്ലിം എന്ന് പറയുന്നത് കാഫിറുകൾ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണെന്ന് പറയുന്നത് എന്തിനാ? ഖുറാനില് ആരും പറഞ്ഞിട്ടില്ല ജന്തുക്കളിൽ മോശക്കാരാണെന്നു. ഖുറാനിൽ പറഞ്ഞിട്ടില്ലേ? ഖുറാനിലൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഖുറാനിൽ പറയുന്ന കപട വിശ്വാസികൾ എന്നാ പറയുന്നത്. കപട വിശ്വാസികളല്ല, കാഫിറുകൾ. കാഫിറുകളല്ല, വിശ്വാസികൾ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശക്കാരായിട്ടും വിശ്വാസം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാത്ത ആളുകളെയാണ് മോശക്കാരായിട്ട് കാണുന്നത്. അല്ലാണ്ട് അന്യമതസ്ഥരെ ബഹുമാനിക്കാനും അവരെ റെസ്പെക്ട് ചെയ്യാനും അവരോടുള്ള അവരെ മൂല്യങ്ങളെ ഒന്ന് പറഞ്ഞോളി. മതം നോക്കാതെ മനുഷ്യരെ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം. മതത്തിന്റെ പേരിൽ വേർതിരിവുകൾ കാണിക്കാൻ പാടില്ല എന്ന് നിങ്ങളെ പഠിപ്പിച്ച ഖുർആൻ വചനം പറഞ്ഞോളി. ഖുർആൻ വചനം പറഞ്ഞോളി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലിമിറ്റേഷൻ ആയ അറിവുകൾ അല്ലൊന്നുമില്ല. ഞാനിപ്പോ ഞാൻ പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? നിങ്ങൾ തെറ്റല്ലാലോ, അങ്ങനെ സംഭവം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഖുർആനിൽ അങ്ങനെ ഒരു സാധനം ഇല്ല നിങ്ങളോട് ആരാ പറഞ്ഞത്? അതാ ഞാൻ ചോദിച്ചത്. ഖുർആനിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണല്ലോ. അതല്ലേ പറഞ്ഞത്. കാഫിറുകൾ എന്ന് പറഞ്ഞാൽ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണ്. പറഞ്ഞുതരാനായിക്കില്ല. ഏതിന്റെ ഏത് സൂറത്തിലാണ് ഏത് ആയത്താന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞെന്താ? പിന്നെ എന്താ രസം? നിങ്ങൾ എനിക്ക് തെറ്റിദ്ധാരണയുണ്ട്. എനിക്ക് തെറ്റിദ്ധാരണയുണ്ട് എന്നതിന്റെ പേരിൽ ഞാൻ അത് ഒന്ന് എന്റെ തെറ്റിദ്ധാരണ തീർക്കാൻ വിളിച്ച ആള്, ഞാൻ പറയുന്ന കാര്യങ്ങള് ശരിയല്ല എന്ന് പറയുന്ന ആൾക്ക് ഞാൻ ഇനി എല്ലാത്തിന്റെയും റെഫറൻസ് തരണം. അപ്പോ നിങ്ങളല്ലേ പിന്നെ എല്ലാവർക്കും ഇപ്പൊ മതത്തിനെ കുറിച്ച് ഇല്ലാത്ത മതം നിഷേധിക്കാൻ വേണ്ടിട്ട് വഴിയൊരുക്കി കൊടുക്കുന്ന ആളല്ലേ? അത്രയും പാണ്ഡിത്യ ആളല്ലേ നിങ്ങള്? ഞാൻ പറയാത്ത കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. നിങ്ങളല്ലേ ഇപ്പൊ പറയുന്നത് ഞാൻ മതത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മദ്രസ ഒരു വർഷം കൂട്ടി പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ തഫ്സീർ പഠിച്ചിട്ടുണ്ട്, ഹദീസ് പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. സത്യമാണോ അല്ലേ? നിങ്ങൾ പോയി ഒന്ന് അന്വേഷിച്ചായി. എങ്ങനൊക്കെ എനിക്കും പറയാലോ. ഇപ്പൊ ഞാന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എനിക്ക് പറയാലോ. അതിലെന്ത് കാര്യമാണ്? നിങ്ങൾ ഒരു എക്സ് മുസ്ലിം ആണെന്ന് ഞങ്ങളോട് ചോദിച്ചു. എക്സ് മുസ്ലിം ആണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ മുസ്ലിം ആയ സമയത്ത് നിങ്ങൾ പ്രവർത്തിച്ച ഒരു പ്രവർത്തന മേഖലകളോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞിരുന്നില്ല. നിങ്ങൾ ഒരു വിശ്വാസിയുടെ ഞാൻ വിശ്വാസി ആയിരിക്കുന്ന സമയത്തും ദൈവത്തിനെതിരാണ്. പറഞ്ഞുതരാം. വിശ്വാസി ആയിരിക്കുന്ന സമയത്തും ദൈവത്തിനെതിരാണ്. ഞാൻ വിശ്വാസിയായിരിക്കുന്ന സമയത്തും ദൈവത്തിനെതിരാണ്. അതെ, അത് ഞാൻ മാത്രമല്ല, ഈ കേരളത്തിലുള്ള പ്രബല സുന്നി പരമ്പരാഗത സുന്നി പണ്ഡിതന്മാര് പലരും ദഅവത്ത് എന്ന് പറയുന്നത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് വിശ്വസിച്ചവരാണ്, അവർ പറഞ്ഞിട്ടുള്ളവരാണ്. ദഅവത്ത് എന്ന് പറയുന്നത് യാത്ര ചെയ്ത് മാത്രം ചെയ്യാൻ പറ്റുന്നതാണോ? എങ്ങനെ യാത്ര ചെയ്യാന്നല്ലോ, അത് ഹിജറയാണ്, ദഅവത്തല്ല. അല്ല, നിങ്ങൾ പറയാൻ ദൂരവ്യാപാരം അല്ല, നിങ്ങൾ ദഅവത്ത് നടത്താനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ. അതാ പറഞ്ഞത്. ദഅവത്ത് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം മതത്തിലുള്ളവരല്ലാത്ത ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെ. എന്താ ദഅവത്ത് പറഞ്ഞ? ദഅവത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളിലേക്ക് മതം എത്തിച്ചു കൊടുക്കുന്ന, അതായത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളിലേക്ക് ഇസ്ലാം എത്തിക്കാനുള്ള ആളുകളുടെ മാത്രമല്ല, മുസ്ലിം ആദ്യം വേണ്ടത് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിലാണ് ഇന്ന് ദഅവത്ത് വേണ്ടത്. അതിന്റെ പേര് ദഅവത്ത് എന്നല്ല. ഇന്ന് നിർബന്ധമായിട്ടും ദഅവത്ത് നടത്തേണ്ട മറ്റു മതസ്ഥരുടെ ഇടയിലല്ല. ആദ്യം നടത്തേണ്ടത് ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകളും നിഷേധ ബുദ്ധിയുമായിട്ട് ദുനിയവിയായ ജീവിതത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ദുനിയവിയായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മതം
നിയമങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ സ്വയം അനുസരിക്കാൻ പറ്റാത്ത വരുമ്പോ അതിന് ന്യായീകരണം കണ്ടെത്തി മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യാണ് വെരി ഗുഡ്, അടിച്ച അതാണ് വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളെ ലക്ഷ്യം തന്നെ. നിങ്ങൾക്ക് പ്രവർത്തനം ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളോട് അള്ളാനെ വിളിച്ചു അറിയാണ്ട്. അതെ അതെ, വല്ല വിളിച്ചു ഞാൻ നിങ്ങളെ മുമ്പിൽ അള്ളാനെ വിളിക്കല്ലാതെ വേറെ മാർഗം, ഞാൻ തോറ്റുപോയി. അതെ അതെ അതെ, നിങ്ങള് അറിയാതെ വിളിച്ചുപോയി. അള്ളാനെ വിളിക്കേണ്ട സമയമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം വരാനുണ്ട്. അതൊക്കെ മനസ്സിലാവും, എനിക്കും മനസ്സിലായിരിക്കും ഒരുപാട്. ശരി, നിങ്ങൾ എന്താ 8:55 വായിച്ച ഖുറാനില്? 8:55 ഖുറാൻ എന്റെ കയ്യിലില്ല. നിങ്ങൾ എടുക്കേ, ഗൂഗിൾ എടുക്കേ, ക്രോം എടുക്കേ. ഞാന് വണ്ടി എടുത്ത് യാത്ര ചെയ്തോണ്ട് നിങ്ങൾ പറഞ്ഞോ, നമുക്ക് മനസ്സിലായി. ഞാൻ അയച്ചുതരാം. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി അല്ലദീന കഫറു ഫഹും ലാ യുഅ്മിനൂൻ. ഏതാണ് സൂറത്ത്? 8:55. ഏത് സൂറത്താണ്? 8ാമത്തെ സൂറത്തോ? 8ാമത്തെ സൂറത്തില് 55ാമത്തെ വചനം. ഓക്കെ ഓക്കെ, ഞാനത് അതിന്റെ മലയാളം കൂടി പറഞ്ഞിട്ട് നമുക്കിന്ന് നിർത്താം. തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ സത്യനിഷേധികളാകുന്നു. കാഫിറുകൾ എന്ന് പറഞ്ഞാൽ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ. ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ സത്യനിഷേധികളാകുന്നു. കഫറു എന്നാണ് എഴുതിയിട്ടുള്ളത്. കാഫറുകളാകുന്നു. സത്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണല്ലോ. അത് സത്യം മനസ്സിലാക്കിയിട്ട്, സത്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാം അല്ലേ? ഇസ്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാത്ത ആളുകളെ കുറിച്ചാണ്. അപ്പൊ ഞാൻ അങ്ങനെയല്ലേ? ഏത്? ഞാൻ കാഫിറല്ലേ? നിങ്ങള് അതൊക്കെ നമ്മളെല്ലാരും വിധിയിരുത്തേണ്ടത്. അതൊക്കെ വിലയിരുത്തേണ്ടത് ആരാണ് നന്മയുള്ളവൻ, ആരാണ് ഹൃദയം കാണുന്നവനൊക്കെ അള്ളയാണ്. അത് നിങ്ങൾ മോശക്കാരനാ ഞാൻ മോശക്കാരനെന്ന് നമ്മൾ ഇസ്ലാമിൽ ആർക്കും പറയാൻ അധികാരമില്ല. അപ്പൊ നമുക്ക് 5:51 നോക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅ്ദുഹും ഔലിയാ ബഅ്ദിൻ ഔലിയാ ബഅ്ദിൻ. സത്യവിശ്വാസികളെ യഹൂദരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയാക്കുകയില്ല തീർച്ച. പ്രിയ സുഹൃത്തെ, ഞാൻ പറയുന്നത് നിങ്ങൾ ഖുർആന് ഇറങ്ങിയ സാഹചര്യം, നിങ്ങൾ ഈ ആയത്ത് മലയാളം അപ്പൊ നിങ്ങൾ പറയാ യഹൂദന്മാരുമായിട്ട് എന്തോ സംഘർഷം നടന്ന സമയത്ത് പറഞ്ഞതായിരിക്കും. ശരി, കേട്ടോ 444. ഞാൻ മലയാളം അല്ലല്ലോ നിങ്ങൾക്ക് വായിച്ചു തരുന്ന, അറബി അല്ലേ? 444. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാഅഹും മിൻ ദൂനിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ നിങ്ങൾ സത്യവിശ്വാസികളെ അല്ലാതെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അതായത് മുസ്ലിങ്ങളെ അല്ലാതെ കാഫിറുകളെ, മുഅ്മിനുകളെ അല്ലാതെ കാഫിറുകളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. 444. എല്ലാ മനുഷ്യരെയും വിശ്വാസത്തിന് അതീതമായിട്ട് ഏകോദര സഹോദരന്മാരായിട്ട് ആഗോള മാനവികതയുടെ വക്താക്കളായിട്ട് മീൻസ് ആഗോള മാനവികതയുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ച് കാണണം എന്ന് ചിന്തിക്കുന്ന, എന്ന് പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിലെ ഗ്രന്ഥത്തെ കുറിച്ചുള്ള വചനങ്ങളാണ്. അതിന്റെ വിശദീകരണം, ഇതിനൊക്കെ എന്താ വേറെ വിശദീകരണം? ഇതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വിളിച്ചു പറയാ. ആയിക്കോട്ടെ. അതിന്റെ വിശദീകരണങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്, അതിന്റെ വിശദീകരണം എന്താണ്? അത് ആയിക്കോട്ടെ, നിങ്ങൾ വിളിക്കൂ. അതും നമുക്ക് ആളുകളുടെ മുമ്പിൽ വെക്കാം. ആളുകൾ വിലയിരുത്തട്ടെ. നിങ്ങൾ മാത്രമായിട്ട് നിങ്ങൾ സ്വന്തം നിലക്കല്ല, നിങ്ങൾക്ക് ഉസ്താദ് ഞാൻ പറയുന്നില്ല, ആളുകൾ വിലയിരുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. ഞാൻ പറയുന്നത് റസൂല് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിലേക്ക് ആരെയും നിർബന്ധിച്ചിട്ട് ഒരാളെ കൊണ്ടുവരാൻ പാടില്ല, ഒരാളെയും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഞാൻ പഠിച്ചത് അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ കയ്യോടെ കപ്പം തന്ന് കീഴടങ്ങുകയോ അല്ലെങ്കിൽ മുസ്ലിം ആവുകയോ ചെയ്യുന്നത് വരെ എന്ന് പറഞ്ഞതപ്പോ ഇസ്ലാം സ്വീകരിക്കുകയോ കയ്യോടെ കപ്പം തന്ന് കീഴ്പ്പെടുകയോ ചെയ്യുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് എന്തിനാ? യുദ്ധം ചെയ്യാന്ന് പറയുന്നത് ആശയപരമായിട്ടുള്ള യുദ്ധോ? മാത്രമാണോ? എന്താ കഥ, ഇതാണ് എന്താ കഥ? 9:5 സൂറത്ത് തൗബയിൽ 5-ാം വചനം എന്താ പറയണത്? 5 അതൊക്കെ നിങ്ങൾ സാഹചര്യം നോക്കിക്കോളി. മക്ക മുസ്ലിങ്ങൾ ഹിജറ പോയപ്പോ അൻസാരികളായിട്ടുള്ള അവിടെ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ റസൂലുള്ളാഹിനോട് ചോദിച്ച്, ഞങ്ങളെ മക്കളെയും ഭാര്യമാരെയും
നിർബന്ധിച്ചിട്ട് ഇസ്ലാമിലേക്ക് കൂട്ടണമെന്ന് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞത് എനിക്ക് ആവശ്യമില്ല എന്നാ പറഞ്ഞത്. ആ കാരണം അവർക്ക് എപ്പോഴാണോ സത്യം എന്ന് ബോധ്യമാവുന്നത്, ഉം മനസ്സിലാവുന്ന അന്ന് വന്നാൽ മതി മതത്തിലേക്ക്, ആരെയും നിർബന്ധിച്ച് കൂട്ടേണ്ടതില്ല എന്നാണ് ആ അവിടെ വെച്ച് റസൂലുള്ള പറഞ്ഞത്. ഉം നിങ്ങൾ അത് കേൾക്കാണ്ട് നിങ്ങൾ ഇവിടെ മൈന്യൂട്ട് അത് ആയിട്ടുള്ള എവിടെ മക്കയിൽ ഒരു പറഞ്ഞുതരാം നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുന്നതിലാണ് പ്രശ്നം. അതായത് സത്യമാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ലക്കും ദീനുക്കും വലിയ ദീൻ മക്കെന്ന് പറഞ്ഞ മതമല്ലേ ഈ മതം അല്ലേ? അത് ഏത് സാഹചര്യത്തിലാ മക്കയിലെ പറഞ്ഞത്? മുശ്രിക്കുകളോട് ലക്കും അത് ദീനുക്കും ഏത് വലിയ സാഹചര്യത്തിലാ ദീൻ എന്ന് പറഞ്ഞത്? ലക്കും പറഞ്ഞത് ദീനും വലിയ ദീനും ഏത് നിങ്ങൾക്ക് നിങ്ങളെ സാഹചര്യത്തിലാ മതം പറഞ്ഞത്? ഞങ്ങൾക്ക് ഞങ്ങളെ മതം. ഏത് സാഹചര്യത്തിലാ പറഞ്ഞത്? അത് എനിക്ക് മനസ്സിലായി. ആ സൂറത്തുൽ സൂറത്തിന്റെ കാഫിറൂനാണതേ. സൂറത്ത് കാഫിറൂനാണേ. അതെ, ആ ആ സൂറത്ത് ഏത് അത് അടിസ്ഥാനത്തിൽ അതിന്റെ റസൂലുള്ള തർക്കവും പറയാൻ അതിന്റെ കാരണം? ചർച്ചയും അതിന്റെ മധ്യസ്ഥ ശ്രമവും അവിടെ നിന്നുള്ള സംസാരമൊക്കെ നമ്മൾ കേട്ടിട്ടും വായിച്ചിട്ട് തന്നെ നിങ്ങളോട് ഈ എന്താണ് പറഞ്ഞതേ. അവരെ മധ്യസ്ഥ അവര് മുന്നോട്ട് വെച്ച് എന്തെന്നായിരുന്നു? അതാ ഞാൻ പറഞ്ഞതെന്ന്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളോട് പറയണത്. അപ്പോ എന്തെന്നാണ് പറയാങ്ങള്? അല്ല എന്താണ് ഇപ്പൊ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കഥ മൊത്തം പറഞ്ഞതല്ലേ? നിങ്ങൾക്ക് ഒരു അല്ല, പോയിന്റ് നിങ്ങൾ പറയാം. നിങ്ങൾ പഠിച്ചു വിഷയം മാറ്റല്ലേ? വെച്ചങ്ങളല്ലേ ഇപ്പൊ എടുത്തിട്ട് വിഷയം ലക്കും മാറ്റല്ലേ? ദീനുക്കും അതിനെ കുറിച്ച് നിർബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ അതിനെ കുറിച്ച് പറയട്ടെ മനസ്സിലാക്കിയിട്ടേ സുഹൃത്തെ, പറയാവൂ. പറഞ്ഞു തരാന്നേ. ആ മക്കയിൽ നിന്ന് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞ മുഹമ്മദ് മദീനയിലേക്ക് എത്തിയതിനു ശേഷം ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ആ ഇത് മക്കയിലെ ജീവിതത്തിലും മദീന ജീവിതത്തിന്റെ അല്ല, ആദ്യ ലക്കും കാലഘട്ടത്തിലുമാണ്. ദീനുക്കും വലിയ ഞാൻ ദീൻ എന്ത് ഒരു സാഹചര്യത്തിലാ ഒരു പറഞ്ഞത്? ഞാൻ വിഷയം നിങ്ങളോട് പറയട്ടെ പറഞ്ഞില്ല. സുഹൃത്തെ. എന്തൊരു അതൊന്നും കഷ്ടം. മുഴുവനായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഒരു വർഷം ഒരു നിങ്ങളെ വർഷം 6 പറഞ്ഞ മാസോ പുറത്തുള്ള ആളുകൾ കേൾക്കുന്നതാണല്ലേ? 1 വർഷം 6 മാസോ അവര് തമ്മിൽ നമ്മൾ കുറച്ചു കാലം നമ്മൾ നിങ്ങളെ ദൈവത്തെ ആരാധിക്കാം, കുറച്ചു കാലം ഞങ്ങൾ എല്ലാ ദൈവത്തെയും ആരാധിക്കാം, എന്നിട്ട് നമുക്ക് ഏതാ സെറ്റാവാൻ നോക്കാന്നൊക്കെ പറഞ്ഞൊരു ചർച്ച നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ കാഫിറൂൻ അവതരിപ്പിക്കുകയും ചെയ്ത സാഹചര്യം പറയണ നിങ്ങളോട്. അപ്പൊ നിങ്ങളോട് പറഞ്ഞു ആ ഇല്ല, നിങ്ങളോട് ഞാൻ ആ നിങ്ങൾ സമയത്ത് പിന്നെ ആരാധിക്കുന്നതിനെ ലക്കും നമ്മൾ ദീനുക്കും ആരാധിക്കൂല. പിന്നെ ആ സമയത്ത് അവരെ കുറച്ചു കാലത്തേക്ക് അവരെ ആരാധിക്കാനും കുറച്ചു കാലത്തേക്ക് ആ രൂപത്തില് ആ സമയത്ത് റസൂൽ അതല്ലാണ്ട് പിന്നെന്താ പറയാ? അപ്പൊ ഞാൻ പറയട്ടെ സുഹൃത്തെ, ഞങ്ങൾ ഈ വിഷയങ്ങൾ യഥാർത്ഥ വിഷയം അതിവിടെ മനസ്സിലാക്കാൻ എടുത്തിടാനുള്ള കാരണം ശ്രമിക്കും. ഞാൻ ചോദിച്ചേ. അതാ ഞങ്ങളോട് പറഞ്ഞത്, യഥാർത്ഥ വിഷയം മനസ്സിലാക്കലല്ല നിങ്ങളെ ശ്രമം. എന്റെ മനസ്സിലായോ? ശ്രമം ഞാൻ അതന്നെയാണ്. നിങ്ങൾ പറഞ്ഞത് നിർബന്ധിച്ച് മതത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റൂല, ചേർക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങളെ വാദം. ഇന്ന് രാവിലെ ഞാൻ അതിന് ഖുർആൻ മറുപടിയാണ് ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയെടുത്ത് ഇപ്പോ. അപ്പൊ അത് പറഞ്ഞു തരുമ്പോ നിങ്ങൾ ലാ ഇക്റാഹ ഫിദ്ദീനിന്റെ സാഹചര്യം പറയുമ്പോ എന്തൊരു കഷ്ടം. ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ലാ ഇക്റാഹ ഫിദ്ദീനിന്റെ സാഹചര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു അഡ്വാൻസ് ബോണസ് ഞാൻ ഇട്ട് തന്നതാണ്. മക്കയിൽ ഇതിനേക്കാളും നല്ലത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ മതം, ഞങ്ങൾക്ക് ഞങ്ങളെ മതം. അത് ലാ ഇക്റാഹ ഫിദ്ദീനുമാണ്. ഈ മതത്തിൽ ബലാത്കാരമില്ല, മതസ്വാതന്ത്ര്യമുണ്ട് എന്നതിന്റെ വലിയ തെളിവ് അല്ലേ? അതെ. ഇതേ മുശ്രിക്കുകളെടുത്ത് സൈനികമായിട്ടുള്ള ബലം ആർജിക്കുകയും അധികാരം ഉണ്ടാക്കുകയും യുദ്ധത്തിലൂടെ ഭീതി ജനിപ്പിക്കുമാറ് അള്ളാഹു മുഹമ്മദ് നബിക്ക് അനുഗ്രഹം ചെയ്തു കൊടുക്കുകയും ചെയ്തതിനു ശേഷം വാള് കയ്യിലെടുത്തതിന് ശേഷം മുഹമ്മദ് നബി ഇതേ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞ അതേ മുശ്രിക്കുകളടുത്ത് വന്നിട്ട് പറയുന്നത് എന്താ അറിയോ? 4 മാസത്തെ സമയം കൊടുത്തു. ആ 4 മാസത്തിനുള്ളിൽ ഒന്നുകിൽ മുസ്ലിം ആവുക, അല്ലെങ്കിൽ മരിച്ചോളൂ, അല്ലെങ്കിൽ നാട് വിട്ട് ഓടിപ്പോയിക്കോളാം. ഇതൊക്കെ എവിടെയാ? സൂറത്ത് തൗബയിൽ 5 എന്താണ്? നിങ്ങൾ എടുത്തോളിയും. സൂറത്ത് തൗബയിൽ 5 എന്നാ പറയുന്നത്? അങ്ങനെ ആ വിലക്കപ്പെട്ട 4 മാസങ്ങൾ കഴിഞ്ഞാൽ ആ സത്യനിഷേധികളെ നിങ്ങൾ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയുക. ഏത് സത്യനിഷേധികളെയാണ് അത് മക്ക പറയുന്നത്? ഖുറൈശികളെ. മക്ക ഖുറൈശികളെ? മക്ക ഖുറൈശികൾക്ക് പൊതുവിലുള്ളതാണ്. ആയിക്കില്ല. അതായത് ഒരു കാലത്ത് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ ആരാധിച്ചോളി, നമ്മൾ ആരാധിക്കുന്ന നമ്മൾ ആരാധിച്ചോളാം എന്ന് പറഞ്ഞ പോയില്ലേ? ആ മനുഷ്യരുടെ മുമ്പിൽ വെച്ച ഓപ്ഷനാണ് ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ മുസ്ലിം ആവുക. നിങ്ങളിതിപ്പോ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ആ ആയത്ത് അവരിതേ കേൾക്കുന്നുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന മലയാളം ആയത്തും ഇങ്ങനെ നിങ്ങൾ ഇതും കൂടി വിശദീകരിച്ച് ഉസ്താദിനോട് ചോദിച്ചിട്ട് വരുമ്പോ അതിന് മുമ്പുള്ള സംഭവങ്ങളും ശേഷമുള്ള സംഭവങ്ങളും ഒന്നും മറ്റുള്ള ആളുകൾ അറിയുന്നില്ല. നിങ്ങൾ പറഞ്ഞോളി, നമുക്ക് ആൾക്കാരെ കേൾപ്പിക്കാം. നിങ്ങൾ പറഞ്ഞോളി, നിങ്ങളെ ലക്ഷ്യം തന്നെ നിങ്ങൾ പറഞ്ഞോളി സുഹൃത്തെ, നമുക്ക് കേൾക്കാം. മനസ്സിലാക്കിയതാ. നിങ്ങൾ നിഷേധ ബുദ്ധിയോടുകൂടി നിഷേധ ബുദ്ധിയോടുകൂടിയല്ല, വസ്തുനിഷ്ഠമായ വിശകലനമാണ്. നിഷേധ ബുദ്ധിയല്ല, വസ്തുനിഷ്ഠമായ വിശകലനമാണ്. നിങ്ങളെ ലക്ഷ്യം ഏതോ ഭൗതികപരമായിട്ടുള്ള ലക്ഷ്യമാണ്. അതിനു വേണ്ടി തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള ലക്ഷ്യമാണ്. നിങ്ങളിപ്പോ തന്നെ നിങ്ങൾക്ക് ഈ വോയിസ് എന്റെ വോയിസ് നിങ്ങൾ പറയുന്നത് ഭൗതികമായിട്ടുള്ള ലക്ഷ്യമാണ് എന്ന് സംശയം. ഭൗതിക ജീവിതത്തിൽ ഭൗതികമായ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് മനുഷ്യരുടെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ആശയം, പ്രത്യയശാസ്ത്രം, അതിന്റെ അവകാശവാദം, അതിന്റെ പ്രവർത്തനം, അതിന്റെ പ്രശ്നം, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഭൗതികമായ ലക്ഷ്യമാണ്. നിങ്ങൾ സംസാരിക്കുന്ന പോലും ബിസിനസ്സിനാണ്. കാരണം നിങ്ങൾക്ക് ഇത് യൂട്യൂബിലിട്ട വ്യൂവേഴ്സിനെ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം, അതിലൊന്നും കുഴപ്പമില്ല. അതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. നിങ്ങൾ പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങള് അടിസ്ഥാനപരമായി ആശയപരമായിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇതിനെ കുറിച്ച് പഠിക്കുകയോ ഒന്നും മനസ്സിലാക്കുകയോ ചെയ്യാതെ നിങ്ങൾ പറഞ്ഞോളി. ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള അവസരമല്ലേ നീട്ടിത്തരുന്നത്. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഒന്ന് പ്രവർത്തിക്കുന്നത്?
നിങ്ങൾ ഉം. പറയുന്നത് മനുഷ്യരിലേക്ക് നന്മ ഉണ്ടാവാൻ അതെ, വേണ്ടിയിട്ടാണ്. മനുഷ്യരിൽ എങ്ങനെ നന്മ മതത്തിന് കിട്ടുന്ന സോഴ്സ് അതീതമായിട്ടുള്ള സോഴ്സ് മാനവികത ചോദിച്ചിട്ട് നിങ്ങൾ ഉണ്ടാവാൻ പറയാൻ വേണ്ടിയിട്ടാണ്. അറിയില്ല. എവിടുന്ന് സോഴ്സ് എന്ന് ചോദിച്ചിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളോട് അതിന്റെ ചോദിച്ചിട്ട് ഞാൻ സോഴ്സാണ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. ലോകത്തെ എല്ലാ മനുഷ്യരും മതത്തിന് അതീതമായിട്ട് മനുഷ്യർ സഹകരിക്കേണ്ടത് എങ്ങനെയാണെന്നും അത് എന്തൊക്കെ അത് എവിടുന്ന് അവകാശങ്ങളാണ് പഠിക്കും, ഉള്ളത് എങ്ങനെ എന്നും പഠിക്കും എന്ന് ചോദിച്ചിട്ട് നിങ്ങളോട് അതാ ഞാൻ അതാ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ പറഞ്ഞുതരാം. സുഹൃത്തെ. അതിന്റെ ഇന്നത്തെ അതിന് തലമുറ നിങ്ങൾക്ക് മദ്രസ ഉണ്ടോന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഇന്നത്തെ അതിന് തലമുറ നിങ്ങൾക്ക് ഇപ്പൊ അല്ല കുറച്ച് ഒരു മിനിറ്റ് മാറിയിട്ടുള്ളൂ, കുറച്ച് മാറിയിട്ടുള്ളൂ. കുറച്ച് ബഹളം മാറുമ്പോ ഉണ്ടാക്കല്ലേ. തന്നെ കേരളത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തവർക്ക് ഭയപ്പെട്ട് വേണ്ടി തുടങ്ങി. മദ്രസ ഉണ്ടോന്നാണ് നിങ്ങൾ ചോദിക്കണേ? ഏത് വിശ്വാസം ഇല്ലാത്തവരുടെ മദ്രസ ഉണ്ടോന്നാണ് നിങ്ങൾ ചോദിച്ചതിന്റെ അർത്ഥം? അതെ, നിങ്ങളിന്ന് മനുഷ്യന് നന്മകൾ പഠിക്കണ്ടേ? എവിടെ എന്താ പഠിക്കണമെങ്കിൽ ചെയ്യേണ്ടതില്ല? മദ്രസ ഞങ്ങളെ പോലെ മദ്രസ നിങ്ങൾക്ക് ഉണ്ടോന്നാണ് നിങ്ങൾ ചോദിച്ചതിന്റെ അർത്ഥം? എന്തെന്നാണ് നിങ്ങൾ സോഴ്സ് കൊടുക്കുന്നത്? നിങ്ങൾ എന്താ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? എന്തെന്നാ നിങ്ങൾ ലക്ഷ്യം? ഒരാൾക്കൊരു ലക്ഷ്യമാണ് ലക്ഷ്യമുണ്ട്. എല്ലാ മനുഷ്യരും മതത്തിന് അതീതമായിട്ട് എല്ലാ അതുകൊണ്ട് നിങ്ങൾക്ക് മനുഷ്യരും കിട്ടുന്ന ഗുണം തുല്യമായിട്ടുള്ള എന്താണ്? അന്തസ്സും അവകാശങ്ങളും അതുകൊണ്ട് ഉള്ളവരാണ് എന്നുള്ള നിങ്ങൾക്ക് അല്ലെങ്കിൽ ബോധം ഉണ്ടാക്കി സമൂഹത്തിന് കൊടുക്കുക ഗുണം എന്നുള്ളതാണ്. കിട്ടുന്ന ഗുണമാണ്. സമൂഹത്തിന് എന്ത് കിട്ടുന്ന ഗുണം എന്താണ്? സമൂഹത്തിന്റെ ഗുണം എല്ലാ മനുഷ്യരും മനുഷ്യരായിട്ട് കാണാൻ പറ്റും. കുറെ മനുഷ്യരായിട്ട് മനുഷ്യർ കാണുന്ന സമയത്ത് കാഫിറായിട്ടും കുറെ ഈ മനുഷ്യർ സലാം തിന്മകൾ പറയാൻ എവിടെ? ഈ പാടില്ലാത്തവരായിട്ടും തിന്മകൾ ചിലവർ എവിടെ? നേരിട്ട് കണ്ടാൽ മിണ്ടാൻ പറ്റാത്തവരായിട്ടും ചില ആൾക്കാരെ കൊല്ലേണ്ടവരായിട്ടൊന്നും തോന്നൂല. ഈ തിന്മകൾ എവിടെ അവസാനിക്കില്ല? തിന്മകൾ അവസാനിക്കും. എല്ലാ തിന്മകളും അവസാനിക്കും. അവസാനിക്കും. മനുഷ്യന് ഒരു തിന്മ ചെയ്യൂല, മനുഷ്യരുടെ ഇടയിൽ മനസ്സിലാക്കില്ല. തിന്മ ചെയ്യുന്ന ആൾക്കാർ, തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, സ്വാഭാവികമാണ്. അതിനെ നിയന്ത്രിക്കാൻ ഭൗതികമായ തന്നെ സംവിധാനങ്ങൾ ഉണ്ടാവും. അതിങ്ങനെ ഭൗതിക നിങ്ങൾ ഇന്നത്തെ കാലത്ത് തന്നെ കുട്ടികളുടെ ഈ ആക്രമണം കേരളത്തിൽ വിറങ്ങൽ നിൽക്കുക. ഇപ്പൊ കേരളത്തിൽ തന്നെ ഈ ഒരു കുറഞ്ഞ സംഭവങ്ങൾ കൊണ്ടല്ലേ, ആ ഒരു സംഭവങ്ങൾ തന്നെ പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ പുതിയ തലമുറയിലേക്ക് ഡിഫൻസ് ചെയ്യാൻ എന്താ ചെയ്യാ? അതൊക്കെ ചെയ്യാൻ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതും മതം അത്തരം സംവിധാനങ്ങൾക്ക് വിലങ്ങുതടിയാവുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എങ്ങനെ ഈ കുട്ടികളെ ഞാൻ പറഞ്ഞുതരാം. അതാ ഞങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞത്. മൂല്യം പഠിപ്പിക്കുന്ന രീതിയിലുള്ള പെശക്. പറയട്ടെ സുഹൃത്തെ, മൂല്യം പഠിപ്പിക്കുന്നതിലുള്ള പെശകാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളൊരു കൊല്ലരുത്, ഒരു മിനിറ്റ് കൊല്ലരുത് എന്ന് മതം പഠിപ്പിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. മതപരമായ ശരീരത്തിന്റെ ഹദീസുകളൊന്നും നിങ്ങൾ പറയാൻ സമ്മതിച്ചാലേ പറ്റുള്ളൂ. മദ്രസ പഠിപ്പിക്കാത്ത വിഷയങ്ങൾ നിങ്ങൾ മദ്രസ പഠിച്ച വിഷയങ്ങളല്ലോ പഠിച്ചിട്ടുണ്ട്. മുർത്തദിനെ കൊല്ലണം അന്ന് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ പഠിക്കുന്നുണ്ട്. ഹദീസിലുണ്ട് മുർത്തദിനെ കൊല്ലണം എന്നുള്ളതോ? ഇപ്പൊ നിങ്ങൾക്ക് തന്നത്തെ ഹദീസ് ഒന്നും പോരെ? തന്ന ഹദീസ് ഒന്നും പോരെ പങ്ക്? ഇതൊന്നും എവിടെ ഒരു ഹദീസിലും എവിടെയും പഠിപ്പിച്ചു? ഹദീസ് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച ഹദീസുകളാണ് നിങ്ങൾക്ക് വായിച്ചത്, കിതാബുകളിലുള്ളത്. മദ്രസകളിൽ പഠിപ്പിച്ചിട്ടില്ല. മദ്രസകളിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. മദ്രസകളും പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ പഠിപ്പിക്കുന്നില്ല എന്നുകൊണ്ട് കാര്യമില്ലല്ലോ. മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ വാദം വിജയിക്കാനും നിങ്ങൾ എന്ത് ചെയ്യാണ് പ്രചരിപ്പിക്കാനും. ഞാൻ നിങ്ങൾ ചോദിച്ചതിന് തെളിവ് വെച്ചിട്ടാണ് വർത്താനം പറഞ്ഞത്. ഏത് തെളിവ്? നിങ്ങളിപ്പോ തന്ന തെളിവൊക്കെ എന്താക്കി? തന്ന തെളിവുകൾ ഞാൻ നിങ്ങൾ പറഞ്ഞ അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തെളിവ് വന്നിട്ട് നിങ്ങൾക്ക് അത് നേരിട്ട് നിങ്ങൾക്ക് അപ്പൊ അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ അറിയില്ലല്ലോ. നിങ്ങൾക്ക് ചോദിച്ചിട്ടൊക്കെ വേണ്ടേ? നിങ്ങൾ എന്ത് ചെയ്യാണ് ഇവിടെ മൈന്യൂട്ട് ആയിട്ടുള്ളതാണ് ആളെ കൊല്ലല്. അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് മഹാസംഭവവും. ഒരു മിനിറ്റ് അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്നത് മഹാസംഭവമായിട്ട് പഠിപ്പിക്കുന്ന നിങ്ങള് മുസ്ലിങ്ങളല്ലാത്തവരെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞ മുഹമ്മദ് നബീന്റെ ഹദീസ്, ഉമർ പിന്നീട് നടപ്പിലാക്കിയ ഹദീസ്, ആ ഒരു ആഗ്രഹം, അത് ചെറിയ തിന്മ, അത് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാരണം അല്ലെ? മതമില്ലാത്തതിന്റെ പേരിൽ ഒരു മിനിറ്റ് ഗതികേടിന്റെ കാലത്ത് നിങ്ങൾക്ക് നിങ്ങളെ മതം, ഞങ്ങൾക്ക് ഞങ്ങളെ മതം എന്ന് പറഞ്ഞ മുഹമ്മദ് അവിടെ ചെന്നതിന് ശേഷം മരിക്കുക അല്ലെങ്കിൽ മുസ്ലിം ആവുക എന്ന രണ്ട് ഓപ്ഷൻ കൊടുത്ത് ആളുകളെ വാളിന്റെ മുനയിൽ ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്നപ്പോ അത് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം, മറ്റത് മഹാസംഭവം. ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നു കളയണം എന്ന് പറയുന്നത് ആരും എവിടെയും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ആരും പഠിപ്പിച്ചല്ല. നിങ്ങൾ ശരി, ഇതിനെങ്ങനെ വെളുപ്പിച്ച് കുട്ടപ്പനാക്കി കൊണ്ടുനടക്കല്ലേ? ഞാനിപ്പോ ദീന് പഠിക്കുന്നുണ്ട്, പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഹദീസിലുള്ളതാണോ? എവിടെയും കേൾക്കാത്ത നിങ്ങൾ കേൾക്കൂലല്ലോ, അതല്ലേ പറയണത്. ഇസ്ലാമിന്റെ ന്യൂനതകൾ പുറത്തറിയില്ലല്ലോ. ന്യൂനതകൾ മറച്ചു പിടിക്കുകയും പറഞ്ഞുതരാം ന്യൂനതകൾ. ഒരു മിനിറ്റ്, നിങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ല. പക്ഷെ അനാഥ ബാലന്റെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ പിന്നെ താലോലിക്കരുത് എന്ന് പഠിപ്പിച്ച ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? നന്മകൾ എടുത്താൽ പോരെ, അത് ഇല്ലാത്ത നന്മകൾ ഉണ്ടാക്കി പറയുകയും ഉള്ളതിനെ വക്രീകരിക്കുകയും തിന്മകളെ പൂഴ്ത്തിവെക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പൂഴ്ത്തിവെച്ച തിന്മകൾ സമൂഹത്തിന് മുന്നിലേക്ക് കൊടുക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. മദ്രസ പഠിപ്പിച്ച മൂല്യങ്ങളാണ് ഞാൻ പറയുന്നത്, നന്മകളാണ് ഞങ്ങളോട് ആ നന്മകളുടെ കോലാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചത്.
ഏത് കോലം ഞാൻ പഠിച്ചത് എന്നാൽ ഞങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ റസൂലുള്ളാഹിന്റെ ഹദീസ് കേട്ട ഒരു ഭാഗമായിട്ടാണ് എന്റെ വീട്ടില് അന്യമതസ്ഥരായ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചെന്ത്, എന്റെ വീട്ടില് വെള്ളം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വെള്ളം പഞ്ചായത്ത് വെള്ളമാണ് വരുന്നത്, നിങ്ങൾക്ക് എന്റെ വീട് വന്ന് നോക്കാം, വേണം എന്റെ പേഴ്സണൽ നമ്പർ വരായി. ആ വീട്ടിലേക്ക് എന്റെ വീട് വേനൽക്കാലത്ത് വറ്റുന്ന കിണറാണ്. എന്നിട്ട് പോലും ഞാൻ എന്ത് ചെയ്താണ്, അവർ ചോദിച്ച സമയത്ത് ഈ ഹദീസ് കേട്ട ഓർമ്മയിൽ എന്ത് ചെയ്യാണ്, അയൽവാസികളെ നമ്മൾ പരിഗണിക്കണം, നമ്മൾ വയറ് നിറച്ച് കഴിക്കുമ്പോൾ അവര് പട്ടിണിയാണെങ്കിൽ നമ്മൾ കഴിക്കാൻ പാടില്ല, അവർക്ക് വെള്ളം കിട്ടാണ്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത്. അതേപോലെ തന്നെ എന്റെ വീട്ടിൽ എന്ത് ചെയ്ത് അവർക്ക് ഞാൻ എന്ത് ചെയ്ത് കിണർ വെക്ക്, അത് ഞാൻ മദ്രസ പഠിച്ചതും ദീന് പഠിച്ചത് കൊണ്ടുകൊണ്ടായ എനിക്കുള്ള ഒരു ഗുണമാണത്. അത് നിങ്ങൾക്ക് തെറ്റായിട്ട്, അത് മുസ്ലിങ്ങളല്ലാത്തവരൊന്നും ഇതൊന്നും ചെയ്യുന്നില്ല. ഇത് ദാഹിക്കുന്നവർക്ക് ഭക്ഷണം വെള്ളം കൊടുക്കുന്നത് മുസ്ലിങ്ങളല്ലാത്തവരൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറയുന്ന എല്ലാ മതവും ശരിക്കും പഠിപ്പിക്കുന്ന നന്മ മാത്രം. മതമില്ലാത്തവരൊന്നും മനുഷ്യരെ സഹായിക്കൂല. മതമില്ലാത്തവര് മതമില്ലാത്ത ആരും നിഷേധ ബുദ്ധിയോടുകൂടിയും പ്രവർത്തിക്കുന്ന ആളുകളാണ് അവരെ. സുഹൃത്തെ, നിങ്ങളുടെ ഇതാണ് ഇങ്ങനെയാണ് മനുഷ്യന്റെ തലച്ചോറ് മതം തിന്നു തീർക്കുന്നത്. ആണ് നിങ്ങളിപ്പോ പറഞ്ഞ ചിന്ത ഉണ്ടല്ലോ, മനുഷ്യർ മനുഷ്യനെ മനുഷ്യനായിട്ട് മനസ്സിലാക്കുന്നതിന് മതമാണ് കാരണം എന്ന നിങ്ങളുടെ ഈ ചിന്ത ഉണ്ടല്ലോ, ഇതാണ് ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ചിന്ത. എല്ലാ മനുഷ്യരും ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഇപ്പൊ ഇസ്ലാമിൽ ഏറ്റവും വലിയ സാമൂഹ്യ നന്മയാണല്ലോ റമദാനാണല്ലോ സക്കാത്ത്, അല്ലെ? ഒരു സക്കാത്ത് മതപരമായിട്ട് മനുഷ്യന്റെ സമ്പത്തിൽ നിന്ന് ദരിദ്രരായ പാവപ്പെട്ട മനുഷ്യന്മാർക്കുള്ള അവകാശമാണ്, അല്ലെ? വലിയ സാമൂഹ്യ നന്മയാണ്. അതൊരു ഗോത്രീയ നന്മയാണെന്ന് ഞാൻ പറഞ്ഞാലോ? ആ ഗോത്രത്തിന് മാത്രം ബാധകമാവുന്ന നന്മയാണെന്ന് പറഞ്ഞാലോ? ഞാൻ പറയുന്നത് സക്കാത്തിന്റെ അവകാശികൾ എന്ന് പറയുന്നിടത്ത് മുസ്ലിം ആവുക എന്നത് നിബന്ധന ഉണ്ടോ? സക്കാത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, നിർബന്ധ ബാധ്യതയെ കുറിച്ച്. ഞാൻ ചോദിക്കുന്നത് ഒരു ഇസ്ലാമിന്റെ ഒരു നാട്ടിൽ അസമത്വം ഇല്ലാതാക്കാനും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർക്ക് പ്രയാസങ്ങൾ നീക്കാനും അള്ളാഹു ധനം കൊടുത്തവരോട് അള്ളാഹു കൽപ്പിച്ച നിർബന്ധ ബാധ്യതയായിട്ടുള്ള ഈ ദാനം, ഓക്കെ, ഈ സക്കാത്ത് എന്ന് പറയുന്ന ആരാധന അല്ലെങ്കിൽ അതിന്റെ നിബന്ധന തീരണമെങ്കിൽ സക്കാത്ത് സ്വീകരിക്കുന്നവൻ മുസ്ലിം ആയിരിക്കണം എന്ന നിബന്ധന ഉണ്ടോ? ഇല്ലേ? അങ്ങനെ നിബന്ധന ഇല്ലല്ലോ. ഇല്ലേ? ഇല്ലല്ലോ. സംഘടിത സക്കാത്ത് നിങ്ങൾ അറിയില്ല? സംഘടിത സക്കാത്തോ? ഞാൻ ചോദിക്കുന്നത് വിശ്വാസിയുടെ സക്കാത്ത് വീഴണമെങ്കിൽ സക്കാത്ത് സ്വീകരിക്കുന്നവൻ മുസ്ലിം ആയിരിക്കും എന്നുള്ള ബാധ്യത ഉണ്ടോ? ഇല്ലേ? മുസ്ലിം ആയിരിക്കണം എന്നുള്ള ബാധ്യത നമ്മള് തൊട്ടടുത്ത് പ്രയാസമുള്ള ആളുകൾക്ക് സഹായിക്കുന്നുണ്ട്. ശരി, നിങ്ങളത്തെ 1000 റുപ്യാണ് സക്കാത്തിന്റെ പൈസ ഉള്ളത്, അതിൽ 500 റുപ്യ നിങ്ങൾ അയലോക്കത്തുള്ള ഗോപാലേട്ടന് കൊടുത്തു, 500 റുപ്യ നിങ്ങൾ രാമൻ താത്താക്കും കൊടുത്തു, നിങ്ങളെ സക്കാത്ത് വീടിയോ? സക്കാത്ത് അവിടെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളിനെ കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ടുണ്ടാവില്ല, സക്കാത്ത് വീഡിയോ ഞങ്ങൾ ചോദ്യം. വീടാണെന്താ? ഇതും കൂടി നിങ്ങൾ ഹദീസ് ചോദിക്കുന്ന ഉസ്താദിനോടൊന്ന് ചോദിച്ചാളി. നിങ്ങൾ ചോദിച്ചോളിയും. നിങ്ങൾ പഠിച്ചതല്ല നിങ്ങൾ മതം. നിങ്ങൾ ജമാഅത്തിൽ പറഞ്ഞ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പേടിപ്പിച്ച് വിട്ടതല്ല നിങ്ങൾ കിതാബിലുള്ള മതം. അത് പറയാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞതാ. മനസ്സിലായോ? സക്കാത്ത് വീടണമെങ്കിൽ അത് സ്വീകരിക്കുന്ന ആൾ മുസ്ലിം ആയിരിക്കണം. പിന്നെ അമുസ്ലിങ്ങളിൽ ആകെ സ്വീകരിക്കാവുന്നത് 2 വിഭാഗം ആളുകൾക്കാണ്. അത് ഇസ്ലാമിനോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. നിങ്ങളിപ്പോ ഒരു കുളത്തിന് വേണ്ടി ചോദിച്ച ചോദ്യം നിനക്ക് മനസ്സിലായി. പക്ഷെ ഒരു കുളത്തുമല്ല, എല്ലാ നന്മകളും ഇസ്ലാം പഠിപ്പിക്കും. ഒരാളെ കൊല്ലരുത് എന്ന നിരുപാധികമായതല്ല ഇസ്ലാമിലുള്ളത്. കാര്യങ്ങളൊക്കെ പ്രവർത്തനമൊക്കെ ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്നതാണ്. അത് മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുത്താലേ സക്കാത്ത് വിടുള്ളൂ. മുസ്ലിങ്ങൾക്ക് പൈസ കൊടുക്കണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യം. ഞാൻ പറഞ്ഞത് ഇസ്ലാമാണ്, ഞാൻ പറഞ്ഞത് ദീനാണ്, കിതാബിലുള്ള ദീന്. സക്കാത്ത് പോലെ തന്നെ സക്കാത്ത് പോലെ അല്ല സദക്ക. സദക്ക വേറെയാണ്, സദക്ക വേറെയാണ്, സക്കാത്ത് നിർബന്ധിതമാണ്. അത് 2 പ്രതിഫലം. സക്കാത്താണ് ബാധ്യതയാണ്. അതേപോലെ ആ ബാധ്യതയിൽ മുസ്ലിങ്ങളെ മാത്രം പരിഗണിക്കുന്നത് ഗോത്രീയത. മുസ്ലിങ്ങൾ സദക്ക ചെയ്യുന്നുണ്ടോ നോക്കിയാ പോരാ. ഒരു നാടിൽ ഒരു ഇസ്ലാമിക ഭരണം കൂടിയാണല്ലോ ഇസ്ലാമിന്റെ ലക്ഷ്യം. എവിടെ ലക്ഷ്യം? മുഹമ്മദ് നബി ഭരിച്ച നാടേതാ? ഇസ്ലാമിക രാജ്യല്ലേ? ഇസ്ലാമിക രാജ്യമാണ്. അവിടുത്തെ ഓപ്ഷനല്ല പറഞ്ഞത്. അവിടുത്തെ ഓപ്ഷനാ പറഞ്ഞത്. അതാ പറഞ്ഞത്. ഒരു മുസ്ലിം രാജ്യത്ത് അമുസ്ലിം ജീവിക്കണമെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള നികുതി കൊടുക്കണം, വേണ്ടേ? അത് ഏത് രാജ്യത്തായാലും രാജ്യത്തെ പ്രജകൾക്ക് പൊതുവായ നിയമമല്ലേ ഉണ്ടാവുക? അതെ. ഇസ്ലാമിക രാജ്യത്തോ?
അതെങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. മുസ്ലിങ്ങൾക്ക് നിയമം വേറെയും അമുസ്ലിങ്ങൾക്ക് വേറെ നിയമമല്ലേ? അങ്ങനെ നിയമങ്ങളൊന്നും എവിടെ? നിങ്ങൾ എന്താ പറയാ, എന്താ ജിസിയ എന്ന് പറഞ്ഞ? ഞാൻ പറയുന്നേക്ക്, ജിസിയ എന്ന് പറഞ്ഞ എന്താ? ഞാൻ പറയാം, ഇന്നും നിങ്ങൾ പറയും ജിസിയ എന്ന് പറഞ്ഞ എന്താ? ഇന്നും സൗദി അറേബ്യയിലും അതൊന്നല്ല ഞാൻ ചോദിച്ചത്. ഇന്നിപ്പോ സൗദി അറേബ്യയിൽ മുസ്ലിങ്ങളല്ലാത്തവർ ജീവിക്കുന്നത്, ഇതൊന്നല്ല ചോദ്യം. ജിസിയ എന്ന് പറഞ്ഞ എന്താണ്? എന്താണ് ജിസിയ? നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോളി. എന്താണ് ദിമ്മി എന്ന് പറഞ്ഞ? നിങ്ങൾ തന്നെ പറഞ്ഞോ. ഇതൊക്കെ നിങ്ങൾ ജമാഅത്തിന് പോയിട്ട് ചോദിച്ച് പഠിക്ക്. അപ്പൊ നിങ്ങൾക്ക് ജമാഅത്തിന് പോയപ്പോ നിങ്ങൾ നരകത്തിൽ പോയി കിടക്കേണ്ടി വരും മനുഷ്യ. നിങ്ങൾ നരകത്തിൽ പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ നന്നായിക്കോളി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പേടിച്ചു. അത്രേ ഉള്ളൂ കാര്യം. പേടിയൊന്നും നമുക്ക് ഭയവും കൊതിയുമാണ് സുഹൃത്തെ, ഭയമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് ഭയത്തിലാണ്. യഥാർത്ഥ മുസ്ലിമിന് സമാധാനമാണ് ജീവിതത്തിൽ. ഇല്ല, ഒരു ഭയമില്ല, ഇല്ല, കുടുംബമുണ്ട്, അല്ല, സിനിമകൾ ചെയ്യുന്നില്ല, ഇല്ല, ചെയ്യാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്നത്. ആ പ്രേരണയുടെ കാരണം ഭയമാണ്. നല്ല രീതിയിൽ മക്കളെ പോറ്റുന്നു, ഭാര്യയുണ്ട്, കുടുംബ ജീവിതമായിട്ട് സമാധാനം. മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള എന്തോ പ്രത്യേക സാധനമല്ല സുഹൃത്തെ, പൊന്നു സുഹൃത്തെ. നിങ്ങൾ പറയുന്നത് ഭയമാണ്. ഒരു മുസ്ലിം നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞല്ല. ഈ സംസാരത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ഒന്നുകൂടി കേട്ടാൽ മതി. ദുനിയവിയായ ജീവിതത്തിൽ, ആ കുറഞ്ഞ ജീവിതത്തിൽ നിങ്ങൾ സമ്പാദിച്ച് കൂട്ടി വെച്ചിട്ട് അത് ഒക്കെ ഇട്ടേച്ച് പോവാന്നുള്ള ഭയം നിങ്ങൾക്കാണ്. എനിക്കെന്താ ഭയം? അല്ല, നമ്മൾ ആ ബോധ്യത്തിലാണ് ജീവിക്കുന്നത് സുഹൃത്തെ. അതിനെന്താ ഭയം? നിങ്ങൾക്കാണ് ഭയം. മതമില്ലാതെ നിങ്ങൾക്കാണ് ആ ഭയം ഉണ്ടാവുക. കാരണം നിങ്ങൾ സമ്പാദിക്കുന്നത്. ഇത് നോക്കൂ, നിങ്ങള് ഈ സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ പറയുന്നുണ്ട് ഭയം. എവിടെ ഭയോ? നിങ്ങൾ പറഞ്ഞത് ജമാഅത്ത് പോയിട്ട് നിങ്ങൾക്ക് കിട്ടിയത് പേടിയാണ്. പേടിയല്ല കിട്ടി, നമുക്ക് സമാധാനം. അല്ല, നിങ്ങൾ പറഞ്ഞത് പേടിയായിരുന്നു. അല്ല, നിങ്ങൾ നരകത്തെ കുറിച്ചും മരണത്തെ കുറിച്ചൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുണ്ടായി. ചെയ്താൽ, നമ്മളെ നന്മ പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലത് കിട്ടും. എന്ത് കിട്ടും? എന്ത് കിട്ടും? മരണപ്പെട്ടു എന്ത് കിട്ടും? അതിന് നന്മ പ്രതിഫലം എന്ത് കിട്ടും? എന്ത് കിട്ടും? അതിന് പ്രതിഫലം ഒരിക്കലും നമുക്ക് സ്വർഗം തന്നെ വലിയൊരു ജീവിതം. ഇനി അത് നന്മ ചെയ്തില്ലെങ്കിൽ, തിന്മ ചെയ്താൽ എന്ത് സംഭവിക്കും? തിന്മ ചെയ്താൽ അത് ശിക്ഷിക്കപ്പെടേണ്ട ആളാണെങ്കിൽ ശിക്ഷിക്കപ്പെടും. അത് നമ്മളെല്ലാം ശിക്ഷിക്കപ്പെടും. അല്ല, അത് എന്താ കിട്ടുക? അവിടെ എന്താ സംഭവിക്കാം? നിങ്ങൾ എന്ത് നന്മ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക്? നിങ്ങൾ നന്മ ചെയ്തില്ലെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ ജീവിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്ന് ദുനിയാവിയായ ജീവിതം തന്നെ. ദുനിയാവ് വിട്. നിങ്ങൾ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം. അവസ്ഥയിലേക്ക് പോകുന്ന ദുനിയാവ് നമ്മൾ നോക്കിക്കോളാം. നിങ്ങൾ ആഹാരം പറയും. ഖബർ ജീവിതം ഉണ്ട്. ഖബർ ജീവിതം അവിടെ കിടക്കുകയാണ്. അവിടെ എന്ത് സംഭവിക്കും? തിന്മ ചെയ്ത് പോകുന്ന ആൾക്ക് ഖബറിൽ എന്ത് സംഭവിക്കും? അത് ആരൊക്കെ തിന്മ ചെയ്തു പോട്ടെ, അവിടേക്കൊന്നും പോണ്ട. ഖബറിലേക്കൊക്കെ പോണേ നമ്മളെ റൂഹ് വിട്ട് പിരിയണ്ടേ? തിന്മയൊക്കെ ചെയ്യുന്ന ആള്, വിശ്വാസി അല്ലാത്ത ഒരാളുടെ റൂഹ് പിടിക്കുന്ന രംഗം നിങ്ങളൊന്ന് പറഞ്ഞ നീ കേക്കട്ടെ. എന്തിനാ നിങ്ങൾ അത്രത്തോളം ചിന്തിക്കുന്നത്? പറയേ, കേക്കട്ടെ. നിങ്ങൾക്ക് പേടിയാണോ സമാധാനമാണോ ഒന്ന് കേക്കട്ടെ. പിന്നെന്താണ്? അല്ല, തിന്മ ചെയ്ത ആള് നന്മ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് ചോദിച്ചത്. നന്മ ചെയ്തില്ലെങ്കിൽ അവരും പഠിച്ചവരല്ലേ? നന്മ ചെയ്തില്ലെങ്കിൽ റൂഹ് പിടിക്കുക എങ്ങനെയായിരിക്കും നിങ്ങൾ പറയേ. നിങ്ങൾ പഠിച്ചത് പറയേ. നിങ്ങൾ ജമാഅത്ത് പറഞ്ഞെന്നാണ് പറഞ്ഞാളി. പോയ ചരിത്രമുണ്ട്. അതൊക്കെ പോട്ടെ. നിങ്ങൾ ജമാഅത്ത് പോയിട്ട് റൂഹ് പിടിക്കുന്നതിന്റെ മരണത്തെ നിങ്ങൾ എങ്ങനെ? 1000 ഉമ്മാന്റെ സ്നേഹം അള്ളാഹ് നമ്മുടെ കുട്ടികളോട് ഉണ്ട് ഞാൻ പഠിച്ചത്. അപ്പൊ ആരൊക്കെ ശിക്ഷിക്കപ്പെടും, ആരൊക്കെ നരകത്തിൽ പോകുന്നു നമുക്ക് പറയാനാവില്ലല്ലോ. അള്ളാഹ്ക്ക് അറിയാലോ. അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. നീ അത് പോട്ടെ. നിങ്ങൾ റൂഹ് പിടിക്കുന്ന രംഗം ഒന്ന് വിശദീകരിച്ചേരി. നിങ്ങൾ ജമാഅത്ത് പറഞ്ഞത് റൂഹ് പിടിക്കുന്ന രംഗം മുസ്ലിമിന്റെ റൂഹ് പിടിക്കുന്നതും, അല്ല നല്ല വിശ്വാസിയായിട്ട് നന്മ പ്രവർത്തിച്ച ഒരാളുടെ റൂഹ് പിടിക്കുന്നതും അമുസ്ലിമായിട്ട് തിന്മ ചെയ്ത ഒരാളുടെ റൂഹ് പിടിക്കുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ആരാണ് തിന്മ ചെയ്തെന്ന് ആരാണ് നന്മ ചെയ്തെന്ന്? അല്ല, അങ്ങനെ ആളുകളുടെ റൂഹ് പിടിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവുമോ? ഇത് വ്യത്യാസം ഉണ്ടാവും. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം വരുന്നില്ലല്ലോ ഇവിടെ. അല്ല, നിങ്ങൾക്ക് പേടിയുണ്ടോ നോക്കാനാണേ. എനിക്കെന്തിനാ പേടിക്കുന്നത്? അല്ല, അങ്ങനെ ഉണ്ടോ? വ്യത്യാസം ഉണ്ടോ? പഠിപ്പിക്കുന്നുണ്ടോ? അതൊക്കെ നമ്മളെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടോ? എവിടെ? നന്മ ചെയ്ത് മുഅ്മിനായി ജീവിച്ച് മരിച്ച ഒരാളുടെ റൂഹ് പിടിക്കുന്നതും അമുസ്ലിമായിട്ട് ജീവിക്കുകയോ തിന്മ ചെയ്യുകയോ ചെയ്യുന്ന ഇല്ല. അപ്പൊ എങ്ങനെ ഈ രണ്ട് റൂഹ് പിടുത്തം തമ്മിൽ എന്തെങ്കിലും നേരത്തെ വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചൂര എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് നല്ല മുത്തക്കിയായ മുഅ്മിനിന്റെ റൂഹ് പിടിക്കുന്ന രംഗല്ലേ? രണ്ടും പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ അമുസ്ലിമിന്റെ നിഷേധിയുടെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങൾ ഇതിന് പറയേ. നിങ്ങൾ ആ വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചൂര എന്ന് പറഞ്ഞത് മുത്തക്കിയായ ഒരു മുസ്ലിമിന്റെ ആണ്. ഇനി നിങ്ങളിത് പറയും. ഒരു സത്യനിഷേധി പോട്ടെ. എന്റെ നിങ്ങളെ റൂഹ് പിടിക്കുന്ന രംഗം നമുക്കൊന്ന് വിശദീകരിക്കാം. നിങ്ങളൊരു മുത്തക്കിയാണ്. നിങ്ങളുടെ റൂഹ് വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചൂരുന്നത് പോലെ ഊരി എന്ന് വിചാരിച്ചോളൂ. മുസ്ലിങ്ങൾ ഭയത്തിൽ ജീവിക്കുന്നതാണെന്ന് പറയാൻ നിങ്ങൾ എന്തെങ്ങനെ പറയാൻ പേടിക്കുന്നത്? മടി എന്തെങ്കിലും? ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. ഉത്തരം പറയാൻ പോലും പേടി. നിങ്ങൾക്ക്
എന്നാ നിങ്ങൾ പറഞ്ഞു തരീ. ഞാൻ നിങ്ങൾ ഞാൻ നേരത്തെ ചോദിക്കട്ടെ, പറഞ്ഞ ഉദാഹരണത്തിന്റെ ഉപമയുടെ ഓപ്പോസിറ്റും കൂടിയും പറഞ്ഞോളി, നമുക്ക് നിർത്താം. ഏത് വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചൂരുന്നത് പോലെ ആ വലിച്ചൂരുന്ന ഒരു രംഗം റൂഹ് പിടിക്കുന്നതിലുണ്ട് ആ ഒരു വിഭാഗത്തിന്റെ. ആ സത്യനിഷേധിയും അധാർമ്മകാരിയും ഒക്കെ ആയിരുന്ന ദൈവനിഷേധിയായ കാഫിറായി മരിച്ചുപോയ ഒരാളുടെ റൂഹ് പിടിക്കുന്ന രംഗം, അതിനൊരു ഉപമ ഇതേ വെണ്ണയും നൂലും പറഞ്ഞിടത്ത് വേറെ ഉണ്ട്. അതന്നെ ഞാൻ അതൊന്ന് പറഞ്ഞല്ലോ. പറയും, അതൊന്ന് പറയും, നിങ്ങൾ പറയും അതൊക്കെ അതെങ്ങനെയാണ്, പഠിച്ച അതെങ്ങനെയാന്ന് പറഞ്ഞാൽ മതി. അവർക്ക് ആ ശിക്ഷ കിട്ടും. അത് എങ്ങനെയാണ് സംശയമില്ലല്ലോ. റൂഹ് പിടിക്കുക അത് പറയും. നിങ്ങൾ അത് എന്താ മോശമായ പഠിക്കുന്നത്? രൂപത്തിലാണ് എങ്ങനെ ഇതേപോലത്തെ ഒരു ഉപമ അവിടെയുണ്ട്, നിങ്ങൾ അതൊന്ന് പറയേ. നമ്മളെ ചർച്ച അതല്ലല്ലോ. അത് അതന്നെ ചർച്ച, അതന്നെ ചർച്ച. കാര്യമാണല്ലോ. എന്ന് നിങ്ങൾ പറയൂ സുഹൃത്തെ, നിങ്ങൾ വെണ്ണയിൽ നിന്ന് നൂല് ഈസി ആയിട്ട് പറഞ്ഞല്ലോ. ഇനി മറ്റേ റൂഹ് എങ്ങനെ പിടിക്കാന്ന് പറഞ്ഞ എന്താ പ്രശ്നം നിങ്ങൾക്ക്? ബന്ധം അത് ബന്ധമുണ്ട്, നിങ്ങൾ പറയും. നിങ്ങൾ മുസ്ലിങ്ങളെ നിങ്ങൾ എങ്ങനെ പറയും, അത് പറയും എങ്ങനെയാണത്? ഭയത്തിൽ ജീവിക്കുന്നവരാണ്. അല്ല അത് പോട്ടെ, നിങ്ങൾ ഇതൊന്ന് പറഞ്ഞേരി. എന്താ നിങ്ങളെ ബുദ്ധിമുട്ട്? ഈ ഉപമ പഠിപ്പിക്കുമ്പോ മുത്തക്കിയായ മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോ വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചൂരുന്നത് പോലെ എന്ന് പറയുമ്പോ നിങ്ങൾ പറയുന്ന സംസാരങ്ങളും കാഫിറിന്റെ നിഷേധിയുടെ റൂഹ് പിടിക്കുന്ന രംഗത്തിന്റെ ഉപമയും കൂടി പറയേ. മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുമ്പോ എന്താണോ നിഷേധിച്ചത്, നിങ്ങൾ നിഷേധിച്ചതിനോടാണ് എല്ലാ മനുഷ്യരും വേറെ വിഷയമാണ്. നിങ്ങൾ ഇത് പറയോ ഇല്ലേ? നിങ്ങളിത് പറയോ ഇല്ലേ? വെറുതെ നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ആവേശത്തോട് ലിയാഖത്ത് ഭായ് ഗുഡ്. നിങ്ങൾ പറയോ ഇല്ലേ? എന്തിനാ നിങ്ങൾ പറയുന്നത്? വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചൂരുന്നതാണ് ഒരു റൂഹ് പിടുത്തം. ഒരു റൂഹ് പിടുത്തം അതാണ് എന്ന് നിങ്ങൾ പറയൂലാത്തോണ്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറയൂലാത്തോണ്ട് ഞാൻ പറഞ്ഞുതരാം. പട്ടുതുണി, ഒരു പട്ടുതുണി അല്ലെങ്കിൽ ഒരു പട്ടുതുണി മുള്ളിനിടയിൽ പെട്ടിട്ട് വലിക്കുന്നത് പോലെയാണ് നിഷേധിയുടെ റൂഹ് പോവാ. അങ്ങനെ സംഭവിക്കും. അതെ, അത് അത് ചെറിയ പ്രായത്തിൽ 2-3 വയസ്സുള്ള കുട്ടികളിൽ പഠിപ്പിക്കുമ്പോ ഭയങ്കര ഒരു സമാധാനം ഉണ്ടാവും അവർക്ക്. കുട്ടിക്ക് നന്മ ചെയ്യാനുള്ള എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, നിങ്ങൾ സമാധാനത്തിൽ നിലനിൽക്കട്ടെ എന്ന് മാത്രം നിങ്ങളോട് ആശംസിക്കുകയാണ്. നിങ്ങൾ ചോദിച്ച അല്ല ഞാൻ പറഞ്ഞത്, ഇനി നമുക്ക് വേറെ വിഷയങ്ങളൊക്കെ ഇനി നമുക്ക് പിന്നെ സംസാരിക്കാം. അതെന്താ ഒരുപാട് നീണ്ടുപോകും. നിങ്ങൾക്ക് സംസാരിക്കാൻ ഇസ്ലാമിലെ പാപങ്ങളും നന്മകളും നമുക്ക് വേറെ ചർച്ച ചെയ്യാം. നിങ്ങൾ സമയം പറഞ്ഞോളി, നിങ്ങൾ സമയം പറഞ്ഞോളി. നമുക്ക് ഇത് മാത്രം പണിയാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ സമയം 1 മണിക്കൂറിലധികമായി. ആയിക്കോട്ടെ, നിങ്ങൾക്ക് സംസാരിക്കണം. 1 മണിക്കൂർ നോക്കൂ 1 മണിക്കൂർ 40 മിനിറ്റ്. മതത്തെ കുറിച്ചുള്ള പ്രാമാണികമായിട്ട് ഒന്നും പഠിക്കാൻ 1 മണിക്കൂർ 40 മിനിറ്റ് ആണ്. മണിക്കൂർ നിങ്ങൾ ഡിഫൻസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. അതെ, നിങ്ങൾ ഡിഫൻസ് ചെയ്തു നന്നായിട്ട്. പഠിച്ചാണോ? നല്ലൊരു പോരാളിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, പോരാളി മാത്രമല്ല, നിങ്ങളെ തെറ്റിദ്ധാരണ മനസ്സിലാക്കാൻ ശ്രമിച്ചു, നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. ഞാൻ ചോദിച്ചു നിങ്ങളോട്, നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ഈ പ്രവർത്തി? നിങ്ങൾ പറയുന്നത് വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിച്ചു നിങ്ങളോട് അവിടെ അതൊക്കെ നിങ്ങൾ അവിടെ നിൽക്കി. നിങ്ങളിപ്പോ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിനിറ്റ് അങ്ങനെ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോലെ എന്തെങ്കിലും പറയല്ല. നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്നിപ്പം എന്റെ അടുത്ത് കിട്ടിയ നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ട കുറച്ച് ഹദീസും ആയത്തുണ്ടല്ലോ ഒന്ന് ഞാൻ പറഞ്ഞു തന്നത്. ഇത് നിങ്ങൾ ഉസ്താദുമാരോട് അതിന്റെ വസ്തുത പരിശോധിച്ചിട്ട് നിങ്ങൾ എന്നോട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെപ്പോ നിങ്ങൾ വിളിക്കും? ഞാൻ വിശദീകരിച്ചിട്ട് ശരി, സമയം പോലെ വിളിക്കും. അപ്പൊ നമുക്ക് ബാക്കി സംസാരിക്കാം. അത് വിശദീകരണം കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. നിങ്ങൾക്ക് അടുത്ത വോയിസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കിട്ടും. അതെ, കിട്ടും. അതെ, നിങ്ങൾക്ക് വ്യൂവേഴ്സിന് കിട്ടും. അതെ, കിട്ടും. പിന്നെ യൂട്യൂബിൽ നിങ്ങൾ എന്റെ സംശയം തീർക്കുമ്പോ, നിങ്ങൾ എന്റെ സംശയം തീർത്ത് ഒരു മിനിറ്റ്, നിങ്ങൾ എന്റെ സംശയം തീർത്തിട്ട് ഞാനത് അംഗീകരിച്ചില്ലെങ്കിലും ഒരുപാട് പേര് സംശയത്തിൽ നിൽക്കുന്ന ഒരുപാട് മുർത്തദുകളുടെ സംശയം തീരാൻ ഇത് ഇടയാക്കട്ടെ. നിങ്ങൾ യൂട്യൂബിൽ ഇടാൻ വേണ്ടിട്ട് നിങ്ങളൊരു ബിസിനസ് ആയിട്ട് കാണാണ്ട് അല്ലല്ല യൂട്യൂബിലൊക്കെ ഇടും. ഇത് പബ്ലിക്കിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ എല്ലാ സംസാരവും സാമ്പത്തിക ലാഭം കിട്ടാൻ വേണ്ടിട്ടാണ്. നിങ്ങൾക്ക് ലോകവിവരമല്ലേ? യൂട്യൂബിലുള്ളതിനേക്കാൾ പൈസ ഫേസ്ബുക്കിലാണ് കിട്ടുക. നിങ്ങൾക്ക് ലോകവിവരമല്ലേ? നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂട്യൂബിലുള്ളതിനേക്കാളും പൈസ കിട്ടും ഫേസ്ബുക്കിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തിക വരുമാനം. അതെ, അത് കിട്ടും. കണ്ടന്റാണ് നിങ്ങൾ അതെ, അങ്ങനെ കൂട്ടിക്കോളി. നിങ്ങൾ അത് യൂട്യൂബിലിടാതെ യൂട്യൂബിലൊക്കെ ഇടും. യൂട്യൂബിലിടും. ഇത് ആളുകൾ കേൾക്കും, ആളുകൾ വിലയിരുത്തട്ടെ, ആളുകൾ ബുദ്ധി ഉപയോഗിക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നില്ല, എന്റെ തെറ്റിദ്ധാരണ തിരിച്ചിട്ട് ഞാൻ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് നിങ്ങളെ പരാതി. ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവട്ടെ, ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണ മാറട്ടെ. ആളുകൾ ചിന്തിക്കൂല, ചിന്തിക്കട്ടെ എല്ലാരും. വിശ്വാസികളായ ആളുകൾ എന്തായാലും ബുദ്ധിപൂർവ്വം ചിന്തിക്കും. നിങ്ങളെ സംസാരം കേൾക്കും. അതാ പറഞ്ഞത്, അത് കേട്ടിട്ട് ബുദ്ധിപൂർവ്വം ആളുകൾ ചിന്തിക്കുകയും അവർ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കാൻ അവർക്ക് പ്രേരണയാവുകയും ചെയ്യട്ടെ. ഞാൻ അത് നല്ല ഉദ്ദേശത്തിലല്ലേ പറഞ്ഞു. നിങ്ങൾ എന്താ എടുക്കാത്തത്? ഞാൻ ചോദിച്ചു നിങ്ങളോട്, എന്തിനാണ് നിങ്ങൾ ഈ അതിനൊക്കെ ഉള്ള മറുപടി നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ അതൊന്നും പറയാതെ നിങ്ങളിപ്പോ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ട കുറച്ച് ഹദീസുകളും നിങ്ങൾ പറഞ്ഞ വിശ്വാസത്തിന്റെയും നിങ്ങൾ അവകാശവാദത്തിനെതിരായിട്ട് പറഞ്ഞ കുറച്ച് തെളിവുകളുണ്ട്.
അപ്പൊ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞു അതിന്റെ കുറച്ച് സാഹചര്യം പരിശോധിക്കണം, നിങ്ങളോട് അത് കുറച്ച് അങ്ങനെയല്ല കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. വിശദീകരിക്കേണ്ടത് എന്നാണ്. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ അപ്പൊ ഞാൻ അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചറിഞ്ഞത്. സാഹചര്യങ്ങളൊക്കെ പഠിച്ച് അതിന്റെ വിശദീകരണങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്നെ സാഹചര്യങ്ങളല്ല, നിങ്ങൾ വിളിക്കും. ഇത്രയും വലിയ ഭാഗത്തായ ഒരു മതത്തിന് 100 പോസിറ്റീവ് ഉള്ളേരം 100 ചെറിയ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിലും എടുത്ത് ഒരു നിങ്ങൾ എന്ത് നെഗറ്റീവ് ചെയ്യണം? ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് പറയാം. നെഗറ്റീവുകള് അതും നെഗറ്റീവുകൾ സാഹചര്യങ്ങളെ നിങ്ങൾ പറഞ്ഞോളി. സ്വീകരിക്കാതെ ഞാൻ പറഞ്ഞ നിങ്ങൾ എന്ത് കുറച്ച് ചെയ്യാണ്? നെഗറ്റീവ് ഉണ്ട്, അത് നിസാരപ്പെട്ട കാര്യങ്ങളല്ല. അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ എവിടെയും അംഗീകരിക്കാൻ പറ്റാത്ത പഠിപ്പിക്കാത്ത, നിയമങ്ങളാണ്. എവിടെയും പറയാത്ത കാര്യങ്ങൾ മദ്രസയിൽ പോലും എടുത്തിട്ട് പഠിപ്പിക്കുന്ന മദ്രസയിൽ കിതാബിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള പറയാണ്, കാര്യമാണ്. നിങ്ങൾ കുറെ കാര്യങ്ങൾ ബഹളം പറഞ്ഞു. ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കാര്യമില്ല, ആദ്യം നമ്മളിത് പറഞ്ഞു അവസാനിപ്പിക്കാണ്. മദ്രസ ഉസ്താദമാര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അതൊക്കെ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞത് നോക്കൂ, നിങ്ങൾ ഇതിനെ ഇനി വേറെ നമ്മൾ ഇതിനെ വേറെ സംഗ്രഹിക്കൊന്നും വേണ്ട. നോക്കൂ, മനസ്സിലാക്ക്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അടിമപ്പെട്ടവനാണ്. അതെന്തോ ആയിക്കോട്ടെ. അടിമപ്പെട്ടവനാണെങ്കിൽ നിങ്ങൾ ആ എന്തിനാണ് ഇങ്ങനെ വിശ്വാസത്തിന്റെ കിടന്ന് മൂല്യങ്ങൾ അവസാനമായപ്പോ നിങ്ങളെ അടിമപ്പെട്ടവനാണ് മുസ്ലിം. കംപ്ലീറ്റ് കൺട്രോളും പോയല്ലോ. കൺട്രോൾ നിങ്ങൾ പോയാൽ ക്ഷമിക്കൂ. ഞാൻ 1.5 മണിക്കൂർ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഞാൻ സത്യം മനസ്സിലാക്കാൻ തയ്യാറല്ല എന്നാണ് നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള ആക്ഷേപം. ഞാൻ ഇത് അവസാനിപ്പിക്കാണ്. നിങ്ങൾ എന്റെ തെറ്റിദ്ധാരണ മാറ്റുമ്പോൾ ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. നിങ്ങളോട് അങ്ങോട്ട് പറയട്ടെ സുഹൃത്തെ, നിങ്ങളിപ്പോ എന്റെ തെറ്റിദ്ധാരണ തിരുത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെ പരാതി എന്നെ കുറിച്ചുള്ളത്. അത് നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ആളുകൾക്ക് അത് വിലയിരുത്താനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന ആളുകൾ, ഇപ്പൊ ഞാൻ സ്വീകരിച്ചില്ലെങ്കിലും എന്നെ പോലെ തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇതിന്റെ വസ്തുത മനസ്സിലായിട്ട് അതിൽ നിന്ന് തിരിച്ച് ഇസ്ലാമിലേക്ക് തന്നെ പോകാൻ, നിങ്ങളെ പോലെ നാളെ മറ്റന്നാളെ ജമാഅത്തിൽ വരാനൊക്കെ പറ്റുകയാണെങ്കിൽ അത് നല്ലതാവട്ടെ എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഹിദ്മത്തായിട്ട് നിങ്ങൾ കണക്കൂട്ടിക്കോളി. മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുസ്ലിങ്ങളോടുള്ള ഒരു ഗുണകാംക്ഷയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ എടുത്തോളിയും. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ തെളിവുകളും വസ്തുതകളൊക്കെ അതിന്റെ യാഥാർത്ഥ്യം ഞാൻ തെറ്റിദ്ധരിച്ചതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ വസ്തുത മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എനിക്കത് വിശദീകരിച്ചു തരാൻ വരണം. അപ്പൊ അതും ആളുകൾ കേൾക്കട്ടെ. അപ്പൊ കൂടുതൽ ആളുകൾക്ക് സത്യം മനസ്സിലാവട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ വിളിച്ചതിന് വളരെ നന്ദി. നമുക്ക് ഇനിയും സംസാരിക്കാം. ഞാൻ നിങ്ങളൊരു ഇസ്ലാമിക വിശ്വാസി അല്ലാത്തതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ മതനിഷേധിയായ നിങ്ങളെ ശത്രു വായിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് ശത്രുതയില്ല, നിങ്ങൾക്ക് ശത്രുതയില്ല എന്ന് എനിക്കറിയാം. ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ അതുകൊണ്ട് നിങ്ങളെ എന്നോടുള്ള ഒരു ഗുണകാംക്ഷയിൽ നിങ്ങൾ എന്നെ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗുണകാംക്ഷയൊന്നല്ല. നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഒരു തെറ്റായ ചിന്തകളിലേക്ക് കുറെ ആളുകൾക്ക് ഇന്ന് ദുനിയവ്യായ ജീവിതത്തിൽ അടിമപ്പെട്ടിട്ട് അവർക്ക് റൂൾസ് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രേരണ കൊടുക്കാൻ വേണ്ടിയാണ് അത്തരം ആളുകളെ നിങ്ങൾ എന്റെ മുമ്പിൽ നിങ്ങൾ തിന്മകൾ ചെയ്യാനുള്ള പ്രേരണ നൽകുന്നുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത്തരം ആളുകൾ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ തിന്മയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവന്നാൽ സൗജന്യമായിട്ട് അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു തരാം. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ അതിന് വേറെ ഉസ്താദുമാരുടെ അടുത്ത് കൊണ്ടുപോയി കുറെ പൈസ ഒന്നും ചെലവാക്കണ്ടെന്ന് പറയാം. സമൂഹത്തിൽ നന്മയാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം. നിങ്ങളെ സുഹൃത്തുക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് നിങ്ങൾ തോന്നുകയാണെങ്കിൽ അവരെ ധൈര്യമായിട്ട് എന്റെ അടുത്ത് കൊണ്ടുപോയി ഞാൻ ക്ലിയർ ചെയ്തു തരാം. കാരണം തിന്മ ചെയ്യുന്നതിൽ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? റൂൾസ് വെക്കുന്നുണ്ട്. ആ റൂൾസിനെ മറികടക്കാനുള്ള ഒരു കാരണം കണ്ടെത്തി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോ എല്ലാ തെറ്റുകൾ ചെയ്യാനുള്ള ലൈസൻസ് ആണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ മതനിഷേധിയാവുന്നതോടെ എല്ലാ ലൈസൻസ് ആയല്ലോ, അവർക്ക് എന്ത് ചെയ്യാലോ. അതിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതെ, അത് കേൾക്കുന്ന ആളുകൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടാവുമല്ലോ. നമ്മളെ വെറുതെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടി ഇനി ഒന്നുകൂടി വിളിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എനിവേ, താങ്ക് യു. ആയിക്കോട്ടെ. നിങ്ങൾ ഇതുവരെ ഓക്കെ, നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുമ്പോ പറയട്ടെ, നിങ്ങൾ പറയുന്ന കാര്യം കേൾക്കാലോ. ആയിക്കോട്ടെ. ഒന്നുകൂടി നമുക്ക് രണ്ടാക്കും ഒന്നുകൂടി കേൾക്കാം. ഞാനും കേൾക്കാം. ആയിക്കോട്ടെ. നാളെ രാവിലെ ആയിരിക്കും. നാളെ രാവിലെ ഒരു 12:30 അപ്ലോഡ് ചെയ്യും. ആയിക്കോട്ടെ. നിങ്ങൾക്ക് വ്യൂവേഴ്സിനെ കിട്ടും. നിങ്ങൾക്ക് അതുകൊണ്ട് ലാഭമുണ്ട്. നമുക്ക് ഇത് എന്റെ വ്യൂവേഴ്സ് കൂടുതലും വിശ്വാസികളാണ്. നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടും കൂടുതൽ. അത് നിങ്ങൾക്ക് ഒരു മനുഷ്യനെ സഹായം ചെയ്യല്ലേ. ഞാനിത് സംസാരിച്ചാൽ നിങ്ങൾക്ക് അതൊരു ബിസിനസ് ആണ്. നിങ്ങൾക്ക് അത് യൂട്യൂബിൽ ഇടുന്നത് കൊണ്ട് വ്യൂവേഴ്സിനെ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു കണ്ടന്റ് കിട്ടുന്നത്. ഭൗതികരമായ മാത്രമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഇതൊക്കെ നമ്മൾ ആശയപരമായിട്ട് ആശയപരമായിട്ട് സംസാരിക്കുന്നത്. ലക്ഷ്യമൊക്കെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. എന്ത് ലക്ഷ്യോ? ഈ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവത്തിന് പിന്നെ ഉത്തരവാദിത്തമല്ലല്ലോ. ആ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങളെ തലേന്ന് ആ മതത്തിന്റെ പ്രേതം ഇറങ്ങിപ്പോണം. അതൊക്കെ ഇഷ്ടംപോലെ തവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ